എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളും ശരിയാകും. ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടോളൂ. കഥയുടെ തുടക്കത്തിൽ തന്നെ ലോറി വഴിയരികിൽ നിർത്തിയപ്പോഴാണ് അവൻ മയക്കത്തിൽ നിന്നും എഴുന്നേറ്റത്. സാർ, ടീ കുടിച്ചിട്ട് പോലാമാ? ആ ചോദ്യം ചോദിച്ചതും ഡ്രൈവർ ഇറങ്ങിയതിന് പിന്നാലെ ഞാനും ഇറങ്ങി. ഇനിയിപ്പോൾ മൂത്രമൊഴിക്കാൻ നിർത്തണമെന്ന് പറഞ്ഞാൽ അയാൾ നിർത്തിയില്ലെങ്കിലോ? ഗൗരവം നിറഞ്ഞ മുഖം മനസ്സിലേക്ക് ഓടിയെത്തി. വേണ്ട, ഇനി അതിനുവേണ്ടി അയാളോട് കെഞ്ചണ്ട. ഇപ്പോൾ തന്നെ കാര്യം സാധിച്ചേക്കാം, സ്വയം പറഞ്ഞുകൊണ്ട് വഴിയരികിൽ നിന്നും അല്പം മാറിയിരുന്നു. അയ്യോ, ഞാൻ കയറിയില്ല, ഒന്ന് നിൽക്കണേ. ലോറിയുടെ പിന്നാലെ ഓടിയത് മിച്ചം. കണ്ണിൽ നിന്നും ലോറി മറയുന്നത് വരെ നോക്കി നിന്നു. ഇനി എന്തു ചെയ്യും? ഉത്തരമില്ലാതെ സ്വയം പരിചാരി അല്പനേരം അവിടെ തന്നെ നിലയുറപ്പിച്ചു. റോഡിന്റെ മറുവശത്തെ തട്ടുകടയിൽ ചെറിയ മങ്ങിയ വെളിച്ചത്തിൽ തിരക്കിട്ട് ജോലികൾ ചെയ്യുന്ന പ്രായം ചെന്ന ആളെ ലക്ഷ്യമാക്കി നടന്നു. ചായ കുടിക്കാനാണെങ്കിൽ തോന്നുന്നില്ല. ജോലിക്കിടയിലും തന്നെ നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് അയാൾ ജോലി തുടരുകയാണ്. എൻ്റെ മൗനത്തിൻ്റെ ഉറവിടം ഒരുപക്ഷെ അയാൾ തിരിച്ചറിഞ്ഞിരിക്കണം. സാർ, ഇനിയിപ്പോൾ കാലിവണ്ടികൾ നിർത്തുമെന്ന് തോന്നുന്നില്ല. വല്ല കട്ടനും വേണമെങ്കിൽ ഞാൻ ഇട്ടുതരാം. എനിക്ക് സ്റ്റൗ ഓഫാക്കാനാണ്. തട്ടുകടക്കാരൻ സൗമ്യമായി പറഞ്ഞപ്പോൾ തിരിച്ചൊന്നും പറയാൻ കഴിയാതെ ആ പെരുവഴിയിൽ ഒറ്റപ്പെട്ടു പോയതിൻ്റെ വിഷമം മനസ്സിനെ വല്ലാതെ തളർത്തിയിരുന്നു. തോളിലെ ബാഗിൽ നിന്നും പൈസ എടുത്ത് തട്ടുകടയുടെ അടുത്തിട്ടിരിക്കുന്ന സ്റ്റൂളിലേക്ക് ഇരുന്നു കൊണ്ട് വിളിച്ചു പറഞ്ഞു. ഒരു കട്ടൻ, ഇച്ചിരി കടുപ്പത്തിൽ. ചായ എടുക്കുമ്പോൾ തൻ്റെ മുഖത്ത് നോക്കാതെ വീണ്ടും അയാൾ തുടർന്നു. സാറെന്തിനാ ലോറിയിൽ നിന്ന് ഇറങ്ങിയത്? ഒന്ന് മൂത്രമൊഴിക്കാൻ ഇറങ്ങിയതാ. റോഡല്ലേ, ഒന്ന് നീങ്ങിയിരിക്കാമെന്ന് കരുതിയാണ് ആ കുറ്റിക്കാട്ടിലേക്ക് മാറിയത്. മൂത്രമൊഴിച്ച് എഴുന്നേൽക്കുന്ന സമയത്ത് പോക്കറ്റിൽ നിന്ന് ഫോൺ താഴെ വീണു. ഇരുട്ടത്തത് തപ്പിത്തടവി എടുത്തു വരുമ്പോഴേക്കും ലോറിയുമായി അങ്ങേരെ സ്ഥലം വിട്ടിരുന്നു. അതാണോ? കഷ്ടമായി പോയി സാറേ. ആ ഡ്രൈവർ നല്ല മനുഷ്യനാട്ടോ. അയാളുടെ തെറ്റല്ല. ഇവിടെ വന്ന് എന്നോടും തിരക്കിയിരുന്നു നിങ്ങളെ കണ്ടോ എന്ന്. മുൻവശത്ത് ലോറി കിടക്കുന്നത് കൊണ്ട് സത്യത്തിൽ നിങ്ങൾ എവിടേക്കാണ് പോയതെന്ന് ഞാനും കണ്ടില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പറയുമായിരുന്നു. ഈ കടയിലെ വെളിച്ചം കാരണമാണ് ലോറിക്കാർ ഇവിടെ നിർത്തുന്നത്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല സാറേ. ആ റോഡിലേക്ക് കയറി നിന്നോളൂ. സാറിന് ഭാഗ്യമുണ്ടെങ്കിൽ വല്ലവനും നിർത്തും. ഓട്ടെ, സാരമില്ല. ചായ ഏറ്റുവാങ്ങിക്കൊണ്ടൊരു നന്ദിയും പറഞ്ഞ് വാക്കുകൾ അവസാനിപ്പിച്ചപ്പോൾ അയാൾ എന്നെ തന്നെ സങ്കടത്തോടെ നോക്കി നിൽക്കുകയാണ്. മഴ വരുന്ന പോലുണ്ട് സാറേ, അല്ലെങ്കിൽ ഞാൻ കുറച്ചു സമയം കൂടി നിന്നേനെ. വീട്ടിൽ പിള്ളേരും അവളും തനിച്ചാ. അയാൾ വളരെ നല്ല സ്നേഹത്തോടെയാണ് തന്നോട് പെരുമാറിയത്. നല്ല മനുഷ്യൻ. ചുടുചായ ഊതി കുടിക്കുമ്പോഴും മനസ്സാ കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. സാറ് പേടിക്കണ്ട, ഏതെങ്കിലും ഒരുത്തൻ നിർത്താതിരിക്കില്ല. പെട്രോൾ മാക്സ് കിടത്തി തട്ടുകടയുടെ വാതിൽ ചേർത്തടയ്ക്കുമ്പോഴാണ് തന്നെ ആശ്വസിപ്പിക്കാനെന്നോണം അയാളത് പറഞ്ഞത്. കയ്യിലിരുന്ന പ്ലാസ്റ്റിക് കവർ സൈഡിലേക്ക് തൂക്കിയിട്ട് അപ്പോൾ വരട്ടെ സാറേ എന്ന് പറഞ്ഞുകൊണ്ട് സൈക്കിൾ മുൻപോട്ടെടുത്തപ്പോൾ ആ വഴിയിൽ ഞാനും കൂട്ടിന് നിറം മങ്ങിയ ഒരു തെരുവ് വെളിച്ചവും മാത്രമായി. ഒരു മനുഷ്യക്കുഞ്ഞു പോലുമില്ല. ഉള്ളിൽ ഭയം ഉടലെടുക്കാൻ തുടങ്ങിയിരുന്നു. അമ്മ 100 തവണ പറഞ്ഞതാണ് രാവിലെ പോയാൽ മതിയെന്ന്. അനുസരണക്കേട് കാണിച്ചതിനുള്ള ശിക്ഷയാവും ഈ നടുറോട്ടിൽ തന്നെ ഒറ്റപ്പെടുത്തിയത്. അല്ലെങ്കിൽ രാജുവിൻ്റെ കല്യാണ രാത്രിയിൽ അടിച്ചു പൊളിക്കാൻ അവൻ നിർബന്ധിച്ചിട്ടും തൻ്റെ പിടിവാശിയായിരുന്നില്ലേ ഈ രാത്രി സഞ്ചാരം? രാവിലെ ജോലി സ്ഥലത്തെത്തിയില്ലെങ്കിൽ ഇപ്പോൾ തോന്നുന്നു ഒന്നും വേണ്ടായിരുന്നുവെന്ന്. ഓരോന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ഒരു മഴത്തുള്ളി മുഖത്തേക്ക് പതിച്ചു. ദൈവമേ, മഴയാണല്ലോ. മഴ കൊള്ളാതിരിക്കാൻ പോലും ഒരു ഇടമില്ലല്ലോ. തുള്ളികൾ ഒന്നിനു പിറകെ ഒന്നായി പെയ്തു തുടങ്ങിയപ്പോൾ കയ്യിലെ ബാഗ് നെഞ്ചോട് ചേർത്ത് പിടിച്ചവൻ മുന്നോട്ട് നടന്നു. മഴ കൊള്ളാതിരിക്കാൻ ഒരിടം തേടിയുള്ള പാച്ചിലിൽ കുറച്ചു മുന്നോട്ടെടുത്തപ്പോൾ മിന്നലിന്റെ വെളിച്ചത്തിൽ ഒഴിഞ്ഞു കിടക്കുന്ന എന്തോ ഒന്ന് കണ്ണിൽപ്പെട്ടു. അതൊരു വീടായിരിക്കുമോ? അല്ല, വെളിച്ചമില്ല. അതൊരു പൊട്ടിപ്പൊളിഞ്ഞ പഴയ കടയാണ്. രണ്ടും കൽപ്പിച്ചവൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. മനസ്സിൽ ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു, ഒപ്പം ഭയവും. മഴ കനക്കാൻ തുടങ്ങി. മറുവശം കാണാത്ത രീതിയിലുള്ള ശക്തമായ മഴ. ഇടയ്ക്ക് മിന്നലിന്റെ വെളിച്ചത്തിൽ ആ മഴത്തുള്ളികളുടെ തീവ്രത അവൻ തിരിച്ചറിഞ്ഞു. പൊട്ടിപ്പൊളിഞ്ഞ് ഓടിനടിയിലൂടെ ഒഴുകിയിറങ്ങിയ മഴത്തുള്ളികൾ വീണ്ടും തന്നെ നനയിപ്പിക്കുകയാണ്. അങ്ങനെ തോന്നിയപ്പോഴാണ് ഒരു തൂണിന്റെ അരികിലേക്ക് മാറി നിൽക്കാൻ അവനെ നിർബന്ധിതനാക്കിയത്. മഴയായതുകൊണ്ടാകാം ചീവീടുകൾ പോലും ഒച്ചയുണ്ടാക്കാതെ കൂടണഞ്ഞു. മഴത്തുള്ളികൾ തറയിലേക്ക് വന്ന് പതിക്കുന്ന ശബ്ദം മാത്രം ചുറ്റും മുഴങ്ങി കേൾക്കാമായിരുന്നു. റോഡിലേക്ക് നോക്കിക്കൊണ്ട് സാവധാനം പിറകിലേക്ക് നോക്കിയപ്പോൾ കാലിൽ എന്തോ തട്ടിയതുപോലെ തോന്നിയതാകുമോ? അതോ ഒരു മനുഷ്യന്റെ കാലായിരുന്നോ? സംശയം തീർക്കാനായി പോക്കറ്റിലിരുന്ന മൊബൈൽ മുണ്ടിന്റെ തലപ്പ് കൊണ്ട് തുടച്ച് ലൈറ്റ് ഓൺ ചെയ്തു. കണ്ട മാത്രയിൽ ശ്വാസം നിലച്ചതുപോലെയായി. കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് ഒരിക്കൽ കൂടി നോക്കി. സ്വപ്നമല്ല, അതൊരു സ്ത്രീ തന്നെ. സാരി മാറിക്കിടക്കുന്നു. മുട്ടുകാലിൽ നിന്നും പാദം വരെ ചോരയിൽ കുളിച്ച് ഒരു സ്ത്രീ പുറംതിരിഞ്ഞു കിടക്കുന്നു. അവളുടെ കാലിലൂടെ ഒഴുകിയിറങ്ങിയ രക്തം തറയിലും പടർന്നിരുന്നു. ആ പെരുമഴയത്തും അവന്റെ നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു നിന്നു. അവളുടെ മുടിയെല്ലാം മലങ്കോലമായി കിടക്കുന്നു. കയ്യിലിരുന്ന മൊബൈൽ വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു. കൂട്ടത്തിൽ മഴയോടൊപ്പം വീശിയടിക്കുന്ന കാറ്റും. എന്തു ചെയ്യുമെന്നറിയാതെ പകച്ചു നിൽക്കുകയായിരുന്ന മനസ്സിനെ അല്പനേരം കൊണ്ടവൻ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവന്നു. ജീവനുണ്ടോ? ഒന്ന് നോക്കിയാലോ? ചുറ്റുപാട് നോക്കി, ആരുമില്ല.
കയ്യിലിരുന്ന മൊബൈല് ഷർട്ടിന്റെ പോക്കറ്റിലേക്കിട്ടവൻ അവളുടെ അരികിലായിരുന്നു. മുഖം മറച്ചിരുന്ന മുടിയിഴകളെ സൈഡിലേക്ക് ഒതുക്കി വെച്ചവൻ തന്റെ 2 വിരലുകൾ അവളുടെ മൂക്കിലേക്ക് ചേർത്ത് വെച്ചു. അവളുടെ ശ്വാസം വിരലുകളിൽ പതിച്ചു. ദൈവമേ, മരിച്ചിട്ടില്ല, ജീവനുണ്ട്. ബാഗ് തുറന്ന് അമ്മ വാങ്ങിത്തന്ന ഓണക്കോടിയും എടുത്ത് വട്ടം കീറി. കാലിൽ പറ്റിയ രക്തമെല്ലാം തുടച്ചു കളഞ്ഞുകൊണ്ട് സാരി നേരെയിട്ടു. രക്തം ഒരുപാട് പോയിട്ടുണ്ട്. ഇനിയും താമസിച്ചാൽ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കും. പോലീസിനെ പേടിച്ച് മാറി നിന്നതുകൊണ്ട് ചിലപ്പോൾ ഞാൻ രക്ഷപ്പെട്ടെന്നിരിക്കാം. എന്നാൽ ജീവന് വേണ്ടി പോരാടുന്ന ഇവളോ? ഒന്നുമില്ലെങ്കിലും ഒരു സ്ത്രീയല്ലേ. തൻ്റെ അമ്മയ്ക്കല്ലെങ്കിൽ പെങ്ങൾക്കാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ ഒരിക്കലും തിരികെ പോകില്ലായിരുന്നല്ലോ. വരുന്നത് വരട്ടെ, ബാക്കിയെല്ലാം പിന്നീടുള്ള കാര്യമല്ലേ. തനിക്കിപ്പോൾ പ്രധാനം ഇവളുടെ ജീവനാണ്, ബാക്കിയെല്ലാം പിറകെ. പെട്ടെന്ന് അവൻ്റെ മനസ്സിലേക്ക് ഒരു ഉപായം കടന്നു വന്നു. ഈ പെരുമഴയത്ത് വിളിച്ചു കൂവിയതുകൊണ്ട് ആരും കേൾക്കാൻ പോകുന്നില്ല. ആംബുലൻസിനെ വിളിക്കാം. മൊബൈലെടുത്ത് ഉടൻ തന്നെ ആംബുലൻസിന്റെ നമ്പറിലേക്ക് വിളിച്ചു. അവർ കാരണം അന്വേഷിച്ചപ്പോൾ മറുപടി പറയാൻ അല്പം സമയമെടുത്തു. എന്തു പറയും? എന്തു പറ്റിയതാ സാർ? സത്യം പറയാൻ മനസ്സനുവദിക്കുന്നില്ല. ഒരു ആക്സിഡന്റ് പറ്റിയതാണെന്ന് കളവ് പറഞ്ഞു. ഇനി റേപ്പങ്ങാനമാണെന്ന് പറഞ്ഞ് പോലീസ് കേസാക്കി വരുമ്പോഴേക്കും ഇവളുടെ ജീവൻ നഷ്ടപ്പെട്ടാലോ എന്ന ആദ്യമായിരുന്നു മനസ്സ് നിറയെ. സ്ഥലമറിയാത്ത കാരണത്താൽ അവർക്ക് ലൊക്കേഷൻ മാപ്പും അയച്ചു കൊടുത്തു. പാവം, ആരൊക്കെയോ ചേർത്ത് മാനഭംഗം ചെയ്ത് ഈ ആളൊഴിഞ്ഞെടുത്ത് വലിച്ചെറിഞ്ഞതാകും സാമദ്രോഹികൾ. ചോരയിൽ കുടിച്ച ആ തുണി മഴവെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ബാക്കിയുണ്ടായിരുന്ന തുണി കൊണ്ട് അവളുടെ മുഖവും കൈയും തുടച്ച് വൃത്തിയാക്കി. എന്നിട്ട് ആ തൂണിലേക്ക് അവളെ പതിയെ ചാരിയിരുത്തി. അല്പസമയത്തിന്റെ ഉള്ളിൽ ചീറിപ്പാഞ്ഞുകൊണ്ട് ആംബുലൻസ് എത്തി. വന്നവർ തന്റെ മുഖത്തെ വെപ്രാളം കണ്ടിട്ടാകണം ഒന്നും ചോദിക്കാതെ വാനിലേക്ക് അവളെ എടുത്തു കയറ്റി. അവളുടെ മൂക്കിലേക്ക് ഓക്സിജന്റെ മാസ്ക് തിരികെ വെച്ചപ്പോഴാണ് മനസ്സിലൊരു ആശ്വാസം വീണത്. ആ തിരക്കിന്റെ ഇടയിലും അവർ പറയുന്നത് തനിക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു. പാതിരാത്രിയിൽ ഭാര്യമാരെ കൊണ്ട് കറങ്ങാൻ നടക്കും. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ കിടന്ന് കരയും. എന്തെങ്കിലും പറ്റിയാലോ കുറ്റം മുഴുവനും ആശുപത്രിക്കാർക്ക്. തന്റെ മൗനമാകണം അവരുടെ വാക്കുകൾക്ക് ദൈർഘ്യം കുറച്ചത്. അവളെയും കൂട്ടി എമർജൻസി വാർഡിലേക്ക് അവർ നടക്കുമ്പോൾ ഒരു താൽക്കാലിക ഭർത്താവായിരുന്നിട്ടും ഒരു യഥാർത്ഥ ഭർത്താവിന്റെ പരിഗണനയാണ് അവർ തനിക്ക് നൽകിയത്. അവളുടെ പേര് പോലും അറിയാത്ത താൻ അവൾക്ക് നൽകിയ പേര് ഒരു കാലത്ത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പേരാണെന്ന് അവന് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. പാർവതി സുധീഷ്. അങ്ങനെ ആരുടെയും തടസ്സങ്ങളില്ലാതെ ഞാനിന്ന് ഒരു ഭർത്താവും കൂടിയായിരിക്കുന്നു. ഒരു ഭർത്താവിനെ പോലെ പുറത്തെ ബെഞ്ചിൽ കാത്തിരിക്കുമ്പോൾ അവൾക്കൊന്നും സംഭവിക്കരുത് എന്ന് ഉള്ളുകൊണ്ട് പ്രാർത്ഥിച്ചു. അല്പസമയം കഴിഞ്ഞ് കണ്ണാടി വാതിൽ തുറന്ന് തന്റെ അടുക്കലേക്ക് വന്ന നഴ്സിന്റെ മുഖം കോപത്താൽ ജ്വലിക്കുകയാണ്. താനൊരു മനുഷ്യൻ തന്നെയാണോടോ? ഇത് തന്റെ ഭാര്യ തന്നെയാണോടോ? മറുപടി പറയാൻ കഴിയാതെ തല ഉനിച്ചിരിക്കുന്ന തന്റെ നേർക്ക് അവൾ വിരൽ ചൂണ്ടിക്കൊണ്ട് വീണ്ടും കയറുന്നു. പോലീസിനെ വിളിച്ചിട്ട് ബാക്കിയെല്ലാം താൻ അവരോട് പറഞ്ഞാൽ മതി. അവർ തിരിച്ചു പോയതിന് തൊട്ടുപുറകിലായി പോലീസും എത്തി. പോലീസ് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയാതെ തന്നെ അവർ വലിച്ചഴിച്ചു കൊണ്ടുപോകുമ്പോഴും തന്റെ കണ്ണുകൾ അടഞ്ഞു കിടക്കുന്ന കണ്ണാടി വാതിലിലേക്ക് ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വാടാ. സാർ, അവൾ തനിച്ചാണ്. അവൾക്ക് ബോധം വീഴുന്നവരെയെങ്കിലും എനിക്കിവിടെ തങ്ങുവാൻ കഴിയുമോ? അവളുടെ കൂടെ ഞാൻ മാത്രമാണുള്ളത്. എന്തെങ്കിലും ആവശ്യമായി വന്നാൽ വാങ്ങിക്കൊടുക്കുവാൻ പോലും ആരുമില്ല. വേദനയോടെ ചോദിച്ചതിനെല്ലാം അവരുടെ മുറുമുറുക്കങ്ങൾ മാത്രമാണ് തനിക്ക് മറുപടിയായി ലഭിച്ചത്. പ്രതീക്ഷയോടെ വീണ്ടും ശ്രമിച്ചപ്പോഴെല്ലാം തന്റെ വാക്കുകൾ മനസ്സിനുള്ളിലെ ചുഴിയിൽപ്പെട്ട് ശിഥിലമായി പോവുകയാണല്ലോ എന്നവൻ തിരിച്ചറിയുകയായിരുന്നു. അതെല്ലാം ഞങ്ങൾ അറിയിച്ചു തരാടോ. ഒരു പെണ്ണിനെ പിഴപ്പിച്ച് ഈ കോലത്തിലാക്കിയതും പോരാ, ഇനി അവൾ ചാവുന്നതും കൂടി നിനക്ക് കാണണമെന്നോ? കൊള്ളാലോ നീ. അവരുടെ പരിഹാസം നിറഞ്ഞ വാക്കുകൾ ആശുപത്രി വരാന്തകളിലെ ചുവരുകളിൽ തട്ടി മുഴങ്ങി കേൾക്കുന്നുണ്ടായിരുന്നു. തളർന്നിരിക്കുന്ന തന്റെ കാലിനേക്കാളും ശക്തിയായിരുന്നു കൂട്ടിപ്പിടിച്ച അവരുടെ കൈകൾക്ക്. നടക്കുകയല്ലായിരുന്നു, ഇരുവരാൽ ഞാൻ നിലം തൊടാതെ വലിച്ചഴിച്ചു കൊണ്ടുപോവുകയായിരുന്നു. ചിലപ്പോൾ ഞാൻ അവളുടെ ഭർത്താവാണെന്നുള്ള കാര്യം സംശയമാണെന്ന് ആ നഴ്സ് ഇവരോട് പറഞ്ഞു കാണും. ഭർത്താവായി അഭിനയിക്കാനല്ലേ തനിക്ക് കഴിയൂ. തന്റെ മുഖത്ത് നിന്നും ഒരു ഭർത്താവിന്റെ വികാരമില്ലെന്ന് ആ സ്ത്രീ മനസ്സിലാക്കിയിരിക്കും. ശരിയായിരിക്കാം. ഒരു യഥാർത്ഥ ഭർത്താവിന് മാത്രമേ ഭർത്താവിന്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയുകയുള്ളൂ. എത്ര പെട്ടെന്നാണ് ഞാൻ ചെയ്ത നന്മകൾ കാറ്റിൽ പറന്നുപോയത്. വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടു പോകുന്ന കൂട്ടത്തിൽ നിന്നും താൻ അല്പം മനുഷ്യത്വം കാണിച്ചതുകൊണ്ടാണോ എല്ലാവരുടെയും കണ്ണിലിപ്പോൾ കുറ്റക്കാരനായത്? തന്റെ സത്യങ്ങൾക്കിപ്പോൾ ഒരു പ്രസക്തിയും ഇല്ലാതായിരിക്കുന്നു. എല്ലാം വായുവിൽ വരച്ച ചിത്രങ്ങളെ പോലെ അദൃശ്യമായിരിക്കുന്നു. ഇത്രയുമില്ലെങ്കിലും ഇതിലെ ചില രംഗങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വന്നിട്ടുണ്ട്. തന്റെ മനസ്സിലെ വിഷമം കണ്ടിട്ടാണോ? മഴയുടെ വരവിലെ സന്തോഷമാണോ? ഈയാമ്പാറ്റകൾ ഞങ്ങൾക്ക് മാർഗതടസ്സമുണ്ടാക്കിക്കൊണ്ട് വാതിൽക്കൽ വട്ടമിട്ട് പറക്കുകയാണ്. അൽപായുസുള്ള ഒരു ദൈവ സൃഷ്ടിയെ പോലെയായി താൻ ചെയ്തു പോയ ഈ സൽക്കർമ്മവും. വലിച്ചഴിച്ച് പോലീസ് ജീപ്പിലേക്ക് കയറ്റുമ്പോഴും ഒരു കുറ്റവാളിയോട് പെരുമാറുന്ന പോലെയാണ് അവർ തന്നോട് പെരുമാറിയത്. തുറച്ച കണ്ണുകളിലൂടെ അവരുടെ നോട്ടവും ഭാവവും അക്ഷരാർത്ഥത്തിൽ താനൊരു കുറ്റവാളിയാണെന്ന് സ്വയം അനുമാനിച്ചു. അല്പനേരം കഴിഞ്ഞപ്പോൾ അവരുടെ രൗദ്രഭാവം മാറി പുഞ്ചിരിക്കുന്ന മുഖത്തിലേക്ക് വഴി തുറന്നു. ഇവരെന്തായിരിക്കും ആലോചിക്കുന്നത്? സിനിമയിലെല്ലാം കാണുന്ന പോലെ വഴിയിൽ വെച്ച് അപായപ്പെടുത്താനാവുമോ? അല്ലെങ്കിൽ ഇന്നത്തെ രാത്രിയിലേക്കുള്ള ഇരയെ കിട്ടിയതിന്റെ സന്തോഷമാകും. കൂട്ടുകാർക്കും കൂടി പങ്കിട്ട് കഴിക്കാൻ കൊണ്ടുപോകുന്നതാകും. തന്റെ മനസ്സിൽ ഓരോ ചിന്തകൾ ഇടതടവില്ലാതെ മിന്നി മറഞ്ഞുകൊണ്ടേയിരുന്നു. ചെയ്തത് തെറ്റോ ശരിയോ അതിനും മറുപടിയില്ല.
അല്ലെങ്കിൽ തന്നെ രക്ഷിക്കാൻ ഈ അസമയത്ത് ആർക്കാണ് കഴിയുക? അല്ലെങ്കിലും വിളിക്കാമെന്ന് വെച്ചാൽ ഫോണും അവർ വാങ്ങിവെച്ചു. ഇനിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്നപ്പോഴേക്കും അവർ ജീപ്പ് പെട്ടെന്ന് നിർത്തി. സ്റ്റേഷന്റെ മുന്നിൽ ജീപ്പ് നിർത്തിയപ്പോൾ ആ കെട്ടിടത്തിന്റെ നടുക്കായി വച്ചിരുന്ന ബോർഡിൽ ചുവപ്പ് മഷിയിൽ എഴുതിയിരുന്നത് ഇരുണ്ട വെളിച്ചത്തിൽ വായിച്ചു: ജനമൈത്രി പോലീസ് സ്റ്റേഷൻ. വായിച്ചു തീരുന്നതിന് മുമ്പേ തന്നെ അവരുടെ കൈകൾ തന്റെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു. നടക്കടാ പുന്നാര മോനെ, നിന്റെ അമ്മയുടെ ഒരു നോട്ടം. സാറേ, അതേടാ, ഇത് നിന്റെ അമ്മയുടെ വീട് തന്നെയാ. കുറച്ചു നേരം വിശ്രമിച്ചിട്ട് പോകാം. അവരുടെ വാക്കുകളിൽ നിറഞ്ഞിരുന്ന പരിഹാസ ചുവയുള്ള ബഹുമാനം. ജനമൈത്രി പോലീസ് സ്റ്റേഷൻ തന്നെ മനസ്സിലറിയാതെ ഉരുവിട്ടുപോയി. അവർക്ക് നടുവിലായി അവർ തെളിയിച്ച വഴിയിലൂടെ മുൻപോട്ട് നടന്നു. വാതിലിനോട് ചേർന്ന് കിടന്ന ടേബിളിന്റെ മുമ്പേ പോയവരിൽ ഒരുവൻ ആഞ്ഞടിച്ചു. ആ മുറിയാകെ പ്രതിഫലിച്ച മുഴക്കത്തിന്റെ ശബ്ദത്തിൽ ടേബിളിൽ തല വെച്ചുറങ്ങുന്ന എല്ലാ പോലീസുകാരും ഞെട്ടിയെഴുന്നേറ്റു. ശേഖരൻ സാറായിരുന്നു. പീഡിപ്പിച്ചു കളഞ്ഞല്ലോ സാറേ. ഉറക്കത്തിൽ നിന്നും ഉണർത്തിയത് കൊണ്ടാകും. തോമസ് സാറിന്റെ വാക്കുകളിൽ സ്നേഹം തീരെയില്ലായിരുന്നു. കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് അയാൾ വീണ്ടും ചോദിച്ചു: ശേഖരൻ സാറേ, ഇവനേതാ? എന്താ കേസ്? സ്ഥിരം കേസ് തന്നെ തോമസ് സാറേ. പീഡനം. ശകലം മൂത്ത കേസാ. അവരുടെ മുഖത്തു നിന്നും കണ്ണ് വെട്ടിച്ചയാൾ തന്നെ അടിമുടിയൊന്ന് നോക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു: ശേഖരൻ സാറേ, ഇവനോ? കണ്ടാൽ വാഴത്തണ്ട് പോലെ ഇരിക്കുന്ന ഇവനോ? സത്യമാ സാറേ. എന്നിട്ട് ആ പെണ്ണിനെയും കൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുവന്നിട്ടേക്കുക. നമ്മളെല്ലാം പൊട്ടന്മാരാണെന്ന് അവൻ്റെ വിചാരം. ഇങ്ങോട്ട് നീങ്ങി നിൽക്കടാ, നിന്നെ ഒന്ന് വ്യക്തമായി കാണട്ടെ. തോമസ് അക്കാര്യം പറഞ്ഞു തീരുന്നതിന് മുമ്പേ സർക്കസിലെ ജോക്കറെ കണ്ട് ചിരിക്കും വിധം എല്ലാവരുടെയും ചുണ്ടിൽ ചെറിയ മന്ദഹാസം വിടരുന്നത് തനിക്ക് കാണാമായിരുന്നു. നിന്നെ കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ലടോ. ഇതിനൊക്കെ ഇച്ചിരി ആവത് വേണ്ടേ? ഇനി നീ മാത്രമാണോ അതോ കൂടെ കൂട്ടിന് വല്ലവരും ഉണ്ടായിരുന്നു? അവരുടെ പരിഹാസം കേട്ട് കണ്ണ് നിറയുമ്പോഴും ആശുപത്രിയിലെ ഓർമ്മകൾ മനസ്സിൽ തിരമാല പോലെ ഇരുമ്പുകയാണ്. എൻ്റെ തോമസ് സാറേ, ഇപ്പോഴത്തെ പിള്ളേർ ഇങ്ങനെയൊക്കെ തന്നെയാ. അമ്പലം ചെറുതാണേലും പ്രതിഷ്ഠ വലുതായിരിക്കും. കൊച്ചൻ പണിയെടുത്തിട്ടുള്ള ക്ഷീണമാ സാറേ. ശേഖരന്റെ തമാശ കേട്ടിട്ട് കൂടെയുണ്ടായിരുന്നവരെല്ലാവരും ചിരിച്ചു, താനൊഴുകി. ഇതെല്ലാം അനുഭവിക്കാൻ തലയിൽ എഴുതിയിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഈ രാത്രിയിൽ ഇതൊന്നും നടക്കില്ലായിരുന്നല്ലോ. FIR എഴുതട്ടെ ശേഖരൻ സാറേ? ഏന്തി വലിഞ്ഞ് റൈറ്റർ ചാക്കോ സാർ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു. ഞാനിപ്പോൾ എന്താ പറയാ? ആ നേഴ്സ് പറഞ്ഞതും വെച്ച് എങ്ങനെയാ എഴുതാ? കൊച്ചന്റെ ജീവിതം പോകുന്ന കേസാ. തോമസ് സാറേ, സേതു സാറുണ്ടോ അകത്ത്? അടഞ്ഞു കിടക്കുന്ന വാതിലിന്റെ പുറം നിന്നുകൊണ്ട് ശബ്ദം താഴ്ത്തിയാണ് ശേഖരൻ തോമസിനോട് അക്കാര്യം ചോദിച്ചത്. എന്ത് ചോദ്യമാ ശേഖര? സേതു സാറ് രാത്രിയിൽ മുങ്ങില്ലേ? പറയുന്നതിനോടൊപ്പം അവർ ചിരിക്കുന്നുണ്ടായിരുന്നു. സേതു സാറും കൊച്ചുറാണിയും കൂടി റൗണ്ട്സിന് പോയേക്കുവാ. റെയിൽവേ ട്രാക്കിനടുത്ത് ഒരു പെണ്ണിനെ കണ്ടുവെന്ന് ആരാണ്ടൊക്കെ വിളിച്ചു പറഞ്ഞത്രേ. ശവമൊന്നും ആയിരിക്കില്ല എൻ്റെ ശേഖരൻ സാറേ, സംഭവം ഇത് തന്നെ. ഇവരെ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും അവൾമാരെ പണി കഴിഞ്ഞ് മൂടും തട്ടി പോയി കാണും. നാട്ടിൽ വേറെ വല്ല കേസും വേണ്ടേ? എവിടെ നോക്കിയാലും പീഡനം, അത് മാത്രം. എന്തായാലും നേരിട്ട് കാണാലോ എന്ന് ഓർക്കുമ്പോൾ ഒരു രോമാഞ്ചം. തോമസ് ചുണ്ടു കടിച്ചുകൊണ്ട് വീണ്ടും തുടർന്നു. ശവമാണ്, മാങ്ങാത്തൊലിയാണെന്നും പറഞ്ഞ് ഓരോരുത്തരന്മാർ വിളിച്ചു പറയുമ്പോഴും സാറെടുത്ത് ചാടും. പെട്ടിയും കിടക്കയായിട്ട്. പുതിയതല്ലേ, അതിൻ്റെ ഒരു ചോരത്തിളപ്പാ. കുറച്ചു കഴിയുമ്പോൾ താനേ മാറിക്കോളും. നമ്മളിത് എത്ര കണ്ടിരിക്കുന്നു. അതുകൊണ്ടുകൊണ്ട് ഉറക്ക ക്ഷീണം മാറ്റാനെന്നോണം പൂജയിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളവും എടുത്തു കുടിച്ചു. വെള്ളമിറക്കുമ്പോഴും അവരുടെ കണ്ണുകൾ തൻ്റെ നേർക്കായിരുന്നു. അടുത്തൊരു ഗ്ലാസ് വെള്ളമെടുത്ത് തനിക്ക് നേരെ നീട്ടി. നിന്ന് വിയർത്തല്ലോടാ കൊച്ചനെ, ഇവിടെ AC-യും കൂസിയൊന്നുമില്ല, വേണാച്ചാ കുടിച്ചോ. തണുത്ത വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയതിൻ്റെ ഒരു ഉന്മേഷത്തോടെയാണ് അയാൾ പറഞ്ഞത്. ദാഹം തൊണ്ടക്കുഴി വരെ എത്തിയെങ്കിലും അവരുടെ കയ്യിൽ നിന്നും അത് വാങ്ങി കുടിക്കുവാൻ തനിക്കെന്തോ കഴിയുന്നില്ല. ജീവിതത്തിൽ ആദ്യമായി പോലീസ് സ്റ്റേഷനിൽ കയറിയതിൻ്റെ ദേഷ്യം തൻ്റെ മനസാക്ഷിയെ പട്ടിണിക്കിട്ട് പകരം വീട്ടുകയായിരുന്നു. നീട്ടിപ്പിടിച്ച വെള്ളം ഗ്ലാസ് തിരികെ പൂജയുടെ അടുത്തായി വെച്ചപ്പോൾ അതിലെ വെള്ളത്തുള്ളികൾ ചുറ്റും തെറിച്ചു വീണു. വേണ്ടെങ്കിൽ വേണ്ട, പോലീസുകാർ പച്ചവെള്ളം തന്നില്ലെന്നെങ്ങാനും ഇനി പുറത്തുപോയി ആരോടെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ കൊരവള്ളി ഞാൻ പിഴുതെറിയും. കേട്ടോടാ പീഡനക്കാരാ. ഒരു ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്നാലും രസികപ്രിയനായതുകൊണ്ട് കൂടെയുള്ളവർക്കെല്ലാം തോമസ് സാറിനെ വലിയ ഇഷ്ടമാണ്. തനി കോട്ടയക്കാരുടെ ഭാഷയും ആരെയും വെറുപ്പിക്കാത്ത തരത്തിലുള്ള സംസാരവും എല്ലാവരെയും പോലെ ശേഖരനും തോമസ് സാറിനോട് ഒരു പ്രത്യേക മതിപ്പാണ്. എന്ത് ചെയ്യുകയാണെങ്കിലും എല്ലാവരും അയാളോടൊന്ന് ആലോചിക്കും. പ്രായത്തിന്റെ പക്വത കാണാതിരിക്കില്ലല്ലോ. തോമസ് സാറേ, സേതു സാർ ഇപ്പോഴെങ്ങാനും വരുമോ? ആർക്കറിയാം. ആ പെണ്ണിനെ എടുത്ത് പരിശോധിക്കണ്ടേ? പച്ചയാണോ അതോ പഴുത്തതാണോ അല്ലെങ്കിൽ ചീഞ്ഞതാണോ എന്നെല്ലാം ഓരോരോ ഗതികേടേ. തോമസ് സാറ് ബെൽറ്റ് മുറുക്കി പാൻറ് വയറ്റിലോട്ട് വലിച്ചു കയറ്റി വീണ്ടും കസാരയിൽ തന്നെ ഇരുന്നു. ഈ പണ്ടാരമടങ്ങാൻ എവിടെ നോക്കിയാലും ഇത് തന്നെയാണല്ലോ. ശേഖരൻ തലയിരുന്ന തൊപ്പി മേശപ്പുറത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു. വീട്ടിൽ കയറി ചെല്ലുന്നതുവരെ പേടിയാ. അതെന്തിനാ ശേഖരൻ സാറേ? തോമസ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. കണ്ടും കേട്ടും മനസ്സ് മരവിച്ചു പോയിന്നേ. മരവിച്ചാ ഒന്നും നടക്കൂലല്ലോ അല്ലേ? ഒന്ന് പോ സാറേ, ചുമ്മാ കളിയാക്കാതെ. ശേഖരനും ചിരിച്ചുകൊണ്ട് അതിന് മറുപടി നൽകി. ഇനി എന്നാണാവോ ഒരു കൊലക്കേസോ പിടിച്ചുപറിക്കാരനെയോ പിടിക്കാൻ പറ്റുക? ഒന്നുമില്ലെങ്കിലും ഇതാ നല്ലത് ശേഖര. അലച്ചില, സൂത്രത്തിൽ വല്ലതും ഒക്കുകയും ചെയ്യും. നമ്മളൊരു ന്യൂട്രൽ അടിച്ച് നിന്ന് കൊടുത്താൽ മതിയെന്നേ.
തോമസ് സാറിന് ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. പിന്നല്ലാണ്ട് പെണ്ണുമ്പിള്ളയാണെങ്കിൽ ഇറ്റലി. നമ്മളും മനുഷ്യരല്ലേടെ പോയി. അല്ല സാറേ, ഇവനെപ്പോൾ എന്താ ചെയ്യുക? അകത്ത് കിടത്തട്ടെ, സേതു സാറ് വന്ന് ചോദിച്ചിട്ട് വേണ്ട പോലെ ചെയ്യാമല്ലേ? തോമസ് സാറ് ഒരു മൂളലിൽ മറുപടി ഒതുക്കി. നിനക്ക് ചായയും കാപ്പിയും വല്ലതും വേണോടാ? ശേഖരൻ സാറിന്റെ നോട്ടം തന്റെ നേർക്ക് തിരിഞ്ഞു. വേണ്ടെന്ന് തല കുലുക്കിയപ്പോഴാണ് അവർ തന്റെ മുഖത്ത് നിന്നും കണ്ണെടുത്തത്. പരസ്പരം കളിയാക്കി ചിരിച്ചുവെങ്കിലും അവരുടെ ഉള്ളിൽ മനുഷ്യത്വം നശിച്ചിട്ടില്ല എന്ന് അവൻ തിരിച്ചറിയുകയായിരുന്നു. ആ മനുഷ്യപ്പറ്റുള്ള പോലീസുകാരനെ നനവാർന്ന കണ്ണിലൂടെ ദയനീയമായി ഒരിക്കൽ കൂടി നോക്കി. ചിലപ്പോൾ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയുകയാണെങ്കിൽ. എന്നാൽ താൻ ചിന്തിക്കുന്നതിനും അപ്പുറമായിരുന്നു അവരുടെ കണക്കുകൂട്ടലുകൾ. എന്തേ, നിനക്ക് പ്രസിഡന്റിന്റെ ഉത്തരവ് വേണോ കൂട്ടിൽ കയറാൻ? ജയിൽപ്പാളി തുറക്കുമ്പോഴും മാറി നിന്നുകൊണ്ടാവും ആ വാക്കുകൾ തന്റെ നേർക്ക് തൊടുത്തുവിട്ടത്. വാതിൽ തുറന്ന് തന്നെ അതിലേക്ക് തള്ളിവിടുകയായിരുന്നു. ആട്ടിൻകുട്ടികളെ കൂട്ടിലേക്ക് തള്ളിക്കയറ്റുന്ന പോലെ. ഇരുണ്ട വെളിച്ചം ഭിത്തിയുടെ മങ്ങലിന് മികവ് കൂട്ടി. 4 പാടും ചോരക്കറ പോലെ പാടുകൾ ചുവരിൽ പറ്റിച്ചേർന്ന് കിടക്കുന്നു. പാൻ മസാലയിൽ തീർത്ത വർണ്ണചിത്രങ്ങൾ. ആ ലോക്കപ്പിൽ തന്നെ കൂടാതെ മറ്റൊരു തടവ് പുള്ളിയും ഉണ്ടായിരുന്നു. മുഖം മറച്ചുകൊണ്ടുള്ള മുടിയും വെട്ടിയൊതുക്കാതെ നീണ്ടുകിടക്കുന്ന താടിയും ആകർഷകമായി തിളങ്ങുന്ന കണ്ണുകളുമുള്ള ഒരു ചെറുപ്പക്കാരൻ. ആ ഇരുണ്ട വെളിച്ചത്തിലും അവന്റെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. ചുണ്ടിന്റെ വിടവിലൂടെ നേർത്ത ദന്തനിര കാണാമെങ്കിലും അവൻ ചിരിക്കുകയാണോ കരയുകയാണോ എന്നറിയുവാൻ കഴിയുന്നില്ല. മീശയിലെ രോമങ്ങൾ മേൽചുണ്ടിനെ പൂർണ്ണമായും മറച്ചിരിക്കുന്നു. ശരീരത്തിൽ നിന്ന് മൂർന്നു പോകും വിധം ഇടപ്പല്ലുകൾ തടഞ്ഞു നിർത്തിയുള്ള ഒരു വള്ളി ട്രൗസർ മാത്രമാണ് അവന്റെ വേഷം. കാൽമുട്ടുകളും കൈമുട്ടുകളും മടക്കി വെച്ചുകൊണ്ട് പൂച്ചയെപ്പോലെ മൂലയിൽ ചാരിയിരിക്കുന്നു. എല്ലിച്ച ശരീരത്തിൽ ഉടനീളം ചുവന്ന പാടുകൾ അകലം പാലിക്കാതെ കിടപ്പുണ്ട്. ഇടികൊണ്ട് വിങ്ങിയതാകും. അവനോട് കാര്യം തിരക്കുവാൻ മനസ്സ് വ്യഗ്രത കാണിക്കുന്നുണ്ടെങ്കിലും ഈ കാഴ്ചയിൽ നാവ് പോലും ചലിപ്പിക്കാൻ കഴിയാതെ ഉമിനീരിനായി കേഴുകയാണ്. അവന്റെ മനസ്സ് അവളുടെ കൂടെയായിരുന്നു. അവളെക്കുറിച്ചറിയാൻ, ആ വേദനിച്ച മനസ്സിനെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ കൂട്ടിലടയ്ക്കപ്പെട്ട കിളിയുടെ ദുഃഖം തിരിച്ചറിയാത്ത പോലീസുകാരോട് താൻ എന്തു പറഞ്ഞ് വിശ്വസിപ്പിക്കുമെന്ന് വ്യക്തതയില്ലാത്ത ചോദ്യങ്ങൾ മനസ്സിൽ ചേർത്ത് വെച്ചുകൊണ്ട് ആ ചുമരിലേക്ക് അവൻ ചാരിയിരുന്നു. സാറ് പറഞ്ഞത് നേരാ. ചെക്കൻ വേഗം കിടന്നുറങ്ങി. അപ്പോൾ കണക്കിന് പണിയെടുത്ത് കാണും. അതാണ് ക്ഷീണം കൊണ്ട് പെട്ടെന്ന് കിടന്നുറങ്ങിയത്. ഇവന്മാരെല്ലാം ഈ ജയിലിൽ കിടക്കുമ്പോഴും ഈ കൂർക്കം വലിച്ചുറങ്ങുന്നത് എങ്ങനെയാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഉറങ്ങിയേ, എന്നാൽ പിന്നെ ഉറക്കിയിട്ട് തന്നെ കാര്യം. തോമസ് സാറ് പറഞ്ഞത് കേട്ട് ശേഖരൻ ആക്രോശത്തോടെ സെല്ലിലേക്ക് എടുത്തപ്പോൾ തോമസ് അവരെ തടഞ്ഞു. വേണ്ടടാ, ശല്യപ്പെടുത്തണ്ട. ഇനി അങ്ങോട്ട് ഒരുപാട് നാള് ഉറങ്ങാനുള്ളതല്ലേ, ഒരു പരിശീലനമായിക്കോട്ടേന്നേ. ചുവരിൽ തൂക്കിയിരുന്ന ഘടികാരത്തിൽ വലിയ സൂചി ചെറിയ സൂചിയെ പിന്തള്ളിക്കൊണ്ട് വട്ടമിട്ട് കറങ്ങുകയാണ്. പോലീസ് സ്റ്റേഷൻ വീണ്ടും നിശബ്ദതയിലേക്ക് തലചായ്ച്ചു. സേതു സാറിന്റെ മുറിയിലെ ഫോൺ ഇടയ്ക്ക് ചലിക്കുന്നത് ഒഴിച്ചാൽ പൂർണ്ണ നിശബ്ദത അവിടെ മാസകലം തളം കെട്ടി നിന്നു. സമയം നീങ്ങിക്കൊണ്ടേയിരുന്നു. പുറത്ത് വെള്ള കീറി തുടങ്ങി. തെക്കേപ്പാട്ടിലെ അമ്പലത്തിൽ നിന്നും സുപ്രഭാത കീർത്തനങ്ങൾ ഒഴുകിയെത്താൻ തുടങ്ങിയിരിക്കുന്നു. അതിന് താളം പിടിച്ചുകൊണ്ടുള്ള ചെറുകിളികളുടെ ശബ്ദകോലാഹലവും. പുറത്ത് ജീപ്പ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടിട്ടാണ് ശേഖരൻ പതിയെ മഴക്കം വിട്ട് എഴുന്നേറ്റത്. തോമസ് സാർ എഴുന്നേൽക്ക്, സേതു സാറ് വന്നുവെന്ന് തോന്നുന്നത്. ഉറക്കച്ചടവിന്റെ വെപ്രാളം വിട്ടുപോകാതെ ശേഖരൻ എല്ലാവരോടായി പറഞ്ഞു. പിന്നെയെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഒരു യഥാർത്ഥ പോലീസ് വേഷം അണിഞ്ഞു വരാൻ അവർക്ക് ചില നിമിഷങ്ങളെ വേണ്ടി വന്നുള്ളൂ. ഗുഡ് മോർണിംഗ് സാർ, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഒരേ സ്വരത്തിൽ പറഞ്ഞു. മോർണിംഗ്. പരിക്ക ശബ്ദത്തിൽ അതിനുള്ള മറുപടി നൽകി തന്റെ മുറിയിലേക്ക് നടക്കുമ്പോൾ അവർ കൈകൊട്ടി ശേഖരനെ വിളിച്ചു. എന്തായാലും ഇന്നലത്തെ ആശുപത്രി കേസ്? പുള്ളിയെ കൊണ്ടുവന്നിട്ടുണ്ട് സാർ. തലയുയർത്തി ശേഖരൻ പറയുമ്പോൾ മുഖത്ത് നിന്നും ഉറക്കം പാടെ വിട്ടുപോയിരുന്നു. യുദ്ധം ജയിച്ചു വരുന്ന പടനായകൻ ശിരസുയർത്തി നിൽക്കുന്ന പോലെ ആ വാക്കുകൾ പൂർത്തിയാക്കി അടുത്ത ചോദ്യത്തിനായി ക്ഷമയോടെ കാത്തിരുന്നു. ഇടവേളകൾ ചുരുക്കിക്കൊണ്ട് ആ പരിക്കൻ ശബ്ദം വീണ്ടും ഒഴിഞ്ഞു തുടങ്ങി. അവൻ തന്നെയാണോടോ? അറിയില്ല സാർ. FIR എടുത്തോ? നോക്കട്ടെ. എടുത്തിട്ടില്ല സാർ. സാറിനോട് ചോദിച്ചിട്ടാകാമെന്ന് കരുതി. പെണ്ണിന്റെ മൊഴിയെടുത്തോ? ഇല്ല സാർ, അന്നേരം ആ പെണ്ണിന് ബോധമുണ്ടായില്ല. പിന്നെ ശേഖര, അവന്റെ മൊഴിയെടുത്തോ? അവനൊന്നും തുറന്നു പറയുന്നില്ല സാർ. താൻ ചോദിച്ചു നോക്കിയോ? സാർ അത് മറുപടി പറയാൻ കഴിയാതെ ശേഖരൻ നിന്ന് പരിങ്ങി. താനൊക്കെ എവിടത്തെ പോലീസുകാരനാടോ? ചോദിക്കാതെ അവൻ എങ്ങനെയാ പറയുന്നത്? ഇപ്പോൾ തന്നെ ചോദിക്കാം സാർ. താനിനി ചോദിക്കാനും പിടിക്കാനൊന്നും നിൽക്കണ്ട. കൊച്ചുറാണിയെയും കുട്ടി നേരെ ആശുപത്രിയിലേക്ക് ചെല്ല്. ഞാൻ അവർക്ക് വിളിച്ചിരുന്നു. ആ പെൺകുട്ടി ഗുരുതരാവസ്ഥ തരണം ചെയ്തുവെന്ന്. അത് കേട്ടുകൊണ്ട് മുഖം കഴിയുമെന്ന കൊച്ചുറാണിയുടെ മുഖം പെട്ടെന്ന് മാറി. സാർ, 2 അക്ഷരമേ ഉള്ളുവെങ്കിലും ആ വിളിക്ക് അല്പം ദൈർഘ്യം കൂടിയോ എന്നൊരു സംശയം. ശേഖരൻ ചിരിയൊതുക്കി കൊച്ചുറാണിക്ക് അകത്തേക്ക് കടന്നു പോകാൻ പാകത്തിന് വഴി മാറിക്കൊടുത്തു. മുഖത്തെ വെള്ളത്തുള്ളികൾ തുടച്ചു കളഞ്ഞിരുന്നില്ല. കീഴ്ചുണ്ടിൽ അതങ്ങനെ താഴോട്ട് ഇറ്റിട്ട് വീഴാൻ തയ്യാറായി നിൽക്കുകയാണ്. സേതു സാറിന്റെ അടുത്ത് ചെന്ന് കെഞ്ചിക്കൊണ്ടവൾ പറഞ്ഞു. നേരത്തെ പോകണം സാർ, മോന്റെ സ്കൂളിൽ ഒരു പരിപാടിയുണ്ട്. സേതു സാറിന്റെ കണ്ണുകൾ നോക്കിയാണ് അവൾ പറഞ്ഞു നിർത്തിയത്. ആ പെണ്ണിന്റെ മൊഴി എടുക്കണമല്ലോ കൊച്ചുറാണി. ഒരു ഉയർന്ന അധികാരിയായിട്ടും ഒരു അപേക്ഷയായിട്ടാണ് സേതു സാർ കൊച്ചുറാണിയോട് ആവശ്യപ്പെട്ടത്. അതിപ്പോൾ ബിന്ദു സാർ വരത്തില്ലേ? മറ്റൊരു കാരണം ചൂണ്ടിക്കാണിച്ച് കൊച്ചുറാണി. ഒഴിയാൻ ശ്രമിച്ചെങ്കിലും സേതു സാർ പിന്മാറിയില്ല. ശേഖരന്റെ കൂടെ താനും പൊക്കോടോ. തിരിച്ചു വരുമ്പോൾ തന്നെ അവൻ വീട്ടിലിറക്കിയിരിക്കും.
ശേഖരന്റെ മുഖത്ത് നോക്കി സമ്മതമല്ലേ എന്ന് കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചപ്പോൾ തിരിച്ചൊന്നും മിണ്ടാതെ തല കുലുക്കി സമ്മതം അറിയിച്ചു അവൻ. താൻ പോയി അവനെ അങ്ങ് പറഞ്ഞുവിട്. പറഞ്ഞു തീരുന്നതിന് മുമ്പായി ശേഖരൻ സെല്ലിലേക്ക് പറഞ്ഞു. സെല്ല് തുറന്ന് ഉറങ്ങിക്കിടന്നവനെ തട്ടി ഉണർത്തി. എഴുന്നേൽക്കടാ, ഉറങ്ങിയത് മതി, SI വിളിക്കുന്നു. പിന്നെ ഇന്നലെ ഇവിടെ പറഞ്ഞതൊന്നും അവിടെ പോയി വിളമ്പാൻ നിൽക്കണ്ട, മുട്ടുകാലി ഞാൻ തല്ലി പിടിക്കും, പറഞ്ഞേക്കാം. അതിലൊരു ഭീഷണിയുടെ സ്വരമുണ്ടായിരുന്നു. ഉറക്കച്ചടവോടെ അവൻ എഴുന്നേറ്റ് SIയുടെ മുറിയിലേക്ക് നടന്നു. അത് പോകുന്നത് നോക്കി ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് ശേഖരൻ സെല്ലിന്റെ വാതിൽ ചേർത്തടച്ചു. ഓടിച്ചെന്ന് അവനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് താഴ്മയായി പറഞ്ഞു, സാർ ഇതാണ് കക്ഷി. എന്നാൽ ശേഖരൻ ചെല്ല്, സമയം കളയണ്ട, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. തല ചൊറിഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നടന്നപ്പോൾ ഒരു മുന്നറിയിപ്പ് കൂടി വന്നു പിറകിൽ നിന്നും. ആ കഥകങ്ങ് ചാരിയേര്. പറഞ്ഞു തീർന്നതും കൈ കെട്ടി നിൽക്കുന്ന തന്റെ നേർക്ക് അവരുടെ മുഖം തിരിഞ്ഞതും ഒരുമിച്ചായിരുന്നു. എന്താടോ തന്റെ പേര്? സുധി. ആ പെണ്ണിനെ തനിക്കെങ്ങനെ അറിയാം? മറുപടി പറയാൻ വിസമ്മതിച്ച് തന്റെ നേർക്ക് ആ ചോദ്യം വീണ്ടും ആവർത്തിച്ചു. സാർ കുറച്ച് വെള്ളം, തൊണ്ട വരളുന്നു. ടേബിളിലിരുന്ന വെള്ളക്കുപ്പി തനിക്ക് നേരെ നീട്ടി. താനത് മുഴുവനും കുടിച്ചു തീർക്കുന്നത് ആശ്ചര്യത്തോടെ ആ മനുഷ്യൻ നോക്കി നിൽക്കുകയായിരുന്നു. ആ നിമിഷം അവന് ജീവൻ തിരിച്ചു കിട്ടിയ പോലെ തോന്നി. മുണ്ടിന്റെ തലപ്പ് കൊണ്ട് മുഖം തുടച്ചുകൊണ്ട് അവൻ തുടർന്നു. കല്യാണ വീട്ടിൽ നിന്നും ഇറങ്ങിയത് മുതൽ ഈ ലോക്കപ്പിൽ കയറിയത് വരെയുള്ള കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിയപ്പോൾ എവിടെയോ ഒരു ശുഭസൂചന തന്നെ കാത്തിരിക്കുന്നുണ്ടെന്നുള്ള പ്രതീക്ഷയായിരുന്നു മനസ്സ് മുഴുവനും. എല്ലാം പറഞ്ഞു കഴിഞ്ഞതും കുറച്ചു നേരത്തിന് മൗനമായിരുന്നു ഇരുവരുടെയും ഭാഗത്ത്. എല്ലാം മനസ്സിലാക്കിയെന്നോണം സാറാണ് പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ നിനക്കവളെ അറിയില്ല, ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. സത്യമായിട്ടും അറിയില്ല സാറേ, അമ്മയാണ് സത്യം. താൻ പറഞ്ഞത് വിശ്വസിച്ചത് കൊണ്ടാണോ എന്നറിയില്ല, ആ കണ്ണുകളിൽ ദയയുടെ നേർത്ത നനവ് തനിക്ക് കാണാമായിരുന്നു. അപ്പോൾ അതാണ് നടന്നതല്ലേ? താൻ വല്ലതും കഴിച്ചോ? നന്മയുള്ള ആ പോലീസുകാരന് മുന്നിൽ മനസ്സ് സത്യം പറഞ്ഞു പോയി. ഇല്ല സാർ. വിശന്നു കരയുന്ന കുട്ടിയെപ്പോലെ നിന്ന് എൻ്റെ കൈത്തണ്ടയിൽ പിടിച്ചവർ പുറത്തേക്ക് വന്നു. തോമസേ, ഇവന് കഴിക്കാൻ വല്ലതും വാങ്ങിക്കൊടുക്ക്. അവർ ചൂണ്ടിക്കാണിച്ച ബെഞ്ചിൽ അനുസരണയോടുകൂടി ഞാൻ പോയിരുന്നു. വീട്ടിലേക്ക് പോകാനുള്ള വേഷം മാറുമ്പോൾ നിർത്താതെ ഫോൺ അടിച്ചു. തോമസ് പിറുപിറുത്തുകൊണ്ട് ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു. ഹലോ, ശേഖരനായിരുന്നോ? വേറെ വല്ലവരുമായിരുന്നെങ്കിൽ ഇപ്പോൾ ശരിക്ക് കിട്ടിയനെ. നീ എന്തുവാടാ കിടന്ന് ചാടുന്നേ? ഒന്ന് പതുക്കെ പറയടാ. സേതു സാറ് വേറെ ഫോണിലാണ്. പിന്നീട് അങ്ങോട്ട് തോമസ് സാറിന്റെ ശബ്ദം നേർത്തില്ലാതെയായി. ശേഖരന്റെ സംഭാഷണത്തിൽ മുഖത്ത് മാറി മറിയുന്ന വ്യത്യാസങ്ങൾ, ഭാവമാറ്റങ്ങൾ മാത്രം. ഇടയ്ക്കിടക്കണ്ണിട്ട് തന്നെയും നോക്കുന്നുണ്ട്. ഫോൺ വെച്ച് കഴിഞ്ഞ് തുറന്നിട്ട ഷർട്ടിന്റെ ബട്ടണുകൾ ചേർത്ത് വയ്ക്കാൻ കൂടി നിൽക്കാതെ തോമസ് സേതു സാറിന്റെ മുറിയിലേക്ക് നടന്നു. എന്താടോ തോമസേ, നിന്റെ മുഖത്തൊരു വൈക്ലഭ്യം? സാർ, അത് ശേഖരൻ വിളിച്ചിരുന്നു. സാറിനെ വിളിച്ചിരുന്നു, ഫോൺ ബിസിയായിരുന്നു എന്ന് പറഞ്ഞു. എന്താ കാര്യം? പെണ്ണിന്റെ മൊഴിയെടുത്തുവെന്ന്. അവളെ നശിപ്പിച്ചത് ആണല്ല, പകരം പെണ്ണുങ്ങളാണെന്ന്. സേതു സാർ കസാരയിൽ നിന്ന് എഴുന്നേറ്റ് ടേബിളിന്റെ ഓരത്ത് ചന്തി ഉറപ്പിച്ച് ചാരിയിരുന്നു. താൻ എന്താണോ രാവിലെ തന്നെ ആളെ പൊട്ടനാക്ക? പെണ്ണുങ്ങൾ എങ്ങനെയാണോ ഇത്ര ക്രൂരമായി പീഡിപ്പിക്കുക? അതെനിക്കറിയില്ല സാർ. പറ്റുമെങ്കിൽ സാറിനോട് അവിടം വരെ ഒന്ന് ചെല്ലാൻ പറഞ്ഞു. ശേഖരൻ അവിടെ തന്നെ കാത്തു നിൽക്കുന്നുണ്ടെന്ന്. ഓക്കെ, താൻ പോയി അയാളെ ഇങ്ങോട്ട് പറഞ്ഞുവിട്. ആരെയാണ് സാർ? എടോ, ഇന്നലെ ഒരുത്തനെ കൊണ്ടുവന്ന് പുഴുങ്ങാൻ വെച്ചിട്ടില്ലേ അതിനെ? ആ പറഞ്ഞത് തോമസ് മാത്രമല്ല, ആ പോലീസ് സ്റ്റേഷനിലെ എല്ലാവരും കേട്ടിരുന്നു. അത്ര ശബ്ദത്തിലായിരുന്നു അയാൾ അത് പറഞ്ഞത്. ചോര പറ്റിയ മുഖവുമായി തോമസ് തിരിച്ചു നടന്നു. തോമസ് സാറ് പറയുന്നതിന് മുമ്പ് തന്നെ താനും എഴുന്നേറ്റ് സാറിന്റെ മുറിയിലേക്ക് നടന്നു തുടങ്ങിയിരുന്നു. പേര് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, വാക്കുകൾ മുഴുവനും തന്നെക്കുറിച്ചായിരുന്നു. ഒരു മാതൃകാ പോലീസ് സ്റ്റേഷനിൽ നിന്നും കുറ്റവാളികൾ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതിയായിരിക്കും. ഡോർ തുറന്ന് ഇടതുവശത്തെ ഭിത്തിയോട് ചേർന്ന് നിന്നു. ധൈര്യം സൃഷ്ടിച്ചെടുത്തുകൊണ്ട് ചോദിച്ചു, ആ കുട്ടിയുടെ വിവരം അറിഞ്ഞു സാർ? എന്റെ ചോദ്യത്തിനിടയിൽ തന്നെ മറുതലക്കിൽ നിന്നൊരു ചോദ്യവും ഉണ്ടായിരുന്നു. താൻ വല്ലതും കഴിച്ചോ? രണ്ടുപേരുടെയും ചോദ്യങ്ങൾ വ്യക്തമാകാതെ ആ മുറിയിലെ വായുവിൽ രണ്ട് ഗൗളികളെ പോലെ ഉത്തരം കിട്ടാതെ മുഖാമുഖം നോക്കി നിന്നു. താൻ വല്ലതും കഴിച്ചോ? താഴ്മയോടെ അടുത്തു വന്ന് തോളിൽ തട്ടി വീണ്ടും ചോദിച്ചു. മറുപടിക്ക് മുൻപായി തന്റെ ചോദ്യം വീണ്ടും ആവർത്തിച്ചു. ആ കുട്ടി കുഴപ്പമില്ലടോ, രക്ഷപ്പെട്ടു. താൻ ദൈവദൂതനായിരുന്നു. കുറച്ചു മണിക്കൂറുകൾക്ക് മുമ്പ് തെറ്റിദ്ധരിക്കപ്പെട്ട ആ വീഴ്ചയോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. മേൽവിലാസവും ഫോൺ നമ്പറും എഴുതി കൊടുത്തിട്ട് താൻ പോയിക്കോ. സാർ, ഒരു കാര്യം ചോദിക്കട്ടെ? എന്താടോ? ആ കുട്ടി എനിക്കൊന്ന് കാണാൻ സാധിക്കുമോ? ചോദിച്ചപ്പോൾ ഒരു മന്ദഹാസമായിരുന്നു അതിന് അവരുടെ മറുപടി. അല്പനേരം ആലോചിച്ച ശേഷം അവരൊന്ന് മൂളി. ഞാൻ അങ്ങോട്ടാ, എൻ്റെ കൂടെ പോരെ? തൻ്റെ ആവശ്യം തള്ളിക്കളയാൻ പറ്റില്ല. ഒന്നുമില്ലെങ്കിലും താൻ രക്ഷപ്പെടുത്തിയ കുട്ടിയല്ലേ. രാത്രിയിൽ തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന പോലെയല്ലായിരുന്നു തിരിച്ചുള്ള യാത്ര. ജീപ്പിന്റെ മുൻവശത്ത് കുറ്റവാളിയെപ്പോലെ അല്ലാതെ സന്തോഷമായിരുന്നു. ആശുപത്രിയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ഇന്നലെ നടന്ന സംഭവങ്ങൾ ഓരോന്നായി മനസ്സിൽ തെളിഞ്ഞു വന്നു. അതുവരെ ഉണ്ടായിരുന്ന സന്തോഷവും പ്രതീക്ഷയും ചോർന്നു പോകുന്നത് പോലെ തോന്നി. അവൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാലും അവളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അത് ഉൾക്കൊള്ളാൻ അവൾക്ക് എങ്ങനെ കഴിയും? ഒരു കുട്ടിയുടെ ജീവിതവും സ്വപ്നങ്ങളുമാണ് നഷ്ടപ്പെട്ടത്. താനിവിടെ ഇരിക്കെ, ഞാൻ ഡോക്ടറെ ഒന്ന് കാണട്ടെ. അവിടെ കണ്ടൊരു ബെഞ്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ നല്ല മനുഷ്യൻ പറഞ്ഞപ്പോൾ അനുസരിക്കാതെ വേറെ വഴിയില്ലായിരുന്നു. അവർ ഡോക്ടറുടെ മുറിയിലേക്ക് നടന്നു നീങ്ങുന്നത് നോക്കി പ്രതീക്ഷയോടെ അവൻ കാത്തിരുന്നു. ആശുപത്രിയിലെ വരാന്തകൾ രോഗികളെയും കൂടെ വന്നവരെയും കൊണ്ട് നിറഞ്ഞു തുടങ്ങിയിരുന്നു.
ഇടയ്ക്കിടയ്ക്ക് ഓളമായി വരുന്ന തേങ്ങലുകൾ അവനെ അസ്വസ്ഥമാക്കിക്കൊണ്ടേയിരുന്നു. സേതു സാറിന്റെ മറുപടിക്കായി കാത്തിരിക്കുമ്പോഴും രാത്രിയിലെ സംഭവങ്ങൾ ഒരു ദുസ്വപ്നം പോലെ മനസ്സിലേക്ക് ഇടയ്ക്ക് കയറി വരുന്നുണ്ടായിരുന്നു. ദൂരെ കണ്ണാടി വാതിലിന്റെ പുറത്ത് കാത്തു നിൽക്കുന്ന സേതു സാറിനെ നോക്കിക്കൊണ്ടവൻ ചുവരെ തലചായ്ച്ച് കണ്ണുകൾ അടച്ചു കിടന്നു. അതേസമയം അടഞ്ഞു കിടക്കുന്ന വാതിലിൽ മുട്ടിക്കൊണ്ട് സേതു അകത്തേക്ക് കയറി. ഗുഡ് മോർണിംഗ് ഡോക്ടർ. SI സേതുമാധവൻ. തല ഉയർത്തിക്കൊണ്ട് അവർ ആശ്വാസത്തോടെ മറുപടി നൽകി. വരണം മിസ്റ്റർ സേതുമാധവൻ, ഇരിക്കൂ. ഞാൻ താങ്കളെയും പ്രതീക്ഷിച്ച് ഇവിടെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. അവർക്കെതിരെയുള്ള കസാരയിൽ ഇരുന്നു കൊണ്ട് തൻ്റെ തൊപ്പിയും മൊബൈലും അവൻ ടേബിളിൻ്റെ മുകളിലേക്ക് വെച്ചു. അറിയാനുള്ള കൗതുകം കൊണ്ടായിരുന്നു. ചോദ്യം തന്നിൽ നിന്ന് തന്നെ ആരംഭിച്ചു. ഡോക്ടർ, ആ കുത്തിക്കുറിച്ചുകൊണ്ടിരുന്ന പേപ്പറുകൾ ഒരു ഓരത്തേക്ക് തള്ളിവെച്ച് ഡോക്ടർ അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. സി മിസ്റ്റർ, എങ്ങനെ ഇത് താങ്കളോട് പറഞ്ഞ് അവതരിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. അത് എത്രമാത്രം താങ്കൾ വിശ്വസിക്കുമെന്നതും എനിക്ക് ഉറപ്പില്ല. ഒരു ഡോക്ടറായി എന്നെക്കൊണ്ട് എത്രത്തോളം താങ്കളെ പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയുമെന്നും എനിക്കറിയില്ല. അതിലുപരി ഞാനൊരു സ്ത്രീയാണ്, ഒരു അമ്മയാണ്. എൻ്റെ മകളുടെ പ്രായമേ ആ കുട്ടിക്കുള്ളൂ. അവർ തുടക്കത്തിലെ വികാരപരിധിയായത് അവൻ നോക്കിക്കാണുകയായിരുന്നു. അവർ വീണ്ടും തുടർന്നു. ഇത്രയും ഹൊറിബിളായൊരു സംഭവം എൻ്റെ കരിയറിൽ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അത് ഉൾക്കൊള്ളുവാൻ എനിക്ക് സാധിക്കുന്നില്ല. എന്ത് വേണമെങ്കിലും പറയാം. ഈ ക്രൂരകർമ്മം ചെയ്തവർ ആരായിരുന്നാലും, അതിപ്പോൾ സ്ത്രീയായിരുന്നാലും പുരുഷനായിരുന്നാലും, അവർക്ക് തക്ക ശിക്ഷ അറിയിക്കുന്നവരാണ്. അവർ നിയമത്തിൻ്റെ ഒരു ആനുകൂല്യവും അർഹിക്കുന്നില്ല. തീർച്ചയായും ഡോക്ടർ, എന്നാലാവുന്നതും ഞാൻ ചെയ്തിരിക്കും. അത് ഞാൻ ഉറപ്പു നൽകുന്നു. ഈ ഒരു അവസരത്തിൽ തൻ്റെ ഈ ഒരു ആശ്വാസവാക്ക് പോലും അവർ പ്രതീക്ഷിക്കുന്നില്ല എന്നറിയാം. എന്നിരുന്നാലും അവരുടെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ആ സംഭവത്തിൻ്റെ തീവ്രത. ആക്ച്വലി എന്താണ് സംഭവിച്ചതെന്ന് ഒന്ന് പറയാമോ ഡോക്ടർ? അല്പനേരം എന്തോ കാര്യമായി ചിന്തിച്ച ശേഷം അവർ മറുപടി പറഞ്ഞു. പറയാം. ഇന്നലെ രാത്രി ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഞാനും ഇവിടെ ഉണ്ടായിരുന്നു. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ നിൽക്കുമ്പോഴാണ് നഴ്സ് ഓടി വന്ന് തന്നോട് ഈ കാര്യം പറയുന്നത്. കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയത് കൊണ്ടാകും ഞാൻ അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. അത് കണ്ടപ്പോൾ ഒരു മാനഭംഗത്തിന് ശേഷം ആ ഷോക്കിൽ മയങ്ങിപ്പോയതാണെന്നാണ് കരുതിയത്. വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റിയതിനു ശേഷമാണ് ആ ഹൃദയഭേദകമായ കാഴ്ച ഞാൻ കണ്ടത്. രഹസ്യഭാഗത്ത് നിന്നും ബ്ലേഡ് കൊണ്ടോ അല്ലെങ്കിൽ മൂർച്ചയേറിയ എന്തുകൊണ്ടോ വരഞ്ഞിരിക്കുന്നു. വരഞ്ഞു എന്ന് പറയുമ്പോൾ ഓരോ മുറിയും വളരെ ആഴത്തിൽ പതിഞ്ഞവ. അതുമൂലമാണ് രക്തം ധാരാളമായി നഷ്ടപ്പെട്ടത്. എന്നാൽ വിദഗ്ധ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന സത്യങ്ങൾ എനിക്ക് ബോധ്യം വന്നത്. ഡോക്ടർ പറഞ്ഞു വരുന്നേ, അവൾ ഒരു പുരുഷനുമായുള്ള ലൈംഗിക ആക്രമണത്തിന് ഇരയായിട്ടില്ല എന്ന സത്യം. ഒരുപക്ഷെ ഡോക്ടർ പറഞ്ഞത് 100% സത്യമായിരുന്നാലും സംശയങ്ങൾ എന്നെ വിടാതെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. ഡോക്ടർ പറഞ്ഞ പോലെയാണെങ്കിൽ പിന്നെ ഇത് എങ്ങനെ സംഭവിച്ചു? ഇതുവരെയുള്ള കേസുകളുടെ വിശകലനം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതൊരു പുരുഷൻ ചെയ്തതായിരിക്കാൻ വഴിയില്ല. ആ കുട്ടി അവസാനമായി പറഞ്ഞതും ചേർത്ത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഡോക്ടറുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. എന്നിരുന്നാലും ഒരു പുരുഷനല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ മറ്റു വല്ല കാരണങ്ങളും? ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ? സി മിസ്റ്റർ, ഒരു പുരുഷനാണ് ഇപ്രകാരം ചെയ്തതെങ്കിൽ അവന്റെ രതിക്രിയകൾ ഭോഗത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ആ സമയങ്ങളിൽ അവന്റെ ശരീരത്തിലെ ഓരോ ഭാഗവും ഇന്ദ്രിയങ്ങളായി മാറും. എന്നാൽ ഈ കുട്ടിയുടെ ശരീരത്ത് ഒരു ചുംബനം പോലും നൽകിയതിനുള്ള തെളിവില്ല. ശക്തമായ മൽപ്പിടുത്തമോ നടന്നിട്ടില്ല. സാധാരണമായി പുരുഷന്റെ കൈകൾ ശക്തി കൂടുതലാണ്. അതിന്റെ പാടുകളെങ്കിലും ശരീരത്തിൽ കാണുവാൻ സാധിക്കും. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത് നേരത്തെ പ്ലാൻ ചെയ്ത ഒരു നാടകമായി തോന്നുന്നില്ല. ആ സന്ദർഭത്തിൽ എതിരാളിയുടെ പ്രതിഷേധം ഇവളിൽ കുത്തി നിറക്കുകയായിരുന്നു. അതായിരുന്നിരിക്കണം അവരുടെ ലക്ഷ്യം. ഈ ക്രൂരതയുടെ ആഴത്തിനെക്കുറിച്ച് അവർക്ക് നന്നായി അറിയാമായിരുന്നു. അവരൊരു പ്രതികാരമാണ് ചെയ്തു തീർത്തത്. ഡോക്ടറെ ചോദിക്കുന്നത് കൊണ്ടൊന്നും വിചാരിക്കരുത്. ശരീരത്തിന്റെ മറ്റു ഭാഗത്ത് വല്ല പരിക്കുകളും മറ്റും? തലയ്ക്ക് പിറകിലായി ശക്തിയായി എന്തുകൊണ്ട് പ്രഹരിച്ച പാടുണ്ട്. എന്നാൽ അത് അത്ര കാര്യമാക്കേണ്ടതില്ല. കൂടാതെ രഹസ്യഭാഗത്തിനകത്ത് മുറിവുകളുണ്ട്. ഖനമേറിയ എന്തോ കൊണ്ട് കുത്തിയിറക്കിയതാവാം മുറിവുണ്ടാകാനുള്ള കാരണം. ഈസി വേ ആ കുട്ടിക്കിനി ഒന്ന് യൂറിൻ പാസ് ചെയ്യാൻ പോലും ചിലപ്പോൾ മാസങ്ങൾ തന്നെ വേണ്ടി വന്നേക്കും. അത്രയും കൊടൂരമായി പോയി ഈ പ്രവൃത്തി. അത് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ നിറയുന്നത് തനിക്ക് കാണാമായിരുന്നു. പറഞ്ഞു തീർന്നതും ഡോക്ടർ അല്പനേരം മൗനം പാലിച്ചിരുന്നു. ഒരു ഡോക്ടറിലുപരി ഒരു സ്ത്രീയുടെ വേദനകൾ നേരിട്ട് മനസ്സിലാക്കിയതാകാം അവരെ ഈ മൗനത്തിലേക്ക് വഴി തെളിയിച്ചത്. അവനവരുടെ മൗനത്തിന് കൂട്ടിരുന്നു. കേസിന്റെ സുപ്രധാനമായ എന്തെങ്കിലും ഒരു തെളിവ് ലഭിക്കുകയാണെങ്കിൽ അത് മുന്നോട്ടുള്ള തന്റെ അന്വേഷണത്തിന് വളരെയേറെ പ്രയോജനം ചെയ്തേക്കാം. താൻ കരുതിയിരുന്നതുമായ ചോദ്യങ്ങളെല്ലാം അവരുടെ മൗനത്തിന് മുന്നിൽ പടിയിറങ്ങി പോവുകയായിരുന്നു. തന്നെക്കൊണ്ട് ഇനി അവരോടൊന്നും ചോദിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. മാനസികമായി അവരും തളർന്നു പോയിട്ടുണ്ടാകും. വാക്കുകൾ അവസാനിപ്പിച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റു. ഒരുപാട് നന്ദി ഡോക്ടർ, ഇത്രയും വിശദമായി പറഞ്ഞു തന്നതിൽ. നന്ദി ആവശ്യമില്ല കുട്ടി, ഇതൊരു ഡോക്ടറുടെ കടമയാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തനിക്കെന്തെങ്കിലും പ്രയോജനമാകുമെങ്കിലോ? ഈ പേരിനോട് എനിക്ക് വല്ലാത്തൊരു ആരാധനയാണ്. സേതു മാധവൻ അല്ലേ? പുഞ്ചിരിച്ചുകൊണ്ടവൻ മറുപടി നൽകി. അതെ, എനിക്കും ഡോക്ടർ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എത്രയും പെട്ടെന്ന് കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ താങ്കൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അവസാനമായി ഒന്ന് ചോദിക്കട്ടെ, ആ കുട്ടിയൊന്ന് കാണാൻ സാധിക്കുമോ? ചോദ്യം ചെയ്യാനാണെങ്കിൽ ഈ അവസരത്തിൽ വേണ്ട. ആ കുട്ടി ചുണ്ടുകളൊന്ന് അനക്കുവാൻ തന്നെ ഒരുപാട് പ്രയാസപ്പെടുകയാണ്. താങ്കൾ പറഞ്ഞതനുസരിച്ച് 2 പേർ ഇവിടെ വന്നിരുന്നു. കേസിന്റെ കാര്യമായതുകൊണ്ടാണ് ഞാൻ അവർക്ക് പെർമിഷൻ നൽകിയത്.
എന്നാൽ അവൾക്കൊന്നും സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവളെന്ന് മാത്രമേ സംസാരിച്ചുള്ളൂ. പിന്നീട് കുട്ടി കരയുകയാണ് ഉണ്ടായത്. ഒന്നും മനസ്സ് തുറന്ന് കരയാൻ പോലും ആ കുട്ടിക്ക് കഴിയുന്നില്ല. മാനസികമായും ശാരീരികമായും ആ കുട്ടിയാകെ തളർന്നിരിക്കുകയാണ്. ആ ഷോക്കിൽ നിന്നും ഇതുവരെയും അവൾ മുക്തി നേടിയിട്ടില്ല. എല്ലാം ഒന്ന് നേരെയായതിനു ശേഷം ഞാൻ തന്നെ നിങ്ങളെ വിവരമറിയിക്കാം. സാരമില്ല ഡോക്ടർ, ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. ആ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ച വ്യക്തി പുറത്ത് കാത്തിരിപ്പുണ്ട്. അയാൾക്കും കൂടി വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. എവിടെയാണ് അവർ? പുറത്തുണ്ട് ഡോക്ടർ. അവർക്കാണ് നന്ദി പറയേണ്ടത്. ഈ സമയത്ത് അവർ കാണിച്ച ആ നന്മ എത്ര നന്ദി വാക്കുകൾ കൊണ്ട് മൂടിയാലും തികയുകയില്ല. എന്നാലും പറഞ്ഞു തീരുന്നതിന് മുമ്പേ അവർ എഴുന്നേറ്റ് തനിക്ക് മുന്നിലായി തന്നെ മുൻപോട്ട് നടന്നു. അവർക്ക് പിറകിലായി ഞാനും. തല കുമ്പിട്ടിരിക്കുന്ന ആ മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ആ ഇരിക്കുന്ന വ്യക്തിയാണ് ഡോക്ടർ. ഇത്ര കണ്ട് വേദനിപ്പിച്ചിട്ടും ഒരു വിദ്വേഷം വച്ച് പുലർത്താതെ വാക്കുകളെ കൊണ്ട് പോലും പ്രതികരിക്കാത്ത ആ മനുഷ്യനെ ഇന്നലെ രാത്രിയിൽ ലോക്കപ്പിലിട്ടതിൽ അവന് വളരെയേറെ മനപ്രയാസമുണ്ടാക്കിയിരുന്നു. ഡോക്ടറുടെ നടത്തത്തിന് വേഗത കൂടി. തൊഴുകൈകളോടെ അവൻ്റെ മുന്നിൽ നിൽക്കുന്ന സ്ത്രീ രൂപത്തെ കണ്ടവൻ ചാടി എഴുന്നേറ്റു. നമസ്കാരം, ഞാൻ ഡോക്ടർ സുബലക്ഷ്മി. തിരിച്ചും കൈകൾ കൂപ്പിക്കൊണ്ടവൻ പറഞ്ഞു, നമസ്കാരം ഡോക്ടർ. പിന്നീട് അവൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചത് ആ കുട്ടിയുടെ കാര്യം ചോദിച്ചുകൊണ്ടായിരുന്നു. ആ കുട്ടിക്ക് എങ്ങനെയുണ്ട് ഡോക്ടറെ? ആപത്തുഘട്ടത്തിൽ നിന്നും അവൾ രക്ഷപ്പെട്ടു. എന്നാലും ഇപ്പോഴും ഒന്നും പറയാറായിട്ടില്ല. നിങ്ങൾ തക്ക സമയത്ത് എത്തിച്ചതുകൊണ്ട് ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായി. ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇന്നലെ അങ്ങനെയെല്ലാം പറയേണ്ടി വന്നതിൽ മാപ്പ് ചോദിക്കുന്നു. അതൊന്നും സാരമില്ല ഡോക്ടർ, എനിക്കതിൽ വിഷമമില്ല. അവർ രക്ഷപ്പെട്ടുവല്ലോ, അത് കേട്ടാൽ മതി. ഡോക്ടർ, ഒരു അപേക്ഷയുണ്ട്. എനിക്കവരെ ഒന്ന് കാണാൻ സാധിക്കുമോ? ഈ അവസരത്തിൽ അത് വേണോ? അകലെ നിന്നെങ്കിലും ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. വരൂ. കണ്ണു നിറഞ്ഞത് ആരും കാണാതെ തുടച്ചുകൊണ്ടവൻ അവർക്ക് പിന്നാലെ നടന്നു. ഇന്നലെ കണ്ട കണ്ണാടിവാതിൽ അല്പം തുറന്നുകൊണ്ട് ഡോക്ടർ അവനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഉറങ്ങുകയാണ്, ശല്യപ്പെടുത്തണ്ട. നനവാർന്ന കണ്ണുകളിലൂടെ അവൻ ആ കാഴ്ച കണ്ടു. പച്ച തുണിയിൽ പുതച്ചു കിടക്കുന്ന ശരീരത്തിലെ മുഖം മാത്രം പുറത്തു കാണാം. മൂക്കിലടക്കം ട്യൂബുകൾ പിടിപ്പിച്ച ആ കാഴ്ച അധിക നേരം അവന് കണ്ടു നിൽക്കാനായില്ല. മുന്നോട്ട് വെച്ച കാലുകൾ സാവധാനം പിറകോട്ട് വലിച്ച് പിറകിലേക്ക് വെച്ച നിമിഷം തൻ്റെ തോളിൽ വീണ്ടും ആ കരങ്ങളമർന്നു. തലയുയർത്തി തിരിഞ്ഞു നോക്കി. സേതു സാർ, പേടിക്കണ്ടടോ, ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. താൻ സമാധാനമായി തിരിച്ചു പോക്കൂ. എല്ലാം ഒന്ന് ശാന്തമാകുമ്പോൾ ഞാൻ അറിയിക്കാം. എന്താ പോരെ? മതി സാർ. അവൻ ആ കൈകളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് വിശ്വാസമാണ് സാറിനെ. തിരിച്ചവനെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടപ്പോഴേക്കും ഒരു നന്ദി വാക്ക് പോലും പറയാൻ അവന് കഴിയുന്നുണ്ടായിരുന്നില്ല. മനസ്സിൽ മുഴുവനും പച്ചപ്പുതപ്പിൽ കണ്ണുകളടച്ചു കിടക്കുന്ന ആ കുട്ടിയുടെ മുഖം മാത്രമായിരുന്നു. മനസ്സ് മുഴുവനും മരവിച്ചു പോയിരിക്കുന്നു. കൈകൾ കൂപ്പി യാത്ര പറയുമ്പോഴും തൻ്റെ കണ്ണുകൾ നിറഞ്ഞു വരുന്നത് മറ്റാരും കണ്ടില്ല. തിരക്ക് കുറഞ്ഞ ബസ്സിൽ ഒറ്റയ്ക്കിരുന്ന തന്നെ എന്തോ ഒന്ന് വേട്ടയാടിക്കൊണ്ടിരുന്നു. അവൾ തനിക്ക് നഷ്ടപ്പെട്ടു പോയ പാർവതിയായിരുന്നു. അല്ല എന്ന് മനസ്സ് ആവർത്തിച്ചു പറയുമ്പോഴും എന്തോ ഒന്ന് തനിക്ക് മാത്രമായി നഷ്ടപ്പെട്ട പോലെ തോന്നുന്നു. ഇത്രമാത്രം മനസ്സ് വേദനിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ ചോദ്യം യാത്രയിലുടനീളം തന്നോട് തന്നെ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. ബാംഗ്ലൂരിലെ തൻ്റെ ഫ്ലാറ്റിൽ ചെന്നിട്ടും നാട്ടിലെ ഓർമ്മകൾ അവനെ വിട്ടകന്നിരുന്നില്ല. ചാർജ് തീർന്നുപോയ മൊബൈൽ കുത്തിവെച്ചിട്ടൊന്ന് കുളിച്ച് ഫ്രഷായി വന്നു. ആ ഷർട്ടിൽ പല ഭാഗത്തായി അവളുടെ ചോര നിറം മങ്ങിയ പാടുകളുണ്ടായിരുന്നു. എല്ലാം വൃത്തിയാക്കി ഒരു കട്ടനടിച്ചിരിക്കുമ്പോഴാണ് സേതു സാറിൻ്റെ നമ്പർ വാങ്ങാൻ മറന്നുപോയ കാര്യം ഓർമ്മ വന്നത്. ഒന്ന് വിളിച്ച് അന്വേഷണം നടത്തുവാൻ പോലും ഒരു വഴിയുമില്ലല്ലോ. കഷ്ടമായി പോയി. അവൻ തൻ്റെ മറവിയെ പിഴച്ചുകൊണ്ട് വീട്ടിലേക്ക് വിളിച്ച് അമ്മയോട് ഒരുപാട് നേരം സംസാരിച്ചു. യാത്രയിൽ തനിക്ക് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പലതവണ അമ്മയോട് പറയണമെന്ന് മനസ്സിൽ കരുതിയെങ്കിലും എന്തോ പറയാൻ തോന്നിയില്ല. അവരിതിനെ വളച്ചൊടിച്ച് വേറെ തലങ്ങളിലെത്തിക്കും. അമ്മയുടെ സ്വഭാവം വെച്ച് അമ്മ അത് ആരോടെങ്കിലും പറയുമെന്നത് തനിക്ക് നന്നായി അറിയാവുന്ന കാര്യമാണ്. ചിലപ്പോൾ കേസന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് രഹസ്യമായി വച്ചിരിക്കുകയാണെങ്കിലോ താനായിട്ട് ഇനി അതിന് തടസ്സം നിൽക്കണ്ട. പിറ്റേന്ന് രാവിലെ തന്നെ കുളി കഴിഞ്ഞ് ഓഫീസിലേക്ക് തിരിച്ചു. ഇന്നലെ തിരിച്ചെത്തിക്കോളാമെന്ന് MD-ക്ക് വാക്ക് കൊടുത്തിട്ടാണ് എമർജൻസി ലീവ് എടുത്തു പോയത്. MD-യോട് ഇനി എന്തു പറയുമെന്ന ചിന്തയായിരുന്നു പിന്നെ. വളരെയധികം ബ്രാഞ്ചുകളുള്ള ഒരു എക്സ്പോർട്ട് കമ്പനിയുടെ സീനിയർ മാനേജറാണ് സുധി. ഒരുപാട് ഉത്തരവാദിത്തമുള്ള ജോലി. മനസ്സിൽ ദൈവത്തെ ഉരുവിട്ടുകൊണ്ട് MD-യുടെ ക്യാബിലേക്ക് നടന്നു. ഗുഡ് മോർണിംഗ് സാർ. തന്നെ കണ്ടതും ചിന്തയിൽ മുഴുകിയിരുന്ന ആ മുഖത്തിപ്പോൾ നിലാവ് പോലൊരു മന്ദഹാസം വിടർന്നു. താനെത്തിയോ? ഞാൻ വിചാരിച്ചു താനിന്നും വരത്തില്ല എന്ന്. തനിക്ക് നാട്ടിൽ പോയാൽ ഇത് പതിവല്ലേ വൈകി വരൽ? ചോദിച്ചാൽ 1000 കാരണങ്ങളുണ്ടാവും. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് പുറത്തേക്ക് വിട്ടുകൊണ്ട് പറഞ്ഞു, സോറി സാർ, ഞാൻ വീട്ടിൽ മുഴുവിപ്പിച്ചില്ല. അതിനു മുൻപായി മറുപടിയും വന്നു. വിശദീകരണം വേണ്ട, ചെന്ന് ജോലി നോക്ക്. പാലക്കാടൻ അയ്യർ തൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ ആ വാക്കുകളിൽ തെളിഞ്ഞു കണ്ട സ്നേഹവും വാത്സല്യവും ഒരുപക്ഷെ തനിക്ക് മാത്രമായി അവകാശപ്പെടാനുള്ളതായിരിക്കണം. അതുവരെ ഉണ്ടായിരുന്ന ടെൻഷൻ അലിഞ്ഞില്ലാതെയായി. മനസ്സുകൊണ്ട് അദ്ദേഹത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് തൻ്റെ ക്യാബിലേക്ക് തിരിച്ചു നടന്നു. കമ്പ്യൂട്ടർ തുറന്ന് തൻ്റെ മെയിലുകൾ ഓരോന്നായി പരിശോധിക്കുമ്പോഴാണ് വലതുവശത്തെ കണ്ണാടിക്കൂട് കാലിയായിരിക്കുന്നത് കണ്ടത്. ന്യൂ അപ്പോയിൻമെൻ്റ് ഇതുവരെ എത്തിയില്ല. ഇന്നലെ തന്നെ ജോലിയിൽ പ്രവേശിക്കാനുള്ളതായിരുന്നല്ലോ. ഫോണെടുത്ത് HRDPTയിലേക്ക് വിളിച്ചു. ലക്ഷ്മി തിരക്കാണോ? ഒന്ന് ഇവിടം വരെ വരാമോ? ഓക്കെ സാർ. ഫോൺ വെച്ച് ചില നിമിഷങ്ങൾക്കുള്ളിൽ അവർ ഓടിയെത്തി.
വേർ ഈസ് അവർ ന്യൂ അപ്പോയിൻമെൻറ്റ്? സാർ ഇന്നലെ വരേണ്ടതാണ്. 2 ദിവസം മുമ്പ് എന്നെ വിളിച്ചിരുന്നു. യഥാ ദിവസം തന്നെ ജോയിൻ ചെയ്തോളാമെന്ന് പറഞ്ഞതുമാണ്. എന്നിട്ടിപ്പോൾ യു ജസ്റ്റ് കോൾ ദാറ്റ് നമ്പർ. സാർ വിളിച്ചു നോക്കിയിരുന്നു, സ്വിച്ച്ഡ് ഓഫ് ആണ്. ഓ അങ്ങനെയാണോ? അപ്പോയിൻമെൻറ്റ് ഡ്യൂറേഷൻ എത്ര ദിവസത്തേക്കാണ്? 1 മന്ത് സമയമുണ്ട് സാർ. എന്നാൽ സാരമില്ല, ചില അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടാകുമായിരിക്കും, കാത്തിരിക്കാം. ശരി സാർ. ഇടയ്ക്കിടെ നാട്ടിലെ ഓർമ്മകൾ തികട്ടി വന്നാലും തിരക്കിട്ട ജോലിയിൽ അവൻ അല്പാൽപമായി അവളെ മറന്നു തുടങ്ങിയിരുന്നു. ആദ്യ ദിവസങ്ങളിലെ ഓരോ നിമിഷവും അവൾ ഓരോ നൊമ്പരമായി എൻ്റെ മനസ്സിൽ നിറഞ്ഞിരുന്നുവെങ്കിലും പതിയെ പതിയെ മാഞ്ഞു തുടങ്ങിയിരുന്നു. ഒരു വഴിയാത്രയ്ക്കിടയിൽ ആപത്തിൽപ്പെട്ട ഒരാളെ രക്ഷിച്ചു എന്നതിൽ കവിഞ്ഞ് തനിക്ക് അവരിൽ മറ്റൊരു അവകാശവുമില്ലല്ലോ. തൻ്റെ ബന്ധുവാണോ, കാമുകിയാണോ, ഭാര്യയാണോ, പെങ്ങളാണോ? ഇതിലാരുമല്ല. പിന്നെ എന്തിനാണ് ഞാൻ അതോർത്ത് വിഷമിക്കുന്നത്? ചിന്തകൾ കാട് കയറുമ്പോൾ ഒന്ന് അവിടം വരെ പോയി അന്വേഷിച്ചാലോ എന്നുവരെ തോന്നാറുണ്ട്. ഈ അവസരത്തിൽ ഒരു ലീവ് കമ്പനി ഒരിക്കലും അനുവദിക്കില്ല. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സേതു സാർ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചതുമില്ല. അഥവാ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ അവിടേക്ക് ചെന്നാൽ തന്നെ അവളെ കാണാൻ സാധിക്കുമെന്നതിന് എന്താണ് ഉറപ്പ്? നമ്മുടെ സന്ദർശനം അവർ ഇനി വേറെ രീതിയിൽ വളച്ചൊടിച്ചെന്ന് വരാം. വേണ്ട, നൂലാമാലകളിൽ തൽക്കാലം തലവെക്കണ്ട. അവൾ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ചാൽ മതിയായിരുന്നു. ഏറെ നേരത്തെ ചിന്തകൾക്കൊടുവിൽ അവൻ ദൈവത്തോട് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇതേ സമയം ആശുപത്രിയിൽ ശിഖയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നുണ്ടായിരുന്നു. ആഹാരം കഴിക്കുവാനും അല്പാൽപം സംസാരിക്കുവാനും അവൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പോലീസുകാരെ കാണാനും കാര്യങ്ങൾ തുറന്നു പറയാനും അവൾ വിസമ്മതിച്ചത് സേതു സാറിന് ചില ചെറിയ വിഷമങ്ങൾ ഉണ്ടാക്കിയെങ്കിലും കേസന്വേഷണം നേർവഴിക്കാണ് സഞ്ചരിക്കുന്നതെന്ന് ഡോക്ടറോട് അവർ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അന്നൊരു ദിവസം രാവിലെ ഡോക്ടർ ശിഖയെ പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവൾ ഡോക്ടറുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞത്, ഡോക്ടർ, എന്താ കുട്ടി? എനിക്ക് ഡോക്ടറോട് അല്പം സംസാരിക്കാനുണ്ട്. ബുദ്ധിമുട്ടാണെങ്കിൽ അധികം സംസാരിക്കേണ്ട കേട്ടോ. അല്ല ഡോക്ടർ, പറയാതിരിക്കുമ്പോഴാണ് ഉള്ളിൽ വിങ്ങുന്നത്. എന്തോ മനസ്സിൽ വല്ലാത്തൊരു ഭാരം കയറ്റി വെച്ചതുപോലെ തോന്നുന്നു. ഡോക്ടർ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി മനസ്സിന്റെ വേദന കണ്ണുനീരിൽ കാണാം. കാരണങ്ങൾ ചോദിക്കും മുമ്പ് എന്തായിരിക്കും അവളുടെ മനസ്സിലെന്ന് അറിയുകയായിരുന്നു തന്റെ ലക്ഷ്യം. ഡോക്ടർ സൗമ്യമായി അവളെ തലോടിക്കൊണ്ട് പറഞ്ഞു, അതിനെന്താ കുട്ടി, കുട്ടിക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാലോ. ഒരമ്മയുടെ സ്ഥാനത്ത് കണ്ടാൽ മതി. കുട്ടിക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ SIയെ കൂടെ വിളിച്ചോട്ടെ. കേസിന്റെ തുമ്പ് കിട്ടാതെ നെട്ടോട്ടം ഓടുകയാണ് ആ പാവം. ഒരിക്കൽ ഫോണിൽ എന്നോട് സൂചിപ്പിച്ചിരുന്നു കുട്ടിയെ കണ്ടെല്ലാം ചോദിച്ചറിയണമെന്ന്. ഡോക്ടർ നല്ല കാര്യമായി അക്കാര്യം പറയുമ്പോഴും അവളുടെ മുഖം ഭയത്താൽ ഇരുണ്ടിരുന്നു. വേണ്ട ഡോക്ടർ, എനിക്ക് പോലീസിനെ ഭയമാണ്. എന്താ കുട്ടി അവരെ ഭയക്കുന്നത്? കുട്ടിയെ ഉപദ്രവിച്ചവർക്ക് അർഹിച്ച ശിക്ഷ വാങ്ങിക്കൊടുക്കണ്ടേ? വേണ്ട ഡോക്ടറെ, അവരൊക്കെ വലിയ ആളുകളാ. പോലീസിൽ പരാതിപ്പെട്ടുവെന്നറിഞ്ഞാൽ അവരുടെ ലക്ഷ്യം കൂടുകയുള്ളൂ. വീണ്ടും അവരെന്നെ ഉപദ്രവിക്കും. കുട്ടിക്ക് ഇഷ്ടമല്ലെങ്കിൽ വിളിക്കണ്ട. കുട്ടി എന്നോട് പറയൂ, ആരാണ് കുട്ടിയെ ഉപദ്രവിച്ചത്? എന്താണ് അന്നുണ്ടായത്? ഡോക്ടർ അവളുടെ അരികിലായി ഇരുന്നു കൊണ്ട് അവളെ കട്ടിലിൽ ചാരിയിരുത്തി. അവൾ ഡോക്ടറുടെ കൈയെടുത്ത് തന്റെ മാറോട് ചേർത്ത് വെച്ചു. ഞാൻ ഈ കാര്യം പറയുന്നത് ഡോക്ടർ ആരോടും പറയരുത്. ഉള്ളിൽ കിടന്ന് വിങ്ങുകയാണ്. തല പൊട്ടിത്തെറിച്ച് പോകുന്നത് പോലെ തോന്നുന്നു. മോള് തുറന്നു പറയൂ, മനസ്സിനൊരാശ്വാസം കിട്ടട്ടെ. ആരോടെങ്കിലും തുറന്നു പറയുമ്പോൾ മനസ്സിലെ ഭാരം പകുതി കുറയും. അത് മോൾക്കൊരു ആശ്വാസമാകും. കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ മനസ്സ് തുറന്നു. എൻ്റെ പേര് പാർവതി S. ദേവാനന്ദൻ. പാർവതി. ഡോക്ടർ ആ പേര് ഒരിക്കൽ കൂടി മനസ്സിൽ ഉരുവിട്ടു. അപ്പോൾ മനസ്സിൽ ചോദിക്കണമെന്ന് ഉറപ്പിച്ച കാര്യങ്ങൾ ഡോക്ടർ അപ്പാടെ വിഴുങ്ങി. വേണ്ട, ഇപ്പോൾ അതിനെപ്പറ്റിയൊന്നും അവളോട് ചോദിക്കാൻ നിൽക്കണ്ട. ടേബിളിലിരുന്ന ഫയലെടുത്ത് നോക്കിയതിന് ശേഷം തിരികെ അവിടെ തന്നെ വെച്ചു. അപ്പോഴും കണ്ണുകൾ കൂമ്പിയടച്ചുകൊണ്ട് അവൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. വീട് അങ്കമാലി. അമ്മയും അച്ഛനും ഞാനും അനുജനും അടങ്ങുന്ന ഒരു ചെറിയ വീട്. അച്ഛൻ കൃഷിപ്പണി, അമ്മ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു. അനുജൻ 10ൽ പഠിക്കുന്നു. ഇടയിൽ ചോദ്യങ്ങളില്ലാതെ ഉത്തരങ്ങൾ മാത്രമായി അവൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. പഠിച്ചൊരു ജോലി നേടണമെന്ന് ആദ്യം മുതൽക്കേ എൻ്റെ വാശിയായിരുന്നു. കഷ്ടപ്പാട് നിറഞ്ഞ അച്ഛനെ സഹായിക്കാൻ കഴിയുമെങ്കിൽ അച്ഛൻ്റെ ഭാരം അത്രയെങ്കിലും കുറഞ്ഞു കിട്ടുമല്ലോ. കൂട്ടുകാരികളുടെ നിർബന്ധപ്രകാരമാണ് ബാംഗ്ലൂരിൽ പഠിക്കാൻ താല്പര്യം വന്നത്. കൂടുതൽ ജോലി സാധ്യത ഉള്ളതുകൊണ്ടാണ് ഫാഷൻ ഡിസൈനിങ് തന്നെ തിരഞ്ഞെടുത്തത്. തന്നെ പിരിഞ്ഞിരിക്കാൻ അച്ഛനും അമ്മയ്ക്കും ഒട്ടും താല്പര്യമില്ലാതിരുന്നിട്ടും തൻ്റെ സ്വപ്നങ്ങൾക്കും സന്തോഷങ്ങൾക്കും എതിര് നിൽക്കാൻ അവർ ഇന്നുവരെ ശ്രമിച്ചിട്ടില്ല. അത്രയും വിശ്വാസമായിരുന്നു, സ്നേഹമായിരുന്നു. എൻ്റെ സന്തോഷമായിരുന്നു അവർക്ക് വലുത്. ഒരച്ഛന് പെൺമക്കൾ എന്നും വേദനയാണ്. അതുപോലെ മക്കളുടെ മുമ്പിൽ അച്ഛൻ ചെറുതാകാതിരിക്കാനുള്ള ഓട്ടത്തിൻ്റെ ഇടയിൽ തെറ്റുകൾ ചെയ്യാതിരിക്കാൻ തന്നെ പ്രേരിപ്പിച്ചതും ഞാൻ അവരെ ദൈവങ്ങളെപ്പോലെ കാണുന്നതുകൊണ്ടാണ്. അവൾ തൻ്റെ ജീവിതകഥയിലെ ഓരോ ഘട്ടങ്ങൾ താണ്ടുമ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഓരോ തവണ ആ കണ്ണീരൊപ്പുമ്പോഴും തനിക്ക് പിറക്കാതെ പോയ ഒരു മോളെപ്പോലെ ഡോക്ടറുടെ മനസ്സ് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. എല്ലാം പറഞ്ഞു കഴിഞ്ഞവൾ ഒരു പൊട്ടിക്കരച്ചിലോടെ ഡോക്ടറുടെ മാറിലേക്ക് ചായ്ഞ്ഞപ്പോൾ ആ ഡോക്ടറിൽ നിന്നും ഒരു അമ്മയിലേക്ക് അവർ മാറിക്കഴിഞ്ഞിരുന്നു. ഇത്രയധികം വേദനകൾ ഏറ്റുവാങ്ങിയിട്ടും ജീവിതത്തിൽ വീണ്ടും ജയിച്ചു കാണിക്കണമെന്ന അവളുടെ മനസ്സിനെ അവർ നെഞ്ചോട് ചേർത്ത് നിർത്തി ആശ്വസിപ്പിച്ചു. പെൺകുട്ടികളായാലും ഇങ്ങനെ വേണം, തളരരുത്. കുട്ടിയുടെ അച്ഛനും അമ്മയും പുണ്യം ചെയ്തവരാണ് ഇതുപോലൊരു മകളെ കിട്ടിയതിൽ. മോള് വിഷമിക്കണ്ട. ഏറിയാൽ 15 ദിവസത്തിൻ്റെ ഉള്ളിൽ എൻ്റെ മോള് പഴയതുപോലെ കളിച്ചു ചിരിച്ച് നടക്കുന്നത് ഈ അമ്മയ്ക്ക് കാണണം. ആ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അവർ നിറഞ്ഞു തുളുമ്പിയ കണ്ണുനീരുമായി അവളുടെ മുടിയിഴകളിൽ വാത്സല്യത്തോടെ തലോടിക്കൊണ്ടേയിരുന്നു.
അല്പനേരം കൂടി അവിടെ ചെലവിട്ട് കിടക്കയിൽ തലചായ്ച്ച് അവൾ ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ അവർ ആ മുറി വിട്ടു. തിരിച്ച് തൻ്റെ മുറിയിലേക്ക് നടന്നു കയറുമ്പോൾ ഒരു നെഞ്ചിടിപ്പായിരുന്നു. പാർവതി. അബോധാവസ്ഥയിലായിരുന്ന അവളുടെ പേര് എങ്ങനെ കൃത്യമായി ഫയലിൽ ചേർക്കപ്പെട്ടു? അപ്പോൾ അവളെ ഇവിടെ കൊണ്ടുവന്നവൻ ഇവളുടെ ആരായിരിക്കും? ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ഡോക്ടറെ അസ്വസ്ഥമാക്കിക്കൊണ്ടേയിരുന്നു. സേതുമാധവനെ വിളിക്കണോ? എല്ലാം തുറന്നു പറയണോ എന്നൊരു ചോദ്യം മനസ്സിൽ കിടന്ന് നീറിപ്പുകഞ്ഞു. അവർ തൻ്റെ മൊബൈലെടുത്ത് സേതുമാധവന്റെ നമ്പർ ഡയൽ ചെയ്തു. ഹലോ മിസ്റ്റർ സേതുമാധവൻ, ഡോക്ടറാണ്, ആശുപത്രിയിൽ നിന്നും. ഗുഡ് മോർണിംഗ് ഡോക്ടറെ. എടുത്തു പറയേണ്ടതില്ല ഡോക്ടർ, ഈ ശബ്ദം എൻ്റെ കാതുകൾക്ക് പരിചിതമായി കഴിഞ്ഞു. അപ്രതീക്ഷിതമായ ആ വിളി അവനെ ഏറെ ആനന്ദചിത്തനാക്കിയിരുന്നു. ഗുഡ് മോർണിംഗ്, താങ്കൾ തിരക്കിലാണോ? പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ല ഡോക്ടറെ, ഞാനിപ്പോൾ സ്റ്റേഷനിലുണ്ട്. ആ കുട്ടിയുടെ കേസുമായി ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അപകടം നടന്ന സ്ഥലത്തിനടുത്ത് ആയിട്ടുള്ള ഒരു തട്ടുകടക്കാരൻ. എത്ര ചോദിച്ചിട്ടും ഒന്നും അറിയില്ല എന്നാണ് പറയുന്നത്. 2 തട്ട് തട്ടിയാൽ പറയുമെന്ന് നോക്കാമെന്ന് കരുതി കസ്റ്റഡിയിലെടുത്തതാണ്. ഡോക്ടർ ഇപ്പോൾ വിളിച്ചത്. താങ്കൾ ഫ്രീ ആണെങ്കിൽ ഒന്ന് ഇവിടം വരെ വരാമോ? അല്പം സംസാരിക്കാനുണ്ട് ആ കുട്ടിയുടെ വിഷയത്തെക്കുറിച്ച്. ഒരു 10 മിനിറ്റ്, ഞാനിതാ എത്തിക്കഴിഞ്ഞു. ഫോൺ വയ്ക്കുമ്പോൾ അവരുടെ സന്തോഷം വാക്കുകളിലൂടെ ഡോക്ടർ തിരിച്ചറിഞ്ഞിരുന്നു. ഫോൺ ഓഫ് ചെയ്തിട്ടും മെസ്സേജോട് തുറന്നു പറയാനുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു രൂപരേഖ തയ്യാറാക്കുകയായിരുന്നു അവരപ്പോൾ. കൃത്യം 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ SI ഡോക്ടറുടെ മുന്നിൽ വന്നു. SIയോട് ഇരിക്കാൻ പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ തുറന്നു പറയാനാണ് താങ്കളെ വിളിപ്പിച്ചത്. ഞാനും അത് ഊഹിച്ചു ഡോക്ടർ. ഞാൻ പലപ്പോഴും വിചാരിക്കും, ആ കുട്ടിയുടെ ഭാഗത്തു നിന്നും തുറന്നു പറച്ചിൽ ലഭിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ കേസ് ക്ലോസ് ചെയ്യാമെന്ന്. ഡോക്ടർ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കാത്തിരുന്നത്. അത് പിന്നെ അങ്ങനെയാണല്ലോ, ആശുപത്രിയിൽ ഡോക്ടറെ കഴിഞ്ഞല്ലേ പ്രധാനമന്ത്രിക്ക് വരെ സ്ഥാനമുള്ളൂ. ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു നിർത്തിയപ്പോൾ ഡോക്ടർ അവനെ ഒന്ന് കണ്ണുരുട്ടി കാണിച്ചു. അയ്യോ ഡോക്ടറെ, ഒരു തമാശ പറഞ്ഞതാണ്. സാരമില്ലടോ, എനിക്കതിൽ പരാതിയില്ല. അവൾ എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. ഗുഡ്. സന്തോഷത്തിൽ അവൻ്റെ മുഖം പ്രസാദിച്ചു. അത്ര കണ്ട് എക്സൈറ്റ് ആവാൻ മാത്രമൊന്നുമില്ല. കുട്ടി ആരോടും പറയരുതെന്ന് എന്നോട് സത്യം വാങ്ങിയിട്ടുള്ളതാണ്. എന്നാലും തന്നോട് പറയാതിരിക്കാൻ കഴിയില്ല. ഇന്ന് ഈ കുട്ടിക്ക് സംഭവിച്ചതുപോലെ മറ്റാർക്കും സംഭവിക്കരുതെന്ന് ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ തുറന്നു പറയുന്നത്. ആദ്യം താൻ സ്റ്റേഷനിൽ വിളിച്ചു പറയൂ. ആരെ അങ്ങാണ്ട് പിടിച്ചു കൊണ്ടുവന്നെന്ന് പറഞ്ഞില്ലേ, അവരെ വിട്ടയക്കാൻ പറയും. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മർദ്ദനം ആ പാവം ഏറ്റുവാങ്ങേണ്ടി വരും. അയ്യോ ഡോക്ടറെ, അപ്പോൾ തന്നെ അവനെ പറഞ്ഞു വിട്ടു. ഒരു പാവമാണെന്ന് തോന്നുന്നു. കാലിൽ വീണ് പൊട്ടിക്കരഞ്ഞപ്പോൾ സങ്കടം തോന്നി. അതിരിക്കട്ടെ, തൻ്റെ കേസന്വേഷണം എവിടെ വരെയായി? കുറച്ചുപേരെ ചോദ്യം ചെയ്തു, ആർക്കൊരു പിടിയുമില്ല. രാത്രിയിലായതുകൊണ്ട് സാക്ഷികൾ ആരുമില്ല. അങ്ങനെയാണെങ്കിൽ ആ ഫയൽ ക്ലോസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഡോക്ടർ ആ കുട്ടി പറഞ്ഞു തുടങ്ങിയതിൽ നിന്നും ആരംഭിച്ചു. കഥ മുഴുവനും കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ്റെ മുഖം കോപം കൊണ്ട് വിറയ്ക്കുന്നത് ഡോക്ടറിന് കാണാമായിരുന്നു. കുറച്ച് സമയമെടുത്തു ക്രൂരമായ കഥയുടെ നിമിഷങ്ങളിൽ നിന്നും ഡോക്ടറിന് പുറത്തേക്ക് വരാൻ. എന്നാൽ അവരറിഞ്ഞില്ല സേതു ആ കഥയുടെ ബ്ലൂ പ്രിന്റ് തൻ്റെ മനസ്സിൽ വരയ്ക്കുകയാണെന്നുള്ള വിഷയം. മിസ്റ്റർ സേതുമാധവൻ, ഒന്നും എടുത്തു ചാടി ചെയ്യരുത്. എല്ലാം വളരെ ബുദ്ധിപൂർവ്വം ചിന്തിച്ചു വേണം ചെയ്യാനായിട്ട്. ഒരു കാരണവശാലും ആ കുട്ടി ഇത് അറിയാൻ ഇടവരരുത്. ഡോക്ടറെ, ഇത്രയും കേട്ടാൽ മതി. ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. ബാക്കിയെല്ലാം ഞാനേറ്റു. എന്നാൽ ഇതിലെന്നെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് ഞാൻ ചോദിച്ചോട്ടെ? ഒരുപാട് നേരം ആലോചിച്ചൊരെത്തും പിടിയും കിട്ടുന്നില്ല. സംശയം മാത്രമാണ്. പറയൂ ഡോക്ടർ. അബോധാവസ്ഥയിൽ കിടന്ന രോഗിയാണല്ലോ ആ പയ്യൻ ഇവിടെ എത്തിച്ചത്. അതെ, ആംബുലൻസ് സ്റ്റാഫ് റിപ്പോർട്ടിലും അത് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ആ കുട്ടിയുടെ പേര് കൃത്യമായി എങ്ങനെയാണ് ആ പയ്യൻ ഇവിടെ രേഖപ്പെടുത്തിയത്? ആ കുട്ടിയും അങ്ങനെ ഒരാളെ കുറിച്ച് തന്നോട് പറഞ്ഞതുമില്ല. ആ പയ്യൻ എന്തോ നമ്മളിൽ നിന്നും മറയ്ക്കാൻ ശ്രമിക്കുന്നത് പോലൊരു തോന്നൽ. ചിലപ്പോൾ എൻ്റെ വെറും തോന്നലുകൾ മാത്രമായിരിക്കും. ഡോക്ടർ പറഞ്ഞത് ശരിയാണല്ലോ. അവൻ്റെ മൊഴിയിലും ആ കുട്ടിയൊന്നും മിണ്ടിയതായി പറയുന്നില്ല. ഡോക്ടർ, ഡോൺ വറി. ആ പുള്ളിയുടെ പേരും മേൽവിലാസവും ഫോൺ നമ്പറും എൻ്റെ അടുക്കൽ ഉണ്ട്. ഞാൻ നോക്കിക്കോളാം. ഇപ്പോൾ തന്നെ വിളിക്കുകയാണെങ്കിൽ എനിക്ക് പിന്നെ ആ ടെൻഷൻ തലയിലേറ്റി നടക്കണ്ടല്ലോ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ക്യാൻ യു ഡു ഇറ്റ് നൗ? ഓ ഷുവർ. ഡോക്ടർ പറഞ്ഞത് ഒരു അപേക്ഷയായിരുന്നാലും ആ വാക്കുകൾക്കല്പം കട്ടി കൂടിയോ എന്നൊരു സംശയം പോലെ. ചിലപ്പോൾ ഡോക്ടറുടെ സംസാരശൈലി അങ്ങനെയായിരിക്കാം. അല്ലെങ്കിൽ തൻ്റെ ഉള്ളിലെ പോലീസ് സംശയദൃഷ്ടിയാകാം. ഡോക്ടറിൻ്റെ അപേക്ഷയെ മാനിച്ച് സേതു തൻ്റെ മൊബൈലിൽ സേവ് ചെയ്തിരുന്ന ആ നമ്പറിലേക്ക് വിളിച്ചു. 1-2 തവണ റിങ് പോയതിനു ശേഷമാണ് മറുതലയ്ക്കൽ ഫോൺ അറ്റൻഡ് ചെയ്തത്. ഹലോ, ഗുഡ് മോർണിംഗ് സുധീഷേ. പരിചിതമല്ലാത്ത നമ്പറിൽ നിന്നും വന്ന കോളായതുകൊണ്ടാകാം. അല്പം ഒന്ന് ആലോചിച്ചതിനു ശേഷം അവൻ മറുപടി കൊടുത്തു. ആരാണ്? മനസ്സിലായില്ലല്ലോ. ഇത് ഞാനാണ്, നാട്ടിൽ നിന്നും SI സേതുമാധവൻ. ഓ റിയലി സർപ്രൈസ്. ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ ഫോൺ സ്പീക്കറിലിട്ടുകൊണ്ട് ഡോക്ടറുടെ മുന്നിലേക്ക് നീക്കി വെച്ചുകൊണ്ടാണ് തൻ്റെ ചോദ്യങ്ങൾ തുടക്കമിട്ടത്. സുധി, ഒരു കാര്യം ചോദിച്ചറിയാനാണ് ഇപ്പോൾ വിളിച്ചത്. ബുദ്ധിമുട്ടാകുമോ? എന്ത് ബുദ്ധിമുട്ട്? സാറ് വിളിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. സാറ് ധൈര്യമായി ചോദിച്ചുള്ളൂ. അതിനു മുമ്പായി ആ കുട്ടിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് സാർ? മുന്നത്തേക്കാളും കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ട്. പേരെന്താന്നാ പറഞ്ഞേ? ആരുടെ? എൻ്റെയോ? അല്ല, താങ്കൾ ആശുപത്രിയിൽ കൊണ്ടുചെന്നാക്കിയ കുട്ടിയുടെ. ചോദ്യത്തിന് അവസാനം എന്നോണം ഒരു ചെറു പുഞ്ചിരി അവന് ഫോണിൽ കേൾക്കാമായിരുന്നു. സത്യത്തിൽ ആ കുട്ടിയുടെ യഥാർത്ഥ പേരെന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. അന്നത് സാറിനോട് പറയാനും വിട്ടുപോയി.
അപ്പോഴത്തെ സ്വയരക്ഷ കണക്കിലെടുത്ത് കൂട്ടത്തിൽ ആ കുട്ടിക്ക് നല്ല ചികിത്സ ലഭിക്കുന്നതിനും വേണ്ടിയാണ് ആ താൽക്കാലിക പേര് നൽകിയതും തൻ്റെ ഭാര്യയാക്കി അന്നേരം ചിത്രീകരിച്ചതും. ഒന്നും വേണമെന്ന് വിചാരിച്ചതല്ല. താൽക്കാലിക പേരെന്ന് വെച്ചാൽ അവൻ എന്താണ് മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നതെന്ന് വെളിപ്പെടുത്താൻ അധികം സമയം ആവശ്യമായി വന്നില്ല. അതൊരു കഥയാണ് സാർ. പറയുകയാണെങ്കിൽ ഒരുപാട് പറയണം. പ്രണയ പരാജയവും പ്രണയ നൈരാശ്യവും ഒക്കെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അനുഭവിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ സാറേ? എന്നാൽ ചിലർ ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പഴയതെല്ലാം മറക്കുമായിരിക്കും. മറ്റു ചിലർ ജീവിതത്തിന്റെ ബാക്കിയുള്ള സമയം നഷ്ടപ്രണയത്തിന്റെ ഭാണ്ഡവും പേറി ജീവിക്കുന്നവരായിരിക്കും. അത്തരത്തിലൊരു ഗണത്തിൽ എന്നെയും പെടുത്താം സാർ. എത്ര ശ്രമിച്ചാലും മാഞ്ഞു പോകാതെ പേര് എൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. ഇന്നെൻ്റെ ഓർമ്മകളിൽ മാത്രം ജീവിക്കുന്ന ഭൂമിയുടെ ഏതോ ഒരു കോണിൽ എല്ലാം മറന്ന് അവളും ജീവിക്കുന്നുണ്ടാകും. ഏതൊരു ആൾക്കൂട്ടത്തിലും ഞാൻ അന്വേഷിക്കുന്ന മുഖം ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നറിയാം. അന്നങ്ങനെ പെട്ടെന്ന് ആശുപത്രിയിൽ ചോദിച്ചപ്പോൾ അറിയാതെ കയറി വന്നതാണ് സാറേ ആ പേര്. ഇടറിയ ശബ്ദത്തോടെയാണ് സുധി ആ വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. സോറി മിസ്റ്റർ സുധീഷ്, ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. ഇത്തിരി തിരക്കുണ്ട്, താമസിയാതെ നമ്മൾ നേരിട്ട് കാണും. ഫോൺ വെച്ചതിന് ശേഷമാണ് ആ ചോദ്യം വേണ്ടായിരുന്നു എന്ന് അവന് തോന്നിയത്. അല്പനേരത്തേക്കെങ്കിലും അവനെ അവിശ്വസിച്ചതിൽ കുറ്റബോധം തോന്നി. ഡോക്ടർ, അയാൾ നിരപരാധിയാണ്. ശരിയാണ്, ഞാനും ആ കുട്ടിയെ തെറ്റിദ്ധരിച്ചു. മിസ്റ്റർ സേതുമാധവൻ, താങ്കളൊരു ബുദ്ധിമാനാണ്. ഞാൻ താങ്കളുടെ സംഭാഷണങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. എന്ത് സമർത്ഥമായിട്ടാണ് അവരെ നിങ്ങൾ ഒഴിവാക്കിയത്. തനിക്കറിയാമായിരിക്കുമല്ലേ ആ കുട്ടിയെക്കുറിച്ച് അവർ കൂടുതൽ അന്വേഷിക്കും. അത് കേസന്വേഷണത്തിന് തടസ്സമുണ്ടാക്കുമെന്നല്ല. യു ആർ ബ്രില്യൻ. അതിനു മറുപടിയായി ഒരു ചെറിയ ചിരിയിൽ അവനൊതുക്കി. സത്യത്തിൽ ഡോക്ടറാണ് കേസിന്റെ മുഖ്യ മാർഗദർശി. ഞങ്ങളും ഒരു പാതി പോലീസ് തന്നെയല്ലടോ. നിങ്ങളെപ്പോലെ ഒരുപാട് ചിന്തിച്ചു കൂട്ടിയിട്ട് വേണം ഓരോ രോഗികളെയും രക്ഷപ്പെടുത്താൻ. ഇതിലൊരു വ്യത്യാസമേ ഉള്ളൂ. നിങ്ങൾ ശിക്ഷിക്കുന്നു, ഞങ്ങൾ രക്ഷിക്കുന്നു. എല്ലാം പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷം മേൽവിലാസമടങ്ങിയ ഒരു പേപ്പർ ഡോക്ടർ അവനെ ഏൽപ്പിച്ചു. അതിലെഴുതിയത് അവൻ ആകാംക്ഷയോടെ വായിച്ചു. തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഡോക്ടറോട് നന്ദി പറഞ്ഞവൻ എഴുന്നേറ്റു. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ ഡോക്ടറെ. ഇനി നമ്മൾ കണ്ടുമുട്ടുന്നത് ആ കുറ്റവാളിയെ അറസ്റ്റ് ചെയ്തുവെന്ന ഗുഡ് ന്യൂസുമായിട്ടായിരിക്കണം. തീർച്ചയായും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഡോക്ടറോട് യാത്ര പറഞ്ഞ് തിരിച്ചപ്പോഴേക്കും സംശയത്തിന്റെ ഒരു നീണ്ട പട്ടിക തന്നെ അവന്റെ മനസ്സിൽ രൂപപ്പെട്ടിരുന്നു. മനസ്സിൽ ഉറങ്ങിക്കിടന്നൊരു പോലീസുകാരന്റെ വക്രബുദ്ധി അവന്റെ സ്ഥിരയിലൂടെ ഒഴുകുവാൻ തുടങ്ങി. 4 പെൺകുട്ടികൾ, അതും മലയാളികൾ. അവരെന്തിനു വേണ്ടിയായിരിക്കും ഇത്തരം ക്രൂരകൃത്യത്തിന് മുതിർന്നിട്ടുണ്ടാകുക? പിടിക്കപ്പെടുമെന്ന് 100% വിശ്വാസമുണ്ടായിരുന്നിട്ടും അവർ ഈ ക്രൂരത ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്നുണ്ടായ ഒരു പകയിൽ അവശേഷിക്കുന്നതല്ല. അതിന്റെ പിറകിൽ വ്യക്തമായ കാരണങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം. ഡോക്ടറുടെ സംസാരത്തിൽ പലയിടങ്ങളിലും ഒരു അപൂർണതയുണ്ടായിരുന്നു. തനിക്ക് മാത്രം തോന്നിയതാകുമോ? എവിടെയോ ഒരു പൊരുത്തക്കേടുള്ളതുപോലെ തോന്നി. ചില വഴികൾ തുറന്നു കിടക്കുമ്പോൾ മറ്റു പല വഴികൾ അടഞ്ഞു തന്നെ കിടക്കുന്നു. ഡോക്ടറുടെ അഭിപ്രായമനുസരിച്ച് ബാംഗ്ലൂരിലെ ആ 4 അക്ഷര സ്ഥാപനത്തിലേക്ക് തിരിക്കുന്നതിന് മുമ്പ് ഒരു തവണ കൂടി അവൻ ആലോചിച്ചു. അന്വേഷണം ആരംഭിക്കേണ്ടത് ബാംഗ്ലൂരിൽ നിന്നല്ല, ആരംഭം അങ്കമാലിയിൽ നിന്ന് തന്നെ ആവട്ടെ. ഇടവഴികൾ താണ്ടി ഹൈവേയിലേക്ക് ചെന്നെത്തിയ ജീപ്പിൽ നിന്നും തലചരിച്ചവൻ ഇടത്തേക്ക് നോക്കി. അങ്കമാലി 67 കിലോമീറ്റർ. ആളൊഴിഞ്ഞ കവലയിൽ ജീപ്പ് നിർത്തിക്കൊണ്ട് ആ ഇടവഴിയിലൂടെ നടന്നു പോകുമ്പോൾ മനസ്സിൽ കാർമേഘക്കൂട്ടങ്ങൾ ഇരുണ്ടു മൂടിയിരുന്നു. അവളുടെ വീട്ടുകാരോട് താൻ എന്ത് സമാധാനം പറയുമെന്ന ചിന്ത മാത്രമായിരുന്നു അവന്റെ മനസ്സിൽ. ഒരു ചെറിയ തോടിന്റെ അരികിലായി മുള്ളുവേലി കൊണ്ട് തീർത്ത കവാടം മകഞ്ഞു മാറ്റി അകത്തേക്ക് കടന്നപ്പോൾ താൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു ചിത്രമായിരുന്നില്ല അവിടെ കാണാൻ കഴിഞ്ഞത്. ഓടുമേഞ്ഞ വീട്ടിൽ അവളെക്കുറിച്ച് ആലോചിച്ച് കണ്ണുനീർ പൊഴിക്കുന്ന 3 മനുഷ്യജീവനുകൾ. എന്തു പറഞ്ഞാണ് ഞാൻ അവരെ സമാധാനിപ്പിക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അവരുടെ കണ്ണുനീരരുവികളെ നിശ്ചലമാക്കാൻ അവൻ ഒരുപാട് സമയം വേണ്ടി വന്നു. നാളിത്രയായിട്ടും ഒരു ഫോൺ കോളും ഇല്ലാതെ തന്റെ മകളെ കാത്തിരിക്കുന്നവരുടെ വായ്മൊഴികളാണ് അവനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞത്. അവിടെയും രക്ഷകനായി എത്തിയത് ഡോക്ടറാണ്, ഒരു കമ്പനി മുതലാളിയുടെ രൂപത്തിൽ. അവർ ഇവർക്ക് ആശ്വാസം നൽകിയത് സ്നേഹം കൊണ്ട് മാത്രമായിരുന്നുവോ? എത്ര കണ്ട് ആലോചിച്ചിട്ടും അതിനുള്ള മറുപടി തനിക്ക് കിട്ടുന്നില്ല. ഒന്നോർക്കുമ്പോൾ അവർ ചെയ്തത് നല്ല കാര്യമാണ്. ഒരമ്മയുടെയും അച്ഛൻ്റെയും വേദന അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും. എന്നിരുന്നാലും എന്തുകൊണ്ടാണ് ഈ വിവരങ്ങളൊന്നും തന്നെ അവർ എന്നോട് പറയാതിരുന്നത്? എല്ലാം പറഞ്ഞു തീർത്ത് തിരികെ ഇറങ്ങുമ്പോൾ അച്ഛൻ്റെ കയ്യിൽ തിരികെ വെച്ച നോട്ടുകൾ അവർക്ക് സ്വർണത്തിന്റെ വിലയായിരുന്നു. ആ അച്ഛൻ്റെ കണ്ണുകളിൽ നിന്നും അത് തിരിച്ചറിഞ്ഞു. മകൾ എത്രയും പെട്ടെന്ന് ലീവിന് നാട്ടിൽ തിരിച്ചു വരുമെന്ന വാക്ക് കേട്ടപ്പോൾ അവരുടെ മുഖത്തെ വെളിച്ചം മുൻപെങ്ങും ഒരു അച്ഛൻ്റെയും മുഖത്ത് അവന് കാണാൻ കഴിഞ്ഞിരുന്നില്ല. തിരിച്ചവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇനിയൊരിക്കലും അവരുടെ കണ്ണുനീർ ഈ ഭൂമിയിൽ പതിക്കാൻ ഇടവരരുത് എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയുണ്ടായി. പിന്നീടുള്ള ദിവസങ്ങളിൽ ഡോക്ടർ നൽകിയ മേൽവിലാസം അനുസരിച്ച് ഓരോ വീടും കയറി ഇറങ്ങിയപ്പോഴും ആ ഓടിട്ട വീട്ടിൽ കണ്ട മഹത്വമൊന്നും മറ്റൊരു വീട്ടിലും അവന് കാണാൻ സാധിച്ചില്ല. 4 വീട്ടിലെ കുട്ടികളെയും കുറിച്ച് അവരുടെ മാതാപിതാക്കൾക്ക് നല്ല മതിപ്പായിരുന്നു. അവളുടെ മക്കളെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് 100 നാക്കാണ്. അറിവില്ലായ്മയിൽ മെനഞ്ഞെടുത്ത മക്കൾ എന്ന ശില്പത്തിന്റെ വർണ്ണന അവനെ ആ കാതിൽ കേട്ടുകൊണ്ട് മറുകാതിലൂടെ തള്ളിക്കളഞ്ഞു. എല്ലായിടത്തും സന്തോഷവും സ്നേഹവും മാത്രം. അപ്പോൾ എവിടെയാണ് അവർക്ക് പിഴച്ചത്? പണമെന്ന സ്വർഗാനുഭൂതിയിൽ നീന്തി തുടിക്കാൻ പെൺകുട്ടികളെ പറഞ്ഞുവിടുന്ന മാതാപിതാക്കൾ അറിയുന്നുണ്ടോ തൻ്റെ മക്കൾ സത്യത്തിൽ തങ്ങൾക്കൊരു മകൾ തന്നെയായിരുന്നുവെന്ന്?
ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും അവർക്ക് വായു തോരാതെ സംസാരിക്കാൻ തൻ്റെ മകളല്ലാതെ മറ്റൊരുവൾ കൂടിയുണ്ടായിരുന്നു. 4 വീട്ടിലെയും മക്കളുടെ പ്രിയ തോഴിയും അവരുടെ കണ്ണിലുണ്ണിയുമായി അവർ കരുതുന്നവൾ ആരാണ്? ഇതുവരെയുള്ള കഥകളിൽ ഒരു അതിഥിവേഷം പോലും നൽകാത്തവൾ ആരാണ്? ആ ലിസ്റ്റിൽ പേര് ചേർക്കപ്പെടാത്ത ആ സുന്ദരി. സ്വന്തം മക്കളെക്കുറിച്ച് പറയുന്നതിനേക്കാളും സ്നേഹവും വാത്സല്യവും കൈപ്പറ്റി ഇവർക്കെല്ലാം അവൾ ആരായിരുന്നു? 4 ആളുടെ നേതാവ് അഞ്ചാമൻ. ചോദ്യങ്ങൾ സ്വയം തന്നോട് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടിയും അവന് ലഭിച്ചു കഴിഞ്ഞിരുന്നു. ഏതൊരു പോലീസുകാരനെയും പോലെ അവന്റെ ചിന്തകളിൽ അവളിൽ മാത്രമായി കേന്ദ്രീകരിച്ചു. ഇവളാണ് താൻ അന്വേഷിക്കുന്ന അവൾ. ദിവസങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞുകൊണ്ടിരുന്നു. എഴുതിക്കൂട്ടിയ പേപ്പറുകൾ ഘനമേറി വന്നു. കേസന്വേഷണം അന്തിമഘട്ടത്തിലായിരുന്നിട്ട് കൂടി ഒരിക്കൽ പോലും ഡോക്ടറെ കാണാനോ അവരെ വിളിച്ച് സംസാരിക്കാനോ അവൻ മുതിർന്നില്ല. എല്ലാം ഒരു സ്വപ്നം പോലെ തൻ്റെ മുന്നിൽ വന്ന് ഭവിക്കുകയായിരുന്നു. അടഞ്ഞുകിടക്കുന്ന എല്ലാ വാതിലുകളും തള്ളി തുറന്നുകൊണ്ട് കേസിലെ ഓരോ വക്കും മൂലയും അവൻ പകർത്തിയെടുത്തു. കയറാത്ത പടികളില്ല, മുട്ടാത്ത വാതിലുകളില്ല, അണിയാത്ത വേഷങ്ങളില്ല. എല്ലാം ആ അച്ഛൻ്റെ കണ്ണുനീരിന് വേണ്ടി മാത്രം. മകളെ സ്നേഹിക്കുന്ന അച്ഛന് വേണ്ടിയെങ്കിലും തനിക്ക് കണ്ടുപിടിച്ചേ മതിയാകും. അന്ന് രാവിലെ സ്റ്റേഷനിലേക്ക് പോകാൻ നേരമാണ് നേരത്തെ എഴുതി തയ്യാറാക്കിയ പേപ്പറിന്റെ കെട്ടവൻ ജീപ്പിന്റെ ഡാഷ്ബോർഡിലേക്ക് എടുത്തു വെച്ചത്. ഡോക്ടറെ കാണാൻ സമയമായി, ഇനി ഒട്ടും വൈകിക്കൂടാ. അന്നേരം ആശുപത്രിയിൽ പാർവതിയുടെ ഡിസ്ചാർജ് സമ്മറി തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു ഡോക്ടർ. രാവിലെ വാർഡിലെ രോഗികൾക്ക് മെഡിസിൻ കൊടുത്ത് തിരിച്ചു വന്ന നഴ്സിനോടായി അവർ പറഞ്ഞു, ആ പാർവതി എന്ന കുട്ടിയെ ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിടാമോ? നിമിഷ നേരം കൊണ്ട് അവൾ ഡോക്ടറിന്റെ ക്യാബിനിലെത്തി. ഡോക്ടർ വിളിച്ചായിരുന്നോ? കുട്ടിക്കിപ്പോൾ വല്ല ബുദ്ധിമുട്ടും തോന്നുന്നുണ്ടോ? യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഒരു ചെറിയ നീറ്റിലുണ്ട് ഡോക്ടറെ. അതിന് ഞാനൊരു ഓയിൻമെന്റ് എഴുതുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല ഡോക്ടർ. അപ്പോൾ കുട്ടിയെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യുകയാണ്. സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങിക്കോളൂ. അവളുടെ ഭാഗത്ത് നിന്ന് മറുപടിയൊന്നും കേൾക്കാതായപ്പോഴാണ് അവർ തലയുയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കിയത്. എന്താ കുട്ടി കരയുന്നത്? സന്തോഷിക്കുകയല്ലേ വേണ്ടേ? ഡോക്ടർ, അവൾ ഒന്നും മിണ്ടാതെ വിതുമ്പി. ഞാനിനി എങ്ങോട്ടാ പോവുക? ഈ അവസരത്തിൽ എനിക്ക് ജോലിക്ക് പോകാൻ കഴിയുമോ എന്നറിയില്ല. എനിക്കെൻ്റെ ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ്. ഒരുപാട് സ്വപ്നം കണ്ടതാ ഡോക്ടറെ. കുട്ടി ഒന്നുകൊണ്ടും പേടിക്കണ്ട. ആ ജോലി അത് പാർവതിക്ക് തന്നെ കിട്ടും. ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല. പോകുവാനുള്ള പൈസയെക്കുറിച്ചാണ് വേവലാതിയെങ്കിൽ ഭയപ്പെടണ്ട, അത് ഞാൻ തന്നേക്കാം. ഇപ്പോൾ സന്തോഷമായോ? ഇനി എൻ്റെ മോളൊന്ന് ചിരിച്ചേ, അമ്മ ഒന്ന് കാണട്ടെ. ചിരിക്കാൻ കഴിയാതിരുന്നിട്ടും ഡോക്ടർ അമ്മയ്ക്ക് വേണ്ടി അവൻ ഉള്ളിലെ വേദന മറച്ചു വെച്ചുകൊണ്ട് ചിരിച്ചു കാണിച്ചു. അപ്പോൾ മോള് ചെല്ല്, സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യേ. അമ്മ വാങ്ങിത്തന്ന പുതിയ സാരി ഉടുത്ത് വേണം പോകുവാൻ, കേട്ടല്ലോ? ശരി ഡോക്ടറെ. ക്യാബിനിൽ നിന്നും ഇറങ്ങിയപ്പോൾ പാർവതിയാണെന്നറിയാതെ അവൾക്ക് എതിർവശത്തുകൂടി സേതു ഡോക്ടറുടെ ക്യാബിനിലേക്ക് കയറി. ഗുഡ് മോർണിംഗ് ഡോക്ടറെ. ഗുഡ് മോർണിംഗ്. ഹലോ, താങ്കൾ ഈ വഴിയെല്ലാം മറന്നുവോ? ഇത്തിരി തിരക്കായി പോയി ഡോക്ടർ, അതുകൊണ്ടാണ് വരാൻ സാധിക്കാതിരുന്നത്. ഞാൻ വിചാരിച്ചു ആ കേസിന്റെ പിന്നാലെ അലഞ്ഞു തിരിഞ്ഞ് അവസാനം വിട്ടുപോയിട്ടുണ്ടാകുമെന്ന്. അങ്ങനെ പാതി വഴിയിൽ നിർത്തിപ്പോകാൻ പറ്റുമോ ഡോക്ടറെ? ഡോക്ടർ ആദ്യമായി ഏൽപ്പിച്ച കേസല്ലേ? അത് പറഞ്ഞുകൊണ്ടവൻ ചെറുതായി ചിരിച്ചു. ഡോക്ടർ പറഞ്ഞത് ശരിയാ, ഒരുപാട് അലഞ്ഞു തിരിഞ്ഞു. പാതി വഴിയിൽ നിർത്തിയിട്ട് പോയേക്കാമെന്ന് വരെ ആലോചിച്ചതാണ്. ഓരോ പടികൾ ചവിട്ടുമ്പോഴും മുൻപിലേക്കുള്ള വഴി എനിക്ക് തുറന്നു കിടപ്പുണ്ടായിരുന്നു. ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ആകാംക്ഷയായിരുന്നു പിന്നീട് അങ്ങോട്ട്. അവസാനം ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ചെയ്തു. വെരി ഗുഡ്. ഞാനെന്നേ പറഞ്ഞിരുന്നില്ലേ നിങ്ങളൊരു ബ്രില്യൻ്റ് ഓഫീസറാണെന്നുള്ള കാര്യം? പിന്നെ സേതുമാധവൻ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താണ്? ആ കുട്ടിയെ ഒന്ന് ഡിസ്ചാർജ് ചെയ്യും. വെരി ഗുഡ്. എനിക്കും ഒരു ഗുഡ് ന്യൂസ് പറയാനുണ്ട് ഡോക്ടറെ. ഈ കേസിലെ പ്രതിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. കൺഗ്രാജുലേഷൻ സേതുമാധവൻ. അവർ എഴുന്നേറ്റ് നിന്ന് അവന് ഹസ്തദാനം നൽകി. അഭിനന്ദിക്കേണ്ടത് ഞാനല്ലേ ഡോക്ടർ? ഈ കേസിലെ പ്രധാന മാർഗദർശിയായ ഡോക്ടർ നൽകിയ തെളിവുകളില്ലായിരുന്നെങ്കിൽ ഈ കേസ് തെളിയിക്കാൻ ഒരുപക്ഷെ എനിക്ക് കഴിയുമായിരുന്നില്ല. ആ 4 പേരെയും വെറുതെ വിട്ടുകൂടാ. സേതുമാധവൻ അവർക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം. അതിനത് 4 പേരല്ലല്ലോ കുറ്റക്കാർ. കുറ്റം ചെയ്ത ആൾക്ക് തീർച്ചയായും ശിക്ഷ വാങ്ങിക്കൊടുത്തിരിക്കും. അത് പറയുമ്പോൾ ഡോക്ടറുടെ മുഖം വിയർക്കുന്നുണ്ടായിരുന്നു, ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്തോ പറയണമെന്ന് കരുതിയ അവർ അല്പനേരം മൗനം പാലിച്ചിരുന്നു. അല്പനേരത്തെ മൗനത്തിന് ശേഷം വിറയാർന്ന ശബ്ദത്തോടുകൂടി ചോദിച്ചു, ആരാണവൾ? പറഞ്ഞാൽ ഒരുപക്ഷെ ഡോക്ടർക്ക് അറിയുമായിരിക്കും. പേര് മാളവിക കൃഷ്ണമൂർത്തി. അമ്മ സുബലക്ഷ്മി ഡോക്ടറാണ്. അച്ഛൻ കൃഷ്ണമൂർത്തി ഇന്ന് ഈ ഭൂമുഖത്ത് ജീവിച്ചിരിപ്പില്ല. ഡോക്ടർ ഒന്ന് ഓർത്തു നോക്കിയേ, ഈ കുട്ടിയെ പരിചയമുണ്ടോ എന്ന്. ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഡോക്ടർ ഞെട്ടുമെന്ന് കരുതിയ താനാണ് സത്യത്തിൽ ഞെട്ടിയത്. ആ മുഖത്ത് യാതൊരു തരത്തിലുള്ള ഭാവഭേദവുമില്ലാതെ ശാന്തമായിരിക്കുന്ന അവരെ കണ്ടപ്പോൾ തനിക്ക് തെറ്റിപ്പറ്റിപ്പോയോ എന്നവരെ ഒരു നിമിഷം ചിന്തിച്ചുപോയി. കൊണ്ടുപോയിക്കോ. ഇനി മുതൽ അവൾ എൻ്റെ മകളല്ല. എത്ര കണ്ട് സ്നേഹിച്ചിട്ടും തിരിച്ചു നൽകാത്ത മകളുടെ സ്നേഹം ഇനി എനിക്ക് ആവശ്യമില്ല. എന്നെ അമ്മ എന്ന് വിളിക്കാൻ എനിക്ക് സ്നേഹിക്കാൻ ആ മുറിയിൽ ഒരാളുണ്ട്. കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ സ്നേഹം എന്താണെന്ന് എന്നെ പഠിപ്പിച്ച് എന്നിൽ ഒരു തിരിച്ചറിവുണ്ടാക്കിയ അവളാണ് ഇനി മുതൽ എൻ്റെ മകൾ. എടുത്തടിച്ചതുപോലെയുള്ള അവരുടെ പ്രതികരണം കണ്ട് അവൻ തരിച്ചിരുന്നു പോയി. ഞാൻ ചെയ്തത് തെറ്റാണെന്നറിയാം. സ്വന്തം മകളാണ് കുറ്റക്കാരി എന്നറിയുമ്പോൾ ഉള്ള ഒരു നിസ്സഹായാവസ്ഥ. ആ സ്വാർത്ഥത ഏതൊരു അമ്മയും ചെയ്യുന്നതേ ഞാനും ചെയ്തുള്ളൂ. ഞാനൊരു അമ്മയായി പോയില്ലേ സാർ?
സമൂഹത്തിലെ എൻ്റെ വില, ഞാൻ കെട്ടിപ്പൊക്കിയ അന്തസ്സ് എല്ലാം ഒരു നിമിഷം ചോർന്നൊലിച്ചു പോകുമെന്ന് കരുതിയപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു പോയി. മാപ്പ് അർഹിക്കുന്നില്ല എന്നറിയാം. എന്നിരുന്നാലും നിങ്ങൾ തരുന്ന ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞാൻ ഒരുക്കമാണ്. പാർവതി, അവൾ ഒരിക്കലും അറിയാൻ ഇടവരരുത്. എൻ്റെ മകളാണ് അവളുടെ ജീവിതം നശിപ്പിച്ചതെന്ന്. അവസാന സമയത്തെങ്കിലും ഒരു മകളുടെ സ്നേഹം ഞാൻ അനുഭവിച്ചോട്ടെ സാർ, ഒരു അപേക്ഷയാണ്. അവർ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞവസാനിപ്പിച്ചു. അർദ്ധോക്തിയിൽ പറഞ്ഞവസാനിപ്പിച്ച ആ വാക്കുകൾക്ക് അകമ്പടിയായി അവരുടെ അടക്കിപ്പിടിച്ച തേങ്ങലുകൾ ആ മുറിയാകി ഒഴുകി നടന്നു. ഡോക്ടർ, എനിക്ക് വേണമെങ്കിൽ നിങ്ങളെയും പ്രതിപട്ടികയിൽ ചേർക്കാമായിരുന്നു. എന്നാൽ മനഃപൂർവ്വമാണ് ഞാനത് ഒഴിവാക്കിയത്. സത്യത്തിൽ നിങ്ങൾ തെറ്റുകാരിയല്ല. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മകൾ തെറ്റുകളിലേക്ക് നിങ്ങളെ വലിച്ചയക്കുകയായിരുന്നു. ഡോക്ടർ പറഞ്ഞല്ലോ, പേര്, പ്രശസ്തി, പണം. അതിനിടയിൽ കാണാതെ പോയ ഒന്നുണ്ട്, സ്വന്തം മകൾ. ഓരോ മാതാപിതാക്കൾക്കും തൻ്റെ മകളുടെ ജീവിതം താൻ പ്രതീക്ഷിക്കുന്ന തരത്തിലാവണമെന്ന ആഗ്രഹമുണ്ടാകും. എന്നാൽ തൻ്റെ ആഗ്രഹത്തിന് വിപരീതമായി അവർ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. കാര്യങ്ങളെ അതിൻ്റെ അങ്ങേയറ്റം നല്ലതും ചീത്തയും മാത്രമായും കാണുകയും എന്നാൽ അതിനപ്പുറം നല്ല കാര്യങ്ങളെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ കഴിയുന്നവരായിരിക്കണം യഥാർത്ഥ മാതാപിതാക്കൾ. ഇത്തരം സ്വഭാവ സവിശേഷതകൾ തൻ്റെ മകളുടെ ഭാഗത്ത് കാണുമ്പോൾ തീർച്ചയായും ഡോക്ടർ അന്നേരം തന്നെ പ്രതിഷേധിക്കേണ്ടതായിരുന്നു. സ്നേഹം ആഗ്രഹിക്കുന്നതിനോടൊപ്പം അത് തിരിച്ചു നൽകാനും കഴിയണം. എന്നാലേ മക്കളും മാതാപിതാക്കളും തമ്മിൽ ഒരു ബന്ധം നിലനിൽക്കുകയുള്ളൂ. അത് ഞാൻ അറിഞ്ഞത് പാർവതിയുടെ വീട്ടിൽ നിന്നാണ്. ഒരു മകൾ മാതാപിതാക്കൾക്ക് എങ്ങനെയായിരിക്കണമെന്നും മാതാപിതാക്കൾക്ക് മക്കൾ എങ്ങനെയായിരിക്കണമെന്നും അവരാണ് എന്നെ പഠിപ്പിച്ചത്. നിങ്ങൾക്ക് ഇവിടെ തന്നെ തുടരാം. ഈ നാടിനു വേണ്ടിയും ഒരുപാട് പാർവതിമാരെ ഇനിയും സുഖപ്പെടുത്തുന്നതിന് വേണ്ടിയും ഞാനിതാ നിങ്ങളെ വെറുതെ വിടുന്നു. നിറഞ്ഞു തുളുമ്പിയ കണ്ണുനീരുമായി കൈകൾ കൂപ്പി നിൽക്കുന്ന ഡോക്ടറുടെ മുഖം കണ്ടുകൊണ്ട് അവൻ ആ മുറി വിട്ടിറങ്ങി. ജീപ്പിൽ കയറി സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ടു മുമ്പായിട്ടാണ് സീറ്റിൽ വെച്ചിരുന്ന മൊബൈൽ ബഹളം വെച്ചത്. ഇടത് കൈ കൊണ്ട് അവൻ എടുത്തു നോക്കി. കൊച്ചുറാണിയാണല്ലോ. പതിവായി കേൾക്കാറുള്ള ആ നീട്ടിവിളി. സാറേ. എന്താ കൊച്ചുറാണി, പറയൂ. സാർ, കുട്ടിയെ അറസ്റ്റ് ചെയ്തുട്ടാ. ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുന്ന വഴിയാണ്. പിന്നെ ഇത്തിരി ബലപ്രയോഗം വേണ്ടി വന്നു. കൂടാതെ അവരുടെ മുറിയിൽ നിന്നും വില കൂടിയ കുറച്ച് മയക്കുമരുന്നുകൾ എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഇഞ്ചക്ഷനുകളും വെള്ള നിറത്തിലുള്ള ചെറിയ പൊടി പാക്കറ്റുകളും കണ്ടെത്തിയിട്ടുണ്ട്. ആ തിരക്കിനിടയിൽ ആ കുട്ടി ആരെയൊക്കെയോ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഫോൺ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് സാർ. വെരി ഗുഡ്, ഗ്രേറ്റ് ജോബ്. ഫോർമാലിറ്റികളെല്ലാം കഴിഞ്ഞതിന് ശേഷം വേണ്ടതുപോലെ ചെയ്യേ. ഞാൻ 2-3 ദിവസം അവധിയിലാണ്. സാർ, എന്ത് പറ്റി? ഒന്നുമില്ല, ചുമ്മാ ഒരു മൂഡ് ഓഫ്. മനസ്സിലായി സാർ. കേസ് കണ്ടുപിടിച്ചതിന്റെ സന്തോഷം കൂട്ടുകാരുമായി അടിച്ചു പൊളിക്കാനായിരിക്കും ഈ അവധിയെടുക്കൽ. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നോ, അപ്പോൾ ഓക്കെ കൊച്ചുറാണി, എല്ലാം പറഞ്ഞ പോലെ. കൊച്ചുറാണിയോട് ചിരിച്ചും കളിച്ചും സംസാരിച്ചുവെങ്കിലും മനസ്സിൽ വല്ലാത്ത കുറ്റബോധം അവനെ വേട്ടയാടുന്നുണ്ടായിരുന്നു. ഡോക്ടർ ഒരു നല്ല സ്ത്രീയാണ്. ഞാൻ എന്തെങ്കിലും അനാവശ്യമായി അവരോട് പെരുമാറിയോ? അങ്ങനെയൊന്നും അവരോട് പറയേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പോൾ തോന്നുന്നു. അവരുടെ മനസ്സ് ഒത്തിരി വിഷമിച്ചു കാണും. നിറഞ്ഞ കണ്ണുമായി കൈകൾ കൂപ്പി നിൽക്കുന്ന ചിത്രം മനസ്സിൽ നിന്നും മായുന്നില്ല. നേരെ വീട്ടിൽ ചെന്ന് വസ്ത്രം മാറി കുറച്ചു നേരം തനിയെയിരുന്നു. വീണ്ടും അതിനെപ്പറ്റി ആലോചിച്ചു. അവനിൽ നിന്നും കുറ്റബോധം വിട്ടകലുന്നില്ല. എന്തോ വലിയൊരു തെറ്റ് ചെയ്ത പോലെ അവന് തോന്നി. നേരെ അച്ഛൻ്റെ മുറിയിലേക്ക് നടന്നു. ഓണത്തിനും വിഷുവിനും മാത്രം തുറക്കാറുള്ള അലമാരയിലേക്കൊന്ന് കണ്ണോടിച്ചു. ഇതെന്റെ വിജയമല്ല, കഷ്ടപ്പെട്ട് നേടി വിജയിച്ചതല്ല. ഡോക്ടർ എന്നെ ജയിപ്പിക്കുകയായിരുന്നു. പിച്ചയായി കിട്ടിയൊരു ജയം. അവന്റെ മനസ്സിൽ കുറ്റബോധം തളം കെട്ടി നിന്നു. ഔദാര്യമായി കിട്ടിയ വിജയത്തിനോട് അഹങ്കരിക്കാൻ പാടില്ല എന്ന് അച്ഛൻ്റെ വാക്കുകളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വില കൂടിയ മദ്യക്കുപ്പി ഒന്നെടുത്ത് തെളിഞ്ഞ ഗ്ലാസ്സിലേക്ക് അവൻ പകർന്നു. വേദനകൾ അകറ്റുവാൻ വേണ്ടി മദ്യം ചുണ്ടോടടിപ്പിച്ചു. വില കൂടിയ മദ്യമായിരുന്നിട്ടും വല്ലാത്തൊരു ചവർപ്പ് അവൻ അനുഭവപ്പെട്ടു. അപ്പോഴും ചുണ്ടുകൾ മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. ഡോക്ടർ, അവരെന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്? അവർക്ക് വേണമെങ്കിൽ ഈ കഥകൾ തന്നിൽ നിന്നും ഒളിപ്പിച്ചു വെക്കാമായിരുന്നു. ആ കുട്ടിക്ക് പരാതിയില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ എങ്ങനെ കേസ് തെളിയിക്കും? ഡോക്ടർ, നിങ്ങളാണ് യഥാർത്ഥ അമ്മ. നിങ്ങൾക്കൊരിക്കലും തെറ്റുപറ്റുകയില്ല. ഭാഗ്യമില്ലാത്ത മകൾ. അമ്മയുടെ സ്നേഹം അനുഭവിക്കാനും വേണം ഒരു യോഗം. ഗ്ലാസ്സിലെ അവസാന തുള്ളികളും വായിലേക്ക് ഒഴിച്ചവൻ തലയുയർത്തി ചുവരിലേക്ക് നോക്കി. തിളങ്ങുന്ന തുളസിമാലയുടെ നടുക്കായി മിന്നുന്ന വെളിച്ചത്തിൽ അമ്മയുടെ ചിരിച്ച മുഖം. എന്തിനാണമ്മേ എന്നെ തനിച്ചാക്കി പോയത്? മറ്റുള്ളവർ മക്കളെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അമ്മയോട് ദേഷ്യം തോന്നും കേട്ടോ. കണ്ണിൽ നിന്നും പൊടിഞ്ഞ കണ്ണുനീർ അവൻ പുറം കൈകൊണ്ട് തുടച്ചു. അമ്മ കളിയാക്കുകയാണല്ലേ? പോലീസുകാർ കരയുന്നത് കണ്ട് ചിരിക്കുകയാണല്ലേ അമ്മ? ചിരിച്ചോളൂ. എൻ്റെ വിഷമം അമ്മയ്ക്കറിയില്ലല്ലോ. എത്ര വലിയ പോലീസുകാരനായിരുന്നാലും ഞാൻ അമ്മയുടെ മകനായതിനു ശേഷമല്ലേ പോലീസായത്. ആ ഫോട്ടോയിൽ നോക്കിക്കൊണ്ടവൻ കട്ടിലേക്ക് പതിയെ ചാഞ്ഞു. മദ്യത്തിന്റെ ലഹരിയിൽ അവൻ ചെറുതായൊന്ന് മയക്കത്തിലേക്ക് വീണു. മൊബൈലിലെ ശബ്ദം കേട്ടാണ് അവൻ ഞെട്ടി എഴുന്നേറ്റത്. അപ്പോഴും മറതലയ്ക്കൽ ഹലോ ശബ്ദം കേൾക്കാമായിരുന്നു. അവൻ എഴുന്നേറ്റ് മുറിയുടെ പുറത്തേക്ക് നടന്നു. പറയൂ ഡോക്ടർ. മോനെ സേതു. അത് കേട്ടതും അവന്റെ ശരീരത്തിലൂടെ എന്തോ ഒന്ന് മിന്നിമറിഞ്ഞു പോയതുപോലെ തോന്നി അവന്. അമ്മയാണോ? തന്റെ മൗനത്തിനെ കീറി മുറിച്ചുകൊണ്ട് അവർ വീണ്ടും പറഞ്ഞു തുടങ്ങി. എൻ്റെ മകൾ, എനിക്ക് അവളെ ഒന്ന് കാണാൻ സാധിക്കുമോ? വേണ്ട ഡോക്ടർ, ഇപ്പോഴത്തെ ചുറ്റുപാടിൽ നിങ്ങളവരെ കാണണ്ട. സമൂഹം നിങ്ങളെ കളിയാക്കും.
ഒരമ്മയുടെ വേദന എനിക്ക് മനസ്സിലാവും. ചില സമയങ്ങളിൽ ഞാനും ഡോക്ടറെ ഒരമ്മയുടെ സ്ഥാനത്ത് കണ്ടുപോയി. ആ മോനെ എന്നുള്ള വിളി എൻ്റെ അമ്മ വിളിക്കുന്ന പോലെയുണ്ട്. ഈ ഡോക്ടർ അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. സാരമില്ല മോനെ, അമ്മയുടെ വിഷമം കൊണ്ട് പറഞ്ഞതാ. എല്ലാം ഒന്ന് ശാന്തമാകട്ടെ. ഡോക്ടർ, നമുക്ക് സാവധാനം പോയി കാണാം. പിന്നെ സേതു ഒരു ഉപകാരം ചെയ്യാമോ? എന്താ ഡോക്ടറെ? മോന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ പാർവതിയെ ബാംഗ്ലൂർ വരെ കൊണ്ടുവിടാമോ? തനിച്ചു വിടാൻ ഭയമായതുകൊണ്ടാണ്. ഡോക്ടർ, ഒഴിവൊന്നും പറയരുത്. മോനെപ്പോലെ വിശ്വസ്തനായ ഒരുവന്റെ കൂടെ പറഞ്ഞയക്കുമ്പോൾ പിന്നെ പേടിക്കാനൊന്നുമില്ലല്ലോ. ഇന്ന് വേണമെന്നില്ല. ഇന്ന് അവൾ എൻ്റെ കൂടെ നിൽക്കട്ടെ. നാളെ സൺഡേ, തിങ്കളാഴ്ച അവൾക്ക് ജോലിയിൽ പ്രവേശിക്കുന്നതിന് വേണ്ടിയാണ്. ഞാൻ തിരിച്ചു വിളിക്കാം ഡോക്ടർ. അത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ബാംഗ്ലൂർ എന്ന് ഉരുവിട്ടുകൊണ്ട് ഉമ്മറത്ത് കിടന്ന ചാരുകസാരയിലേക്ക് അവൻ ചാരിയിരുന്നു. മനസ്സിൽ മായാതെ കിടക്കുന്ന ബാംഗ്ലൂരിലെ ഓരോ നിമിഷങ്ങൾ. വിരസമായ ചിന്തകൾ മനസ്സിനെ വേട്ടയാടാൻ തുടങ്ങിയപ്പോൾ എഴുന്നേറ്റ് പോയി എഴുതി കൂട്ടിയ പേപ്പറുകൾ ഒന്നൊന്നായി മറിച്ചു നോക്കി. ഒന്ന് ഓടിച്ചു വായിച്ചു നോക്കി. ഡോക്ടറുടെ പേര് ഇതിലെവിടെയെങ്കിലും പരാമർശിച്ചിട്ടുണ്ടാവുമെന്ന് അവനത് വായിച്ചു തുടങ്ങി. അന്ന് ഏപ്രിൽ ഒരു തിങ്കളാഴ്ച രാത്രി 2 മണിക്ക് പാർവതി എന്ന വിദ്യാർത്ഥിനിയുടെ പൈശാചികമായ പീഡനത്തിന് പിറകിൽ നടന്ന ക്രൂരകൃത്യങ്ങൾ അത് സംബന്ധിച്ച് തയ്യാറാക്കിയ കുറ്റപത്രം ഒറ്റ നോട്ടത്തിൽ അവൻ അതിലെഴുതിയത് ഒന്നൊന്നായി താഴോട്ട് വായിച്ചുകൊണ്ടേയിരുന്നു. രാത്രി 2:30 ആശുപത്രിയിൽ നിന്നും ഡോക്ടർ ഇക്കാര്യം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയുന്നത്. സംശയാസ്പദമായ സാഹചര്യത്തിൽ ഡോക്ടറുടെ തന്നെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രോഗിയോടൊപ്പം വന്ന ചെറുപ്പക്കാരനെ അന്നേരം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തുടരന്വേഷണത്തിൽ പ്രതി കുറ്റക്കാരനല്ലെന്ന് തെളിയുകയും ചെയ്തു. അവൻ ചെയ്തത് ഇത്രമാത്രം: രാത്രിയിൽ വഴിയോരത്ത് നടന്നൊരു സംഭവം ആശുപത്രി അധികൃതരെ അറിയിക്കുകയും ആ കുട്ടിയുടെ ജീവന് സഹായകമായി കൂടെ നിൽക്കുകയും ചെയ്തു. ആ യുവാവിന്റെ പേര് സുധി. പേരും മേൽവിലാസവും തീർച്ചപ്പെടുത്തി. അതിനുശേഷം അവൻ ചെയ്ത കർമ്മത്തിന് പ്രശംസിച്ചുകൊണ്ട് പോലീസ് അവരെ മടക്കി അയച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ രോഗി അതീവ ഗുരുതരാവസ്ഥയിലായതുകൊണ്ടും മാനസിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നതുകൊണ്ടും വ്യക്തമായൊരു മൊഴിയെടുക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞില്ല. എന്നിരുന്നാലും അവരുടെ ഭാഗത്തു നിന്നും ഒരു സ്ത്രീയാണ് ചെയ്തതെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. അതിനെ തുടർന്ന് ആ കുട്ടിയെ ചികിത്സിച്ച ഡോക്ടറുടെ പരാതിയെ തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം ആ കുട്ടി ഡോക്ടറോട് അന്നുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞപ്പോൾ ആ വിവരങ്ങൾ സ്ഥലത്തെ SI ആയിരുന്ന മിസ്റ്റർ സേതുമാധവനെ നേരിട്ട് അറിയിക്കുകയാണ് ഉണ്ടായത്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായൊരു നിരീക്ഷണത്തിലൂടെയാണ് കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവർ നൽകിയ 4 കുട്ടികളുടെ പേര്: സ്റ്റെഫി കുര്യൻ, എറണാകുളം സ്വദേശിനി, 23 വയസ്സ്; നയന അശോക്, 23 വയസ്സ്, പെരുമ്പാവൂർ സ്വദേശിനി; അളകന്ത N നായർ, 23 വയസ്സ്, ആലപ്പുഴ സ്വദേശിനി; മെർലിൻ ജോസഫ്, 22 വയസ്സ്, കോട്ടയം സ്വദേശിനി എന്നിവരുടെ വീടുകളിൽ പോയി രഹസ്യമായി വിവരങ്ങൾ ശേഖരിച്ചുവെങ്കിലും അവരുടെ വീട്ടുകാരുടെ മൊഴികളിൽ നിന്നും യാതൊരു തരത്തിലുള്ള അസാധാരണമായ സംഭവങ്ങൾ ഒന്നും പകർത്തിയെടുക്കാൻ കഴിഞ്ഞില്ല. മൊഴികൾ ഏകദേശം ഒരേ തരത്തിലായതുകൊണ്ട് കേസിന് ആസ്പദമായ ഒന്നും തന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് വേണം പറയാൻ. അവരുടെ എല്ലാ മൊഴികളിൽ പൊതുവായ ഒരു പേര് കേസിന്റെ സുപ്രധാനമായ വഴിത്തിരിവിലേക്ക് പോലീസിനെ കൊണ്ട് എത്തിക്കുകയായിരുന്നു. ആശുപത്രിയിൽ നിന്നും പീഡനത്തിനിരയായ കുട്ടിയിൽ നിന്ന് പോലും ലഭിക്കാതിരുന്ന ഒരു കഥാപാത്രം. പിന്നീട് പോലീസിന്റെ ശ്രദ്ധ മുഴുവനും ആ കുട്ടിയിലേക്ക് മാത്രമായി ഒതുങ്ങി. ബാംഗ്ലൂർ, അതായിരുന്നു അവരുടെ താവളം. പൈസ ചെലവിടാൻ അവൻ തെരഞ്ഞെടുത്ത പഠന മേഖലയായിരുന്നു ഫാഷൻ ഡിസൈനിങ്. സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്നതും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ പുറകോട്ട് നിൽക്കുന്നതുമായ വിദ്യാർത്ഥിനികൾ എളുപ്പം തിരഞ്ഞെടുക്കുന്ന ഒരു പഠന വിഷയം. പിന്നീടുള്ള കേസന്വേഷണം ബാംഗ്ലൂർ മാത്രമായി ഒതുങ്ങി. ബാംഗ്ലൂരിലെ ഈ 4 പെൺകുട്ടികൾ പഠിക്കുന്ന കോളേജിലാണ് പരാതിക്കാരിയുടെയും വിദ്യാഭ്യാസം നടന്നുകൊണ്ടിരുന്നത്. സാധാരണയായി കോളേജുകളിൽ നടക്കാറുള്ള റാഗിംഗ് തുടക്കത്തിലെ തന്നെ നടന്നുവെങ്കിലും സുന്ദരിയും നാട്ടിൻപുറത്തുകാരിയായ പാർവതി എന്ന പെൺകുട്ടിയുടെ മേൽ അവരുടെ കണ്ണുകൾ എപ്പോഴും വലയം വെച്ചുകൊണ്ടേയിരുന്നു. സമയം കിട്ടുമ്പോഴേക്ക് അതിനവർ മുതിർന്നു. ഒരു രസം, അവളുടെ കണ്ണുനീരിൽ അവർ ആനന്ദം കണ്ടെത്തിയിരുന്നു. ഹോസ്റ്റലിലെ ശല്യം സഹിക്കാതായപ്പോൾ 1-2 തവണ അവൾ പ്രിൻസിപ്പലിനോട് പരാതി നൽകിയെങ്കിലും പ്രയോജനമൊന്നും ഉണ്ടായിരുന്നില്ല. അതവൾക്ക് പാർവതിയുടെ മേലുണ്ടായിരുന്ന ദേഷ്യത്തിൽ അളവ് കൂട്ടാൻ മാത്രമേ ഉപകരിച്ചുള്ളൂ. അപ്പോഴാണ് കൂടെ പഠിക്കുന്ന മറ്റു കൂട്ടുകാരികളുടെ സഹായത്താൽ ഒരു പെയിൻ ഗസ്റ്റായി ഒരു വീട്ടിലേക്ക് താമസം മാറ്റാൻ അവൾ തീരുമാനിച്ചത്. ഒരു വൃദ്ധയും പ്രായമായ സ്ത്രീയും മാത്രമാണ് ആ വീട്ടിൽ താമസിച്ചിരുന്നത്. പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു എന്ന് കരുതി സന്തോഷത്തോടെ നാളുകൾ തള്ളി നീക്കുമ്പോഴായിരുന്നു വീണ്ടും അവരുടെ അതിക്രമം അരങ്ങേറാൻ തുടങ്ങിയത്. പ്രതികാരത്തിന് തയ്യാറായ ആ 4 പേർ വളരെ വേഗത്തിൽ അവളുടെ താമസ സ്ഥലം കണ്ടുപിടിച്ചു. എന്നാൽ നേരിട്ടുള്ള ഒരു ഇടപെടൽ കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴി തെളിയിക്കുമെന്ന കാരണത്താലാണ് അവർ അവരുടെ നേതാവും പ്രിയ കൂട്ടുകാരിയുമായ മാളവിക കൃഷ്ണമൂർത്തിയുടെ സഹായം തേടിയത്. മയക്കുമരുന്നിന്റെയും ലഹരി വസ്തുക്കളുടെയും അടിമയായ മാളവിക ഒരു സ്വർഗ അനുരാഗി കൂടിയായിരുന്നു. മയക്കുമരുന്നിന് അടിമപ്പെട്ടവരായതുകൊണ്ട് ആ കൂട്ടുകെട്ടിനൊരു പ്രത്യേക ശക്തിയായിരുന്നു. ഒഴിച്ചുകൂടാത്തൊരു ബന്ധമായിരുന്നു അവർ തമ്മിൽ. ആവശ്യത്തിന് പണവും സുന്ദരികളായ കൂട്ടുകാരികളും നഗരങ്ങളിലെ കറങ്ങി നടക്കൽ. അവധി ദിവസങ്ങളിൽ ഈ 4 പേരുടെ വീട്ടിൽ സന്ദർശനം എല്ലാം കൊണ്ടും മാളവിക സംതൃപ്തിയായിരുന്നു. ആ ഒറ്റ കാരണം മുതലെടുത്താണ് ഈ 4 പേർ തങ്ങളുടെ ആവശ്യം മാളവികയെ അറിയിച്ചത്.
ആ സുന്ദരിയെ അവർ മാളവികയ്ക്ക് നേരിട്ട് കാണിച്ചു കൊടുത്തപ്പോൾ അവരുടെ മനസ്സിൽ ഉറങ്ങിക്കിടന്ന വികാരങ്ങൾ അണപൊട്ടി ഒഴുകുകയായിരുന്നു. ഒരേ ഒരു തവണ അവളുടെ നഗ്ന ചിത്രങ്ങൾ തങ്ങൾക്ക് ലഭിച്ചാൽ മതി, ബാക്കി ഞങ്ങളേറ്റു എന്നുള്ള ഉറപ്പിന്മേൽ മാളവികയെ ഈ ദൗത്യത്തിനായി അവർ ചുമതലപ്പെടുത്തി. എന്നാൽ മാളവിക ബുദ്ധിശാലിയായിരുന്നു. എടുത്തുചാടി ഒന്നും ചെയ്യാതെ പതിയെ പതിയെ അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തുകയായിരുന്നു. അവളോടൊരു പ്രത്യേക താല്പര്യം മാളവികയ്ക്ക് ഉണ്ടായിരുന്നു. അവളുടെ സൗന്ദര്യം അവളെ മത്തുപിടിപ്പിച്ചിരുന്നു. മറ്റുള്ളവരെ പോലെ പാർവതിയോട് അവൾക്ക് പ്രതികാരമല്ലായിരുന്നു, പകരം പ്രണയമായിരുന്നു. ഒരാണിന് പെൺകുട്ടിയോട് തോന്നുന്നതിനേക്കാളും 10 മടങ്ങ് പ്രണയം. അതിനുവേണ്ടി അവൾ ആദ്യം ചെയ്തത് ശിഖ താമസിക്കുന്ന വീടിന്റെ താഴെഭാഗത്ത് ഒരു പെയിൻ ഗസ്റ്റായി രംഗപ്രവേശനം ചെയ്തുകൊണ്ടായിരുന്നു. അവിടെ താമസമാക്കി അവൾ പതിയെ മുകളിലുള്ള വീട്ടുകാരുമായി നല്ല ബന്ധം സ്ഥാപിച്ചു. അവളോട് ചിരിച്ചും കളിച്ചും തമാശ പറഞ്ഞ് പതിയെ അവളുടെ ചങ്ങാത്തം പിടിച്ചു പറ്റി ഒരു നല്ല കൂട്ടുകാരിയെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു പാർവതി. എന്നാൽ അവൾ അറിഞ്ഞിരുന്നില്ല മാളവികയുടെ മനസ്സിലെ ദുഷിച്ച സ്വഭാവങ്ങളും ചീത്ത കൂട്ടുകെട്ടുകളും. ഒരിക്കൽ മയക്കുമരുന്നിന് അടിമയായി അവൾ ലഹരിയിൽ മതിമറന്നു പോയതിനെ തുടർന്ന് പാർവതിയെ തന്റെ റൂമിലേക്ക് വിളിച്ചു വരുത്തി. ഉള്ളിൽ കുത്തിയിറക്കിയ മയക്കുമരുന്നിന്റെ സ്വബോധം നഷ്ടപ്പെട്ട അവളിൽ തന്റെ വികാരം തലപൊക്കുവാൻ തുടങ്ങി. അവൾ പതിവിലും വിപരീതമായി പെരുമാറാൻ തുടങ്ങി. തന്റെ വസ്ത്രങ്ങൾ നീക്കം ചെയ്തു. ഒരു ഭ്രാന്തിയെപ്പോലെ അവളുടെ അടുത്തേക്കെടുത്തു. കുതിറിയോടിയ പാർവതി തന്റെ വാടക വീട്ടുകാരോട് കാര്യമെല്ലാം തുറന്നു പറഞ്ഞു. പലരോടും പരാതിപ്പെട്ടെങ്കിലും നഗരത്തിലെ പെൺകുട്ടികളുടെ ഒരു വിനോദമായി, ഒരു സാധാരണ സംഭവമായി കണക്കിലെടുത്ത് അവർ തള്ളിക്കളയുകയായിരുന്നു. ആ വീട്ടിൽ നിന്നും അവളെ ഒഴിവാക്കിയ സംഭവം ഈ 4 പേരെക്കാളും മാനസികമായി മാളവികയുടെ മനസ്സിൽ ഒരു മുറിവേൽപ്പിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ പാവം പാർവതി അറിഞ്ഞിരുന്നില്ല ഈ 4 പേരുടെ നേതാവാണ് മാളവിക എന്നുള്ള കാര്യം. ശിഖയുടെ മനസ്സിൽ ഈ 4 പേരുടെ ചിത്രം മാത്രമാണ് ഉണ്ടായിരുന്നത്. അവളുടെ മനസ്സിൽ ചീത്ത കൂട്ടുകാരി മാത്രമായിരുന്നു മാളവിക. ഒരവസരത്തിന് വേണ്ടി അവർ കാത്തിരുന്നുവെങ്കിലും അവരുടെ മനസ്സിൽ നിന്നും ആ പ്രതികാരം പതിയെ പതിയെ കെട്ടടങ്ങിയിരുന്നു. ആ 4 പേരുടെ മനസ്സിൽ നിന്നും അത് മാഞ്ഞു പോയിരുന്നുവെങ്കിലും മാളവികയുടെ മനസ്സിൽ അത് ശക്തിയേറി വന്നു. തന്റെ കയ്യിൽ നിന്നും ആദ്യമായിട്ടാണ് ഒരു പെണ്ണ് രക്ഷപ്പെടുന്നതെന്ന ഒരു പ്രതികാരദാഹം അവൾ തന്റെ മനസ്സിന്റെ കോണിൽ ഒരു ഭാഗത്ത് സൂക്ഷിച്ചു വെച്ചു. പഠിപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പല വഴിക്ക് തിരിഞ്ഞുവെങ്കിലും അവർ ഇടവേളകളിൽ സന്ധിക്കാറുണ്ടായിരുന്നു. തന്റെ വീട്ടിലെ കഷ്ടതകൾ കണക്കിലെടുത്ത് പാർവതി ഓരോരോ ജോലിക്കായി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി ബാംഗ്ലൂരിലെ ഒരു എക്സ്പോർട്ട് കമ്പനിയിൽ ജോലി ലഭിക്കാൻ സാഹചര്യമുണ്ടായത്. ഒരുപാട് സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു അവൾക്കും അവളുടെ കുടുംബത്തിനും. കേസിന് ആധാരമായ ആ സംഭവം നടക്കുന്നത് അന്നായിരുന്നു. എന്തോ ചില കാരണങ്ങളാൽ വാഹനപ്പണിമുടക്കുള്ള കാര്യം പാർവതി മുൻകൂട്ടി അറിഞ്ഞിരുന്നില്ല. ചില ദീർഘദൂര സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ടായിരുന്നു. ആലപ്പുഴയിൽ വന്ന കൂട്ടുകാരികളെല്ലാം ആഘോഷിച്ച് തിരിച്ചു പോകുന്ന വേളയിലാണ് കാർ ഓടിച്ച നയന വഴിയിൽ ബസ് കാത്തു നിൽക്കുന്ന പാർവതിയെ കണ്ടത്. കൂട്ടത്തിൽ അളകനന്ദയാണ് പറഞ്ഞത്, പാവം ബസ് കാത്തു നിൽക്കുകയാണെന്ന് തോന്നുന്നു. അവൾ ബാംഗ്ലൂർക്കാണെങ്കിൽ നമ്മുടെ ഒപ്പം കൂട്ടാമല്ലേ? വേണ്ട, അവൾക്ക് നമ്മളോട് ദേഷ്യം കാണുമായിരിക്കും എന്ന ഒറ്റ കാരണത്താൽ അവളെ വേണ്ട എന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ മാളവികയാണ് അവളെ വിളിക്കാന്ന് വാശി പിടിച്ചത്. നയന പോയി പാർവതിയെ വിളിച്ചപ്പോഴേക്കും ആദ്യം അവളൊന്ന് എതിർത്തെങ്കിലും പഴയതെല്ലാം ഞങ്ങൾ മറന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവളെ വണ്ടിയിലേക്ക് ആനയിച്ചു. രാത്രി ആയതുകൊണ്ടും ബസ്സൊന്നും കാണാതിരുന്നത് കൊണ്ടും പിറ്റേന്ന് ജോലിയിൽ ഹാജരാകേണ്ടതുകൊണ്ടും പഴയ കൂട്ടുകാരികൾ സ്നേഹത്തോടെ വിളിച്ചപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് വണ്ടിയുടെ നടുവിലത്തെ സീറ്റിൽ കയറിയിരുന്നു. യാത്രയിലെ കോളേജിലെ പഴയ കഥകൾ പറഞ്ഞ് ചിരിച്ചു കളിച്ച് യാത്ര ചെയ്യുകയായിരുന്നു അവർ. വഴിയരികിൽ പലയിടത്തും സമര അനുകൂലികൾ വഴി തടയുന്നത് കണ്ടുകൊണ്ടാണ് ഈ ഇടവഴിയിലേക്ക് വണ്ടി തിരിച്ചത്. വഴിയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയപ്പോഴും പിൻസീറ്റിൽ മാളവിക ലഹരിയിൽ മയങ്ങിക്കിടക്കുന്ന വിവരം പാർവതി അറിഞ്ഞിരുന്നില്ല. അളകനന്ദയും ശിഖയും കൂടി ഭക്ഷണം വാങ്ങുവാൻ കടയിലേക്ക് പോയപ്പോൾ മെർലിൻ അവളെ തട്ടി ഉണർത്തി. ഭക്ഷണം വേണ്ട എന്ന ചോദ്യത്തിന് ഉത്തരമായി അവൾ ചോദിച്ചത് പാർവതി എവിടെയെന്നായിരുന്നു. അന്നേരം മാളവിക അവരോട് അപേക്ഷിക്കുകയായിരുന്നു, ദൈവം തന്നതാടി ഈ ഒരു മുഹൂർത്തം. നീ ആളൊഴിഞ്ഞ് എവിടെയെങ്കിലും വണ്ടി ഒന്ന് ഒതുക്ക്, ഒരുപാട് കാലത്തെ ആഗ്രഹമാണ്. അത് കേട്ടവർ ചിരിച്ചുകൊണ്ട് തലയാട്ടുകയായിരുന്നു. രാത്രിയിലെ കുളിരും കൂട്ടത്തിൽ മണപ്പിക്കാൻ മരുന്നും പാർവതിയുടെ പപ്പും തോലും ഇന്നവൾ പറിക്കുമെന്നാ തോന്നുന്നത്. നയനയുടെ വാക്കുകൾ കേട്ടപ്പോൾ എല്ലാവരും ചേർന്ന് ഒരു തീരുമാനത്തിലെത്തിയിരുന്നു. ഭക്ഷണം കഴിച്ചതിന്റെ ശേഷം നയനയും മാളവികയും ഒഴിച്ച് എല്ലാവരും മയക്കത്തിലേക്ക് വീണിരുന്നു. ആളൊഴിഞ്ഞൊരിടത്ത് വണ്ടി ഒതുക്കി അതേ സമയത്ത് തന്നെ കയ്യിലിരുന്ന ബോട്ടിൽ കൊണ്ട് മാളവിക പാർവതിയുടെ തലക്കടിച്ചു. ചെറുതായി അവൾ ശബ്ദിച്ചുവെങ്കിലും ഉറക്കത്തിൽ നിന്നും ഉണരുന്നതിന് ആവശ്യമായ ഒരു ശബ്ദം അവിടെ മുഴങ്ങിയിരുന്നില്ല. കാറിന്റെ ഓരത്തിരുന്ന് പാർവതിയെയും താങ്ങി മാളവിക ഇരുട്ടിലേക്ക് മാഞ്ഞപ്പോൾ നയന ഉള്ളുകൊണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫോൺ വീണ്ടും റിങ് ചെയ്തത്. വായിച്ചു തുടങ്ങിയ ഭാഗം മടക്കി വെച്ചുകൊണ്ടവൻ ഫോൺ എടുത്ത് നോക്കി. കൊച്ചുറാണിയാണല്ലോ. സാർ, പത്രക്കാർ വന്നിരുന്നു. വിശദാംശങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് എല്ലാം എഴുതിയെടുത്തുകൊണ്ട് പോയി. കൊച്ചുറാണി ഞാൻ പറഞ്ഞതല്ലേ കാര്യങ്ങൾ ആരോടും വെളിപ്പെടുത്തണ്ട എന്ന്. സാർ, സെൻസേഷനുള്ള ന്യൂസാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ സാറിന്റെ പേര് 4 ആൾ അറിയാൻ വേണ്ടിയാ സാർ. കുട്ടിയുടെ മാതാപിതാക്കളെ കുറിച്ച് വല്ലതും ചോദിച്ചോ? വേറെ ഒന്നും ചോദിച്ചില്ല സാർ, ഞാനൊന്നും പറയാനേ നിന്നില്ല.
അവരെല്ലാം അറിഞ്ഞുവെന്ന് ഇങ്ങോട്ടാണ് പറഞ്ഞത്. അവർ വീട്ടിൽ വന്നിരുന്നില്ല, സ്റ്റേഷനിൽ വന്നാണ് വിവരങ്ങൾ ശേഖരിച്ചത്. കൊച്ചുറാണി, അതെല്ലാം അവരുടെ അടവല്ലേ? നമ്മുടെ വായിൽ നിന്നും കേൾക്കാൻ വേണ്ടി അവർ നടത്തുന്ന ഓരോ കളികളാണിതെല്ലാം. അന്വേഷിച്ചത് സാറാണെന്ന് ഞാൻ എടുത്തു പറഞ്ഞു കേട്ടോ. വലിയ കാര്യമായി പോയി. അതിൻ്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ശരി ശരി, ഞാൻ കുറച്ച് തിരക്കിലാണ് ബൈ. കൊച്ചുറാണിയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് അവൻ ഫോൺ വെച്ചു. പെട്ടെന്നുള്ള ആ ഫോൺ വിളി അവൻ്റെ ചിന്തകളെ തടസ്സപ്പെടുത്തി. അസ്വസ്ഥമായ ആ നിമിഷങ്ങളിൽ ആരോടും പ്രതികരിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല അവൻ അന്നേരം. മനസ്സിൽ വേവലാതി വിട്ടുപോയിരുന്നില്ല. പത്രക്കാരെല്ലാം ഡോക്ടറെ കുറിച്ച് എന്താണ് എഴുതി പിടിപ്പിക്കുക എന്നറിയില്ലല്ലോ, ആരും അറിയില്ല എന്നവർക്ക് വാക്ക് കൊടുത്തപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ എല്ലാം വിളമ്പിയിരിക്കുന്നു. നാളെ ഡോക്ടറുടെ മുഖത്ത് താനെങ്ങനെ നോക്കും? കുറച്ച് ദിവസങ്ങളായി എന്തോ തന്നെ വേട്ടയാടുന്നു. ഈ ഭൂമുഖത്ത് എന്തോ താൻ തനിച്ചായതുപോലെ ഒരു തോന്നൽ. സ്വപ്നത്തിൽ പോലും അമ്മ തന്നെ വിളിക്കാറില്ല, അച്ഛൻ്റെ ചിരി കേൾക്കാറില്ല. ഞാൻ തെറ്റു വല്ലതും ചെയ്തു അമ്മേ? തനിക്ക് തന്നോട് തന്നെ വെറുപ്പ് തോന്നി തുടങ്ങിയിരുന്നു. പ്രഭാതത്തിലെ ഇളങ്കാറ്റിന് താപമേറിയിരിക്കുന്നു. തുറന്നിട്ട ജാലകവാതിലിലൂടെ എഴുതി തീർത്ത താളുകളെ മറച്ചു നോക്കാൻ അവരും എത്തിയിരുന്നു. കാറ്റിൽ പേപ്പറുകൾ പറന്നു പോകാൻ തുടങ്ങിയപ്പോൾ അതിനു മുൻപിലായി അവൻ വീണ്ടും ഇരുന്നു. വായിച്ചു നിർത്തിയതിൽ നിന്ന് അവൻ വീണ്ടും തുടർന്നു. ഇവളൊരു സ്ത്രീയാണോ? മറ്റൊരു സ്ത്രീയുടെ ജനനേന്ദ്രിയം കടിച്ചു മുറിക്കാൻ പാകത്തിന് അവളെ അത്രമാത്രം ലഹരി വിഴുങ്ങിയിരുന്നു. അവൻ ഭയചിത്തനായി വീണ്ടും വായന തുടർന്നു. കൈകളിൽ പറ്റിയ രക്തം കഴുകുവാനായി ഡോറിന്റെ സൈഡിലൂടെ വെള്ളക്കുപ്പി എടുത്തപ്പോഴാണ് നയന കണ്ണു തുറന്ന് മാളവികയെ നോക്കിയത്. കുളിക്കുകയായിരുന്നല്ലേ? നന്നായി വേർത്തിട്ടുണ്ടല്ലോ എന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ മറുപടിയൊന്നും പറഞ്ഞതുമില്ല. എവിടെ നിന്റെ കാമുകിയൊന്നും വീണ്ടും ചോദിച്ചപ്പോൾ നയനയ്ക്കൊരു പുഞ്ചിരിയും സമ്മാനിച്ച് കാറിൽ ചെന്നിരുന്ന് കഥകടച്ചപ്പോൾ സത്യത്തിൽ നയന കരുതിയത് പാർവതിയും കയറി കാണുമെന്നാണ്. യാത്രയിലുടനീളം നിശബ്ദതയും അവരോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. ഇടയ്ക്കിടെ പെയ്ത മഴയിൽ അവരെല്ലാവരും നിദ്രയോട് അലിഞ്ഞു ചേർന്നു, നയന ഒഴുകി. അതിർത്തികൾ താണ്ടി കർണാടകയിലേക്ക് കടക്കുമ്പോഴും തങ്ങളോടൊപ്പം പാർവതി ഇല്ലെന്ന കാര്യം മാളവിക ഒഴികെ ആരും അറിഞ്ഞിരുന്നില്ല. നേരം വെളുത്തു തുടങ്ങിയപ്പോൾ ഉറക്കം അവളെ പതിയെ മാടി വിളിച്ചു തുടങ്ങിയിരുന്നു. ആരെങ്കിലും ഒന്ന് മാറി ഓടിക്കുമോ, എനിക്ക് ഉറക്കം വരുന്നടി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കാർ ഒരു ഓരം ചേർത്ത് നിർത്തി. തൊട്ടടുത്തിരുന്ന അളകനന്ദയും നല്ല ഉറക്കത്തിലായിരുന്നു. കാറിൽ നിന്നിറങ്ങിയ നയന പുറകിലത്തെ ഡോറ് തുറന്നു നോക്കിയപ്പോൾ സ്റ്റെഫിയും മെർലിനും മാത്രം. പാർവതി എവിടെ? അവൾ കണ്ണുകൾ തിരുമ്മി ഒന്നുകൂടി നോക്കി. കാറിൽ പാർവതി ഇല്ലായിരുന്നു. അവൾ വെപ്രാളത്തോടു കൂടി മാളവികയെ വിളിച്ചുണർത്തി. കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നിട്ടും മുഖത്ത് സങ്കടഭാവങ്ങൾ വരുത്തിക്കൊണ്ട് ആരെയും ഉണർത്താതെ പിൻവശത്തെ ഡോറ് തുറന്ന് അവൾ പുറത്തേക്ക് വന്നു. നടന്ന കാര്യങ്ങളെല്ലാം നയനയ്ക്ക് വ്യക്തമാക്കി കൊടുത്തു. പറഞ്ഞതൊന്നും പൂർണ്ണമായി നയന വിശ്വസിച്ചിട്ടില്ല എന്നുള്ളത് അവളുടെ മുഖത്ത് നിന്ന് മാളവിക മനസ്സിലാക്കി. അവൾ കയറി കാണുമെന്നാണ് ഞാൻ കരുതിയത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യത്തിന് ഒന്നും ചെയ്യാനില്ല, അവൾ പാതി വഴിയിൽ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ മതി. അത് പറഞ്ഞ് അവളെ ചട്ടം കെട്ടി. ആ ശബ്ദത്തിന് അല്പം കട്ടിയുണ്ടായിരുന്നു. മാളവികയെ പിണക്കണ്ട എന്ന കാരണം കൊണ്ടാവും അവൾ തല കുലുക്കി സമ്മതിച്ചു. നയന അവളുടെ ബാഗ് ചൂണ്ടിക്കാണിച്ചു. വല്ല പുഴയിലോ കായലിലോ വലിച്ചെറിയാമെന്ന് പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കുകയായിരുന്നു മാളവിക. ചുണ്ടിൽ നിന്നും അവളുടെ രക്തത്തിന്റെ മണം വിട്ടുമാറിയിട്ടുണ്ടായിരുന്നില്ല. അവൾ പൈശാചികമായി ചിരിച്ചുകൊണ്ട് നയനയെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. നേരത്തെ പറഞ്ഞു തയ്യാറാക്കിയ തിരക്കഥ എല്ലാവരോടുമായി പറഞ്ഞപ്പോൾ ആർക്കും സംശയം തോന്നിയതുമില്ല. വീണ്ടും വീണ്ടും താളുകൾ മറിച്ചുകൊണ്ട് എഴുതി വെച്ച കാര്യങ്ങൾ ഓരോന്നായി വായിച്ചു നോക്കി. ഇതൊരു ഏകപക്ഷീയമായ പ്രതികാരമാണ്. മറ്റുള്ളവർക്ക് ഇതിനുള്ള പങ്ക് വളരെ ചെറുതാണ്. അവളായിരിക്കണം ഒന്നാം പ്രതി. എല്ലാവരെയും തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഇവളാണ്, മാളവിക. ഇവളാണ് കേസിലെ ഒന്നാം പ്രതിയും അവരുടെ നേതാവും. അവനത് വായിച്ച് പൂർത്തീകരിച്ചതിന് ശേഷം അതിന് താഴെയായി എഴുതി ചേർത്ത ഒന്നാം പ്രതി മാളവിക കൃഷ്ണമൂർത്തി, രണ്ടാം പ്രതി നയന അശോക്, മൂന്നാം പ്രതി സ്റ്റെഫി കുര്യൻ, നാലാം പ്രതി മെർലിൻ ജോസഫ്, അഞ്ചാം പ്രതി അളകനന്ദ എം നായർ. മനസ്സൊന്ന് ശാന്തമായപ്പോൾ അവൻ ഡോക്ടറെ വിളിച്ച് നാളെ വരാമെന്ന് വാക്കുകൊടുത്തു. അവൾക്ക് എന്നെപ്പോലെ ഒരാങ്ങളെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ചിലപ്പോൾ അവൾ ആഗ്രഹിക്കുന്നുണ്ടാകും ഒരു ആങ്ങളയുടെ സംരക്ഷണം. പലയിടത്തു നിന്നുമായുള്ള ഫോൺ വിളികളെ മല്ലിട്ടുകൊണ്ട് സമയം കടന്നുപോയത് അവൻ അറിഞ്ഞതേയില്ല. ഓർഡർ ചെയ്തു വരുത്തിയ ഭക്ഷണം കഴിച്ച് ഫോൺ സൈലന്റാക്കി അവൻ കിടന്നുറങ്ങി. പ്രഭാതം കണ്ണാടിച്ചില്ലിൽ തട്ടി മുഖത്തേക്ക് വന്ന് പതിച്ചപ്പോഴാണ് അവൻ കണ്ണുകൾ തുറന്നത്. കുറച്ചു നാൾ കൂടി കഴിച്ച മദ്യത്തിന്റെ മുറുക്കത്തിൽ രാത്രി നന്നായിട്ടൊന്നുറങ്ങി. മുഖം കഴുകി പുറത്തേക്ക് നടന്ന് മതിലിന്റെ മുകളിലായി വെച്ചിരുന്ന പാൽക്കുപ്പിയും നിലത്ത് കിടന്നിരുന്ന പത്രവും എടുത്ത് അവൻ തിരികെ സിറ്റ് ഔട്ടിലേക്ക് കടന്നപ്പോഴാണ് ഇന്നലെ കൊച്ചുറാണി ഓർമ്മിപ്പിച്ചത് മനസ്സിലൂടെ കടന്നുപോയത്. പാൽക്കുപ്പി ടേബിളിൽ വെച്ച് പത്രം മറിച്ചു നോക്കി. പ്രാദേശിക വാർത്തകളിൽ അവസാനമായി എഴുതിയ തലക്കെട്ടവൻ വായിച്ചു. മദ്യലഹരിയിൽ പീഡനത്തിനിരയായ പെൺകുട്ടി ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ. കൂട്ടുകാരികൾ തമ്മിലുള്ള വാക്കുതർക്കത്തിൽ 23 വയസ്സുകാരിക്ക് ദാരുണമായ പീഡനം. തലയിലും ശരീരത്തിലും മറ്റു പലയിടത്തുമായി മുറിവുകളും കണ്ടെത്തിയിട്ടുണ്ട്. വിനോദയാത്ര കഴിഞ്ഞ് കൂട്ടുകാർ ഒന്നിച്ച് ബാംഗ്ലൂരിലേക്ക് തിരിച്ച് യാത്ര ചെയ്യുന്ന സമയത്താണ് അപകടമുണ്ടായത്. കുറ്റക്കാരി എന്ന് തോന്നിക്കുന്ന സഹയാത്രികയായ കൂട്ടുകാരിയെ SI സേതുമാധവന്റെ നേതൃത്വത്തിൽ ഇന്നലെ രാവിലെ അവരുടെ വസതിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തു.
മയക്കുമരുന്നിന് അടിമയായ കുട്ടിയെ ഇന്നലെ തന്നെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രതി മാനസിക വൈകല്യമുള്ളവളാണെന്ന് ഡോക്ടർ സ്ഥിരീകരിച്ചു. ഇപ്പോൾ പ്രതി ആശുപത്രിയിലെ തടവറയിൽ പാർപ്പിച്ചിരിക്കുന്നു. മറ്റു പ്രതികളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് ബന്ധപ്പെട്ട അധികാരികൾ ഞങ്ങളുടെ മാധ്യമ പ്രവർത്തകരുമായി സംസാരിച്ചിരുന്നു. പത്രത്തിലെഴുതിയത് വായിച്ചതിന് ശേഷം മനസ്സിൽ സന്തോഷവും അതോടൊപ്പം ഒരു ആശ്വാസവുമാണ് തോന്നിയത്. വ്യക്തതയില്ലാത്ത മാധ്യമധർമ്മം. വാർത്തയിൽ ഡോക്ടറുടെ പേര് പരാമർശിക്കാതിരുന്നതിൽ പത്രപ്രവർത്തകരോട് മനസ്സുകൊണ്ട് നന്ദി പറഞ്ഞു. ഈ വിഷയം എത്രയും പെട്ടെന്ന് ഡോക്ടറെ അറിയിക്കാമെന്ന് കരുതി ഫോൺ എടുത്തപ്പോഴായിരുന്നു സ്ക്രീനിൽ മറ്റൊരു കോൾ. സുധീഷ്. രാവിലെ തന്നെ എന്തിനായിരിക്കും? ഒരു നിമിഷം അവൻ്റെ ചിന്തകൾ വഴിമാറിക്കൊണ്ട് ആ ഫോൺ കോൾ അവൻ അറ്റൻഡ് ചെയ്തു. കൺഗ്രാറ്റുലേഷൻ സാർ. ഇപ്പോഴാണ് പത്രത്തിൽ കണ്ടത്. അപ്പോൾ തന്നെ സാറിനെ വിളിച്ച് അഭിനന്ദിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് വിളിച്ചത്. താങ്ക് യു സുധി. അവൻ സ്നേഹത്തോടു കൂടി മറുപടി പറഞ്ഞു. മറുപടി ഏറ്റുവാങ്ങിയതിന് തൊട്ടു പിന്നാലെ പതിവായുള്ള അതേ ചോദ്യം. ആ കുട്ടിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് സാർ? ഓക്കെയാണ് സുധി. പിന്നെ സുധി, നാളെ രാവിലെ ഞാൻ ബാംഗ്ലൂരിൽ തന്നെ കാണാൻ വരുന്നുണ്ട്, ഒരു സർപ്രൈസുമായി. സ്വാഗതം സാർ. അധികമൊന്നും സംസാരിക്കാതെ സേതു ഫോൺ വെച്ചു. എന്നിട്ട് പോയി കുളിച്ചു, വസ്ത്രം മാറി, കയ്യിലിരുന്ന ബാഗും കരുതിക്കൊണ്ട് ആശുപത്രിയിലേക്ക് തിരിച്ചു. ബാംഗ്ലൂർ മറന്നുപോകാൻ ഇടയില്ലാത്ത ഇടങ്ങളിൽ ഒരിക്കൽ കൂടി രാപ്പാർക്കാൻ. ആശുപത്രിയിൽ ഡോക്ടർ തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെയാണ് അവരുടെ മുഖം കണ്ടപ്പോൾ അവന് തോന്നിയത്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനുള്ളതുപോലെ. ചിന്തിച്ചിരിക്കുന്ന അവരുടെ മനസ്സ് സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയാണ് ചിരിച്ചുകൊണ്ട് അവൻ ആ കാര്യം പറഞ്ഞത്. ഡോക്ടറമ്മേ, ഞാൻ വാക്ക് പാലിച്ചു. എവിടെ ഡോക്ടറുടെ മകൾ? പാർവതിയാണോ അതോ മാളവികയോ? സേതു ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു മറുപടിയായിരുന്നു അത് ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത്രയും നാൾ അവൾ എനിക്ക് മകൾ മാത്രമായിരുന്നു. ഇന്നിതാ ഭ്രാന്തിയുടെ അമ്മ എന്ന പട്ടം കൂടി വാങ്ങി തന്നിരിക്കുന്നു. കൊള്ളാൻ സേതു, അഭിനയം വിചിത്രമായിട്ടുണ്ട്. നീ നടത്തിയ നാടകത്തിൽ എന്നെയും കരുവാക്കിയല്ലേ അമ്മേ. ഞാൻ നിന്റെ വാക്കുകൾ ഗൗരവമായി എടുത്തത് കൊണ്ടാണ് നിങ്ങൾ അവളെ ഭ്രാന്തിയാക്കി ചിത്രീകരിച്ചതല്ലേ. ഒരിക്കൽ ഞാൻ ദുഃഖിതയായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ സന്തോഷം കൊണ്ട് മൂടി. ഇപ്പോൾ തിരിച്ചു നൽകുകയാണോ സേതു? അമ്മയുടെ ശബ്ദമുയർന്നപ്പോൾ താൻ ചെറുതായി പോകുന്നതറിഞ്ഞപ്പോൾ പറയാൻ തുനിഞ്ഞ വാക്കുകൾ പൂർത്തീകരിക്കാൻ അവന് കഴിഞ്ഞില്ല. ഒന്നും പറയണ്ട, എനിക്കിനി ഒന്നും കേൾക്കണ്ട. അവൻ്റെ മുഖത്ത് പോലും നോക്കാതെ ലാൻഡ് ഫോൺ എടുത്ത് ആരെയോ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ആ കുട്ടിയെ ഇങ്ങ് കൊണ്ടുവരൂ. വാതിൽ തുറന്ന് അകത്തേക്ക് കടന്നു വന്ന പാർവതി അവൻ ഒരു നിമിഷം സൂക്ഷിച്ചു നോക്കി. പുറംതിരിഞ്ഞ് ഡോക്ടർക്ക് അഭിമുഖമായി തൻ്റെ അടുക്കൽ നിൽക്കുന്ന ഈ പെൺകുട്ടിയെ എവിടെയോ കണ്ടു പരിചയമുള്ള പോലെ. ചിലപ്പോൾ തൻ്റെ തോന്നലുകളായിരിക്കും. നിശബ്ദയായിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അവരുടെ മറുപടി ഏത് തരത്തിലായിരിക്കുമെന്ന് നിർവചിക്കാനേ കഴിയുന്നില്ല. ഉത്തരം തരേണ്ടത് അവരാണ്. അവർക്ക് വേണ്ടിയാണ് താൻ ഇവിടെ വന്നിരിക്കുന്നതും. മനസ്സിൽ തോന്നിയ സംശയം ഉറപ്പുവരുത്താനായി ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ, ഇവളാണോ പാർവതി? ചോദ്യം ഡോക്ടറോടാണെങ്കിലും മറുപടി പറഞ്ഞത് പാർവതിയാണ്. ഞാനാണ് താങ്കൾ അന്വേഷിക്കുന്ന അവതാരം സേതുവേട്ട. അവളുടെ മറുപടിക്ക് ആശ്ചര്യത്തോടെ തലയുയർത്തി നോക്കിക്കൊണ്ട് രണ്ടുപേരും ചേർന്നിരുന്നു. എൻ്റെ പേര് ഇവൾക്കെങ്ങനെ അറിയാം? എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? പിന്നീട് എൻ്റെ ചോദ്യം അവൾക്ക് നേരെയായി. സേതുവേട്ടനെ എനിക്ക് നന്നായി അറിയാം. ചേട്ടന് ഓർമ്മയുണ്ടോ എന്നെനിക്കറിയില്ല. ഏകദേശം 1.5 വർഷമായി കാണും. ഒരിക്കൽ അനാഥ കുട്ടികളും അന്നദാനവും എന്ന ക്യാമ്പയിന് പണം ശേഖരിക്കാൻ ഞാനും കൂട്ടുകാരും ചേർന്ന് ഏട്ടനെ വഴിയിൽ തടഞ്ഞു നിർത്തിയത് ഓർമ്മയുണ്ടോ? അന്ന് എന്നോടൊപ്പം ഒരുപാട് കൂട്ടുകാരികളും ഉണ്ടായിരുന്നു. അന്ന് ചേട്ടൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സംഘടനയുടെ അക്കൗണ്ട് നമ്പർ വാങ്ങി. പിന്നീട് പണം അയച്ചു തന്നത് അത്ര പെട്ടെന്ന് ഞങ്ങൾ മറക്കുമോ ചേട്ടാ? അന്ന് സംഭാവന കിട്ടിയതിൽ വെച്ച് ഏറ്റവും കൂടുതൽ തുക അയച്ചു തന്നത് ചേട്ടനായിരുന്നു. ആ സംഭവം ഞാൻ ഓർക്കുന്നു. എന്നാൽ കുട്ടിയുടെ മുഖം ഒരുപാട് മാറിയിരിക്കുന്നു. അത് കണ്ട് ചേട്ടൻ പേടിക്കണ്ട. ആശുപത്രിയിൽ കിടന്നിട്ട് അമ്മയുടെ കയ്യിൽ നിന്നും നല്ല ഫുഡ് അടിച്ചതിൻ്റെയാ. ഞാൻ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ ഒരുപാട് ഭക്ഷണം നൽകി എൻ്റെ ഈ ഡോക്ടറമ്മയുടെ സംഭാവനയാണ് ഇപ്പോൾ കാണുന്ന ഈ കോലം. അവൾ ഡോക്ടറമ്മയുടെ താടി പിടിച്ച് കുലുക്കിക്കൊണ്ട് പറഞ്ഞു, ഈ തുടിപ്പും ഈ പ്രസരിപ്പും കണ്ട് പേടിക്കണ്ട. ഇവിടുത്തെ ഡോക്ടർമാരുടെ വാത്സല്യവും സ്നേഹവും കരുതലുമാണ് നിങ്ങളുടെ മുന്നിൽ സംസാരിച്ചു നിർത്തുന്നത്. അവളുടെ സംസാരത്തിൽ ഡോക്ടറോടുള്ള ദേഷ്യമെല്ലാം എങ്ങോ മറഞ്ഞുപോയിരുന്നു. ചുണ്ടുകളിൽ ചെറിയ മന്ദഹാസം വിടർന്നു. അപ്പോൾ പാർവതി, ഇന്ന് ബാംഗ്ലൂരിൽ കൊണ്ടുചെന്നാക്കാനുള്ള ദൗത്യം ഡോക്ടറമ്മ തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. സമയം കളയാതെ നമുക്ക് വിട്ടാലോ? യാത്ര പറഞ്ഞു പിരിയുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഒരു സന്തോഷം അവളുടെ മുഖത്ത് നിന്നും അപ്രത്യക്ഷമായിരുന്നു. തന്നോടൊന്നും ഉരിയാടാതെ അവളെ ചേർത്ത് പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റുമ്പോൾ ഒരു അമ്മയുടെ വിങ്ങലും മകളുടെ നൊമ്പരവും അവർ പരസ്പരം കൈമാറുന്നുണ്ടായിരുന്നു. തോരാത്ത കണ്ണീരുമായാണ് ഇരുവരും യാത്ര പറഞ്ഞത്. ഇതിൻ്റെ ഇടയിലും തൻ്റെ മുഖത്തേക്ക് തിരിയാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവനതിൽ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. എല്ലാം അവർ പ്രതീക്ഷിച്ചതായിരുന്നു. ഇങ്ങനെയെല്ലാം എത്തിച്ചേരുമെന്ന് കരുതിയിരുന്നുവെങ്കിലും സത്യം തിരിച്ചറിയാൻ കഴിഞ്ഞതിൽ അവൻ സന്തോഷവാനായിരുന്നു. ഇപ്പോൾ തോന്നുന്നു എല്ലാം നല്ലതിന് വേണ്ടിയായിരുന്നുവെന്ന്. ഈ ഒരു അവസരത്തിൽ തനിക്ക് അവരോട് തുറന്നു പറയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ശിഖ അവളുടെ കണ്ണുനീർ ഇനി വീഴാൻ പാടില്ല. ഇനി ഡോക്ടറുമായുള്ള കൂടിക്കാഴ്ച അവൾക്ക് സാധ്യമായില്ലെങ്കിലോ? തനിക്ക് സമയം ഒരുപാട് മുന്നിൽ കിടക്കുകയല്ലേ. എല്ലാം അവൾക്ക് വേണ്ടിയായിരുന്നുവെന്ന് സമാധാനിക്കാം. യാത്രയിലുടനീളം അവർ പരസ്പരം ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. സംശയങ്ങൾ ഏറിയ പങ്കും അവൾക്കായിരുന്നു.
ചിലത് അവളുടെ കണ്ണുനീരിൽ കുതിർത്തുകൊണ്ട് മറുപടി പറയാൻ അവൻ ഒരുപാട് കഷ്ടപ്പെട്ടു. എല്ലാ ചോദ്യങ്ങളും ചെന്നവസാനിച്ചത് തന്നെ ഇവിടെ ആരാണ് കൊണ്ടുവന്നതെന്ന് അറിയാനുള്ള വ്യഗ്രതയിലായിരുന്നു. അതൊരു നല്ല മനുഷ്യനാണെന്ന് പറയുമ്പോൾ ആ മനുഷ്യനോട് കണ്ണു നിറഞ്ഞുകൊണ്ട് അവൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരുന്നു. അവളോട് ഒരുപാട് എടുത്തപ്പോൾ എനിക്കും തോന്നി തുടങ്ങി ചില കാര്യങ്ങൾ ചോദിച്ചറിയുവാൻ. അതിനുള്ളൊരു സന്ദർഭം കൂടിയാണിത്. താൻ അറിയാത്ത തനിക്ക് ഉത്തരം കിട്ടാത്ത ചില സത്യങ്ങൾ ചിലപ്പോൾ ഇവൾക്കറിയാമായിരിക്കും. അടച്ചിട്ട കണ്ണാടി ചില്ലുകളിലൂടെ അവൾ ദൂരങ്ങളിലേക്ക് നോക്കി കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് തൻ്റെ വാക്കുകൾ കേട്ട് അവൾ തിരിഞ്ഞു നോക്കിയത്. പാർവതി, ഡോക്ടറമ്മ കുട്ടിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലേ? ശരിയാണ് ചേട്ടാ, എൻ്റെ അമ്മയുടെ സ്നേഹം അവരിലൂടെ ഞാൻ തിരിച്ചറിയുകയാണ്. അവർ നല്ലവരാണ് ചേട്ടാ. ഒരിക്കൽ പോലും എൻ്റെ അമ്മയെ കുറിച്ചോർത്ത് എനിക്ക് വിഷമിക്കേണ്ടി വന്നിട്ടില്ല. പാർവതി, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ? അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞതെല്ലാം കളവാണെന്ന് തോന്നിയിരുന്നോ ഏട്ടന്? എടുത്തടിച്ച പോലെ അവൾ ആ കാര്യം പറഞ്ഞപ്പോൾ മനസ്സ് ജാള്യത കൊണ്ട് നിറഞ്ഞുപോയി. അങ്ങനെ ഉദ്ദേശിച്ചല്ല, സത്യമറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് പറഞ്ഞുപോയതാ. അവൾ മൂളിക്കൊണ്ട് ചോദിക്കാനുള്ള സമ്മതം നൽകി. ഡോക്ടർ പാർവതിയുടെ വീട്ടിലേക്ക് വിളിച്ചത് പാർവതിയുടെ അനുവാദത്തോടെയായിരുന്നു. വിളിക്കുമെന്ന് പറഞ്ഞിരുന്നില്ല. ഒരിക്കൽ വീട്ടിലെ നമ്പർ എന്നോട് ചോദിച്ചിരുന്നു. എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു പറയാനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. വിളിച്ചു പറഞ്ഞതിന് ശേഷമാണ് എന്നോട് പറയുന്നത്. കുട്ടിയുടെ അമ്മയും അച്ഛനും വിഷമിക്കേണ്ട എന്ന് കരുതിയാണ് കുട്ടിയുടെ ലോക്കൽ ഗാർഡിയനായിട്ടാണ് ഞാൻ അവരോട് സംസാരിച്ചതെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് സങ്കടം വന്നൂട്ടാ. സത്യത്തിൽ അന്ന് മുതൽ അവരോട് എനിക്ക് സ്നേഹം മാത്രമല്ല, ഒരു ബഹുമാനവും കൂടി തോന്നി തുടങ്ങി. അതിനുശേഷമാണ് എൻ്റെ കഥകൾ മുഴുവനും ഞാൻ അവരോട് തുറന്നു പറഞ്ഞത്. എന്നെപ്പറ്റി ഡോക്ടർ കുട്ടിയോട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? സേതുവേട്ടനെ കുറിച്ച് നല്ലതേ അവർ പറഞ്ഞിട്ടുള്ളൂ. ഏട്ടനെ കാണുന്നതിന് മുമ്പായി ഏട്ടനെ കുറിച്ചുള്ള ചിത്രം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അമ്മയുടെ വാക്കുകളിലൂടെ ഞാൻ വരച്ച ചിത്രം ഇന്ന് ഞാൻ നേരിട്ട് കണ്ടപ്പോൾ ആ ചിത്രം സത്യമാണെന്ന് തോന്നുകയും ചെയ്തു. ഭാഗ്യം, ഞാനൊരു പോലീസുകാരനാണെന്ന് അവർ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ ഇത്രയും ഓപ്പണായി അവൾക്ക് തുറന്നു പറയാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ എൻ്റെ തെറ്റിദ്ധാരണകളായിരുന്നു എൻ്റെ ചിന്തകളെ വഴിമാറ്റിയത്. അവളുടെ കണ്ണുകൾ നിറയുന്നത് കണ്ടപ്പോൾ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് കളിയാക്കിക്കൊണ്ടവൻ അവളോട് പറഞ്ഞത്. കഥ എന്ന് പറഞ്ഞാൽ വല്ല സിനിമാ കഥയാണോ ഊട്ടി? ഇനി താനറിയാത്ത വല്ല രഹസ്യങ്ങൾ അറിയാൻ കഴിഞ്ഞെങ്കിലോ എന്നുള്ള ആർജവം അവൻ പുറത്തു കാട്ടാതെ ചോദിച്ചു. തൻ്റെ തമാശകൾ അവൾ സ്വീകരിച്ചില്ല എന്ന് തോന്നുന്നു. കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു, അപകടം പറ്റി വഴിയിൽ കിടന്ന കാര്യത്തെക്കുറിച്ചാണ്. ഏട്ടാ, അതിനെക്കുറിച്ച് ഇനിയും എന്നോട് ചോദിക്കരുത്. ഒരു ദുസ്വപ്നമായി കണ്ടുകൊണ്ട് മറക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ. പറഞ്ഞു തീർന്നതും അവൾ കണ്ണുകൾ പൊത്തി കരയുവാൻ തുടങ്ങി. അയ്യോ, എന്താ കുട്ടി ഇത്? കണ്ണുകൾ തുടക്കി, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഏറെ നേരത്തെ മൗനത്തിന് ശേഷം അപ്രതീക്ഷിതമായ ചോദ്യം കൊണ്ടാണ് അവൾ മുഖമുയർത്തി എന്നോട് ചോദിച്ചത്, ഡോക്ടർ സേതുവേട്ടൻ്റെ ആരാ? മറുപടി പറയാൻ കഴിയാതെ അവൻ ഒരു നിമിഷം ആലോചിച്ച് നിന്നുപോയി. ഡോക്ടർ ഡോക്ടർ എന്ന് പതിയെ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. അതെ, ഡോക്ടറമ്മ തന്നെ. കുട്ടിയെപ്പോലെ എനിക്കും അവരൊരു ഡോക്ടർ മാത്രം, അത്രയേ ഉള്ളൂ. അല്ല സേതുവേട്ട, സേതുവേട്ടനെ കുറിച്ച് എന്നോട് എപ്പോഴും പറയും, എനിക്ക് പിറക്കാതെ പോയ മകനാണ് അവൻ, നല്ല സ്നേഹമുള്ളവനാണ് അവനെന്നൊക്കെ പറയും. ഇന്നലെ രാത്രി ഞാൻ ഡോക്ടറുടെ കൂടെയാണ് കിടന്നുറങ്ങിയത്. ഉറക്കത്തിലിടയ്ക്ക് അവർ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. അതിനോടൊപ്പം ചേട്ടൻ്റെ പേര് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, സേതു എൻ്റെ മാളൂട്ടി, അവൾ ഇനി തിരിച്ചു വരുമോ? അവൾ എന്നെ അമ്മയെന്ന് സ്നേഹത്തോടെ വിളിക്കുമോ? എൻ്റെ മകൾ ആർക്കും വേണ്ടാത്ത അനാഥയായി പോകുമോ എന്നൊക്കെ. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ഒരുപാട് തവണ അവരോട് ചോദിച്ചിട്ടും എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞതല്ലാതെ അവർ എന്നോടൊന്നും പറഞ്ഞില്ല. പിന്നീട് എപ്പോഴും എനിക്ക് തോന്നി, ചിലപ്പോൾ ഡോക്ടറുടെ മകളെ എങ്ങാനും സേതു ചേട്ടൻ പ്രണയിച്ചിട്ടുണ്ടായിരിക്കുമോ എന്ന്. സംശയമാണ് കേട്ടോ. അവൾ സേതുവിൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണിറുക്കി കാണിച്ചു. അവൻ അവളുടെ തലയിൽ കിണിക്കൊണ്ട് പറഞ്ഞു, നീ ആള് കൊള്ളാമല്ലോടി കാന്താരി. ഇതിനിടയിൽ പെങ്ങളൂട്ടി ആങ്ങളയ്ക്ക് പെണ്ണിനെയും കണ്ടുപിടിച്ചോ? അവൾ ചിരിച്ചുകൊണ്ട് നാണത്താൽ തന കുടിച്ചിരുന്നു. ഇതുവരെ പ്രേമിച്ചു തുടങ്ങിയിട്ടില്ല. ഇനി പെങ്ങളുടെ കുട്ടിക്ക് നിർബന്ധമാണെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കാം. എന്തേ? നല്ല കുട്ടിയായിരിക്കും ചേട്ടാ. ആ അമ്മയുടെ മകളല്ലേ. അമ്മയുടെ സ്നേഹവും സ്വഭാവവും സൗന്ദര്യവും ആ കുട്ടിക്കും കിട്ടിയിട്ടുണ്ടാകും. ചേട്ടൻ ധൈര്യമായി പ്രേമിച്ചു തുടങ്ങിക്കോ. കട്ട സപ്പോർട്ടുമായി പെങ്ങളെന്നും കൂടെ ഉണ്ടാകും. അത് കേട്ടതും അവൻ പുറത്തു കാണിക്കാതെ ഉള്ളുകൊണ്ട് ചിരിച്ച്. പാവം തൻ്റെ ശത്രുവിനെ തിരിച്ചറിയാതെ അവളുടെ സ്വഭാവത്തെ പൊഴുത്തുമ്പോൾ, അതും പോരാതെ തന്നെ കൊണ്ട് തന്നെ അവളെ പ്രണയിക്കണമെന്ന് അഭ്യർത്ഥിക്കുമ്പോൾ ഇവളോട് ഞാൻ എന്താ പറയാ? കളിയും ചിരിയും തമാശകളുമായി അവർ സമയം തള്ളി നീക്കി. ഇടയ്ക്കുള്ള ഭക്ഷണവും ഉറക്കവും യാത്രയുടെ ദൈർഘ്യം വളരെ കുറഞ്ഞതുപോലെ അവന് തോന്നി. പിറ്റേന്ന് രാവിലത്തെ പ്രഭാതം അവർ കണ്ടുണർന്നത് ബാംഗ്ലൂർ നഗരത്തിലെ ശിവാജി നഗർ ബസ് സ്റ്റാൻഡിൽ വെച്ചായിരുന്നു. അവളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അവൾ മുൻപ് താമസിച്ച സ്ഥലത്തേക്ക് പോകാമെന്ന് തീരുമാനിച്ചത്. ചേട്ടാ, എനിക്ക് ജോലി കിട്ടിയെന്നറിയുമ്പോൾ മീനാക്ഷി അമ്മയ്ക്കും പാട്ടിക്കും വളരെ സന്തോഷമാകും. അവരോടൊന്ന് പറഞ്ഞിട്ട് പോകാം. കൂട്ടത്തിൽ അവിടെ നിന്നും ഒന്ന് കുളിച്ച് ഫ്രഷ് ആവുകയും ചെയ്യാം. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? പൈസ ലാഭിക്കാലോ ചേട്ടാ. കുസൃതിപ്പെണ്ണിൻ്റെ തമാശകൾ കേട്ടിരുന്നപ്പോൾ തനിക്കൊരു അനിയത്തി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവൻ ആശിച്ചുപോയി. അവർക്കെന്നെ വളരെ ഇഷ്ടമാണ് ഏട്ടാ. നിന്നെ ആർക്കാണ് ഇഷ്ടമാകാത്തത് കാന്താരി? അവളുടെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി തോളിലേക്ക് ഇട്ടുകൊണ്ട് അവൻ പറഞ്ഞു. അവരെ പാർവതി പരിചയപ്പെടുത്തുമ്പോൾ അവർ തൻ്റെ മനസ്സിലൂടെ മുൻപേ കടന്നു പോയവരാണെന്നുള്ള കാര്യം അവൻ അവളിൽ നിന്നും മറച്ചുവെച്ചു. പാർവതി പറഞ്ഞത് സത്യമായിരുന്നു. സ്നേഹമുള്ള വീട്ടുകാർ,
അവളോട് വളരെ സ്നേഹത്തോടെയാണ് അവർ പെരുമാറുന്നത്. തന്നെ കണ്ടപ്പോൾ ആദ്യം അവർ ചെറുതായി സംശയിച്ചെങ്കിലും അവൾ എന്നെപ്പറ്റി അവരോടെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ അവൾക്ക് നൽകിയ സ്നേഹത്തിൽ നിന്നും കുറച്ചവർ എനിക്കും പങ്കിട്ട് നൽകി. അവൾ കുളിച്ച് ഫ്രഷാകുവാൻ വേണ്ടി അകത്തേക്ക് പോയപ്പോൾ അവൻ സുധീഷിനെ കുറിച്ച് ആലോചിച്ചു. ഇവളെ ജോലിസ്ഥലത്ത് കൊണ്ടാക്കിയതിന് ശേഷമാകാം ആ കൂടിക്കാഴ്ച. സാധിക്കുമെങ്കിൽ പാർവതിയെയും കൂടെ കൂട്ടണം. അവൻ ഇവളെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവും. എപ്പോഴും ചോദിക്കാറുള്ളതല്ലേ ആ കുട്ടിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന്. ഒരു നല്ല സർപ്രൈസ് തന്നെ കൊടുക്കാമെന്ന് മനസ്സിൽ തീരുമാനിച്ചു. അവളുടെ പക്കലുണ്ടായിരുന്ന മേൽവിലാസം തിരക്കി കൃത്യസമയത്ത് തന്നെ ആ വലിയ കെട്ടിടത്തിന്റെ മുന്നിലെത്തി. പുറമേ നിന്നേ ആ ഗ്ലാസിൽ പതിച്ചിരുന്ന പേരിലേക്ക് അവൾ ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു. കണ്ണുകളടച്ച് എന്തോ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. ഒരു നാട്ടിൻപുറത്തുകാരിയുടെ വിശ്വാസങ്ങൾ അവളിൽ നിന്നും വിട്ടകന്നിരുന്നില്ല എന്നതിന് ഏറ്റവും വലിയൊരു തെളിവ്. അവളെ ശല്യപ്പെടുത്താതെ അവൻ അല്പം പിറകിലോട്ട് മാറി നിന്നു. ഒരു ക്ഷേത്രത്തിലേക്ക് കടക്കുന്നത് പോലെ വലതുകാൽ വെച്ചാണ് അവൾ അകത്തേക്ക് കയറിയത്. അവൾക്ക് പിറകിലായിരുന്നു തന്റെ ആഗമനം. റിസപ്ഷനിലിരിക്കുന്ന കുട്ടിയോട് എന്തൊക്കെയോ അടക്കം പറയുന്നുണ്ട്. വിസിറ്റിംഗ് മുറിയിലിരിക്കുന്ന തനിക്കത് കേൾക്കാൻ സാധിച്ചില്ല. കുറച്ചു കഴിഞ്ഞ് അകത്ത് നിന്ന് വന്ന സ്ത്രീയോടൊപ്പം അവൾ അകത്തേക്ക് പോയി. ഏറെ നേരത്തെ കാത്തിരിപ്പിന്റെ ഒടുവിൽ ഒരല്പ ആശ്വാസത്തിന് വേണ്ടിയാണ് വാഷ്റൂം ചോദിച്ചറിഞ്ഞ് അങ്ങോട്ട് തിരിച്ചത്. വൃത്തിയായി അലങ്കരിച്ച ആ കോറിഡോറിലൂടെ നടക്കുമ്പോൾ ചുവരിലെ ചിത്രങ്ങളിലേക്ക് അറിയാതെ കണ്ണോടിച്ചു പോയി. സ്വിച്ചിട്ടതുപോലെ അവൻ അവിടെ നിന്നു. ആ ഫോട്ടോകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. സുധി. അവന്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. സുധി, നീ രക്ഷകനായത് ദൈവനിശ്ചയമാണ്. അവൾ സുരക്ഷിതമായ കൈകളിൽ തന്നെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. തമാശയായി നൽകിയതാണെങ്കിലും പാർവതി സുധീഷ് എന്ന പേരിന്റെ പിറകിൽ ഒരു സ്വപ്നകാവ്യമുണ്ടെന്ന് പറഞ്ഞത് സത്യത്തിൽ ഇതിനു വേണ്ടിയായിരുന്നു. ഈശ്വര, എല്ലാം നല്ല രീതിയിൽ നടന്നു കണ്ടാൽ മതിയായിരുന്നു. ഞാൻ കാണുന്ന കാര്യങ്ങൾ സ്വപ്നമാണോ? വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഇത്രയും വിദ്യാഭ്യാസവും സമൂഹത്തിൽ ഉന്നത സ്ഥാനവും വഹിക്കുന്ന ഒരുവനെയാണോ ഞാൻ വില കുറച്ചു കണ്ടത്? അവന്റെ മനസ്സിൽ സ്റ്റേഷനിൽ വെച്ചുണ്ടായ സംഭവവികാസങ്ങൾ തെളിഞ്ഞു വന്നു. ഒരുപക്ഷെ എല്ലാം നല്ലതിനു വേണ്ടിയായിരുന്നിരിക്കണം. ഒരുപക്ഷെ അന്ന് സ്റ്റേഷനിൽ വെച്ച് പരസ്പരം സംസാരിച്ചില്ലായിരുന്നുവെങ്കിൽ, ഇദ്ദേഹത്തിന്റെ പേരിൽ തെറ്റായ ആരോപണം ഉന്നയിച്ചില്ലായിരുന്നെങ്കിൽ, ഒരു വഴിയാത്രക്കാരന്റെ കടമ നിർവഹിച്ചുകൊണ്ട് അയാൾ തിരിച്ചു പോകുമായിരുന്നു. ഇതെല്ലാം ആരോ എഴുതി ചേർത്തതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. വാഷ്റൂമിലേക്ക് പോയവൻ തിരിച്ച് റിസപ്ഷനിലേക്ക് നടന്നു. ക്യാൻ ഐ സീ മിസ്റ്റർ സുധി? ഡു യു മീൻ SMS? ഈ SMS എന്ത് കുന്തമാണാവോ ദൈവമായി. അവൻ മനസ്സിലാണെന്ന് കരുതി പറഞ്ഞു പോയത് ശബ്ദമായി പുറത്തേക്ക് വന്നത് അവൻ അറിഞ്ഞിരുന്നില്ല. മലയാളിയാണല്ലേ? അതെ. എങ്ങനെ മനസ്സിലായി? ഒന്നുമില്ല സാർ, ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. അവളത് പറയുമ്പോഴും കൈ പുറത്തു കാട്ടാതെ കൈവിരൽ കൊണ്ട് ചുണ്ടുമറച്ച് ചെറുതായി പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. അവൻ വീണ്ടും ചോദിച്ചു, സോറി, SMS മനസ്സിലായില്ല. SMS എന്ന് വെച്ചാൽ സീനിയർ മാനേജർ സുധി. സാറിനെ എല്ലാവരും അങ്ങനെയാണ് വിളിക്കുക. കാരണം ഇവിടെ 2 സുധീഷുണ്ട്. തിരിഞ്ഞു വന്ന കണ്ണാടി ചില്ലുകൾക്കിടയിലൂടെ കാണാവുന്ന ആ ചിത്രങ്ങൾ അവൾക്ക് കാണിച്ചു കൊടുത്തു. ആ ചിത്രങ്ങളിൽ കാണുന്ന വ്യക്തിയെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓ ഐ സി, SMS. അതെ, കുട്ടിയുടെ ഭാഷയിലെ SMS. സാർ മീറ്റിംഗിലാണ്, കുറച്ച് സമയം കാത്തിരിക്കാമോ? വിസിറ്റിംഗ് ഏരിയ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. വീണ്ടും തന്റെ ഇരിപ്പിടത്തിലേക്ക് നടക്കുവാനായി തിരിഞ്ഞപ്പോഴാണ് പിറകിൽ നിന്നവർ വീണ്ടും ഒരു ചോദ്യവുമായി വന്നത്. സാർ ആര് വന്നിരുന്നുവെന്ന് പറയണം? SI സേതുമാധവൻ. കുട്ടിയുടെ ഭാഷയിൽ SIS. തന്നെ കളിയാക്കിയതാണെന്ന് അവൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാവാം മറുപടിയുമായി അവൾ അടുത്ത ചോദ്യമായി വന്നു. SI എന്നുള്ളത് ഇനീഷ്യലാണോ? കളിയാക്കിയ പോലെയാണ് അവൾ അത് ചോദിച്ചത്. കുട്ടിയുടെ ഭാഷയിൽ എങ്ങനെ വേണമെങ്കിലും വിലയിരുത്താം. എന്നാൽ ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ സബ് ഇൻസ്പെക്ടർ എന്നും കൂടി പറയാറുണ്ട്. സോറി സാർ. പെട്ടെന്ന് അവളുടെ മുഖത്തെ സന്തോഷകല അസ്തമിച്ചു. പെട്ടെന്ന് അവളുടെ ശബ്ദം നിലച്ചു. അവൾ തൻ്റെ ഇരിപ്പിടത്തിലേക്ക് ഇരുന്നു എന്ന് ഉറപ്പാക്കിയ സേതു വിസിറ്റിംഗ് റൂമിലേക്ക് നടന്നു. ഇതേസമയം മീറ്റിംഗ് കഴിഞ്ഞെത്തിയ സുധീഷ് തൊട്ടടുത്ത ക്യാബിനിൽ സ്ത്രീരൂപത്തെ കണ്ടെഴുന്നേറ്റു. അവരുടെ തൊട്ടടുത്തായി ലക്ഷ്മിയുമുണ്ട്. എന്തൊക്കെയോ കമ്പ്യൂട്ടറിൽ നോക്കി പറഞ്ഞു കൊടുക്കുകയാണ്. പുറകിൽ നിന്നിരുന്ന തന്നെ കണ്ടതുകൊണ്ടാകാം ലക്ഷ്മി തൻ്റെ അടുക്കിലേക്ക് വന്നു. ഷീസ് ന്യൂ അപ്പോയിൻമെന്റ് സാർ. പേര് പാർവതി. അവൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. പാർവതി. ആ കണ്ണാടി മുറിയിൽ അത് മുഴങ്ങി കേട്ടു. ഞെട്ടിത്തിരിഞ്ഞവൾ തിരിഞ്ഞു നോക്കി. ആ മുഖം കണ്ടതും അവൻ്റെ ശബ്ദം നിലച്ചു. ശ്വാസോച്ഛ്വാസത്തിന് വേഗത കൂടി. അവൻ വിറയ്ക്കുന്ന കാലുകളാൽ ഒറ്റയടി വെച്ച് അവളുടെ അടുത്തേക്ക് നടന്നു. അന്ന് ആ കൂരിരുട്ടിൽ തിളങ്ങിയ മുഖം ഇന്ന് 10 മടങ്ങ് പ്രകാശത്തിൽ വെട്ടിത്തിളങ്ങുന്നു. ചിരിച്ച മുഖവുമായി തന്നെയും ലക്ഷ്മിയെയും മാറി മാറി നോക്കുന്നത് കണ്ടപ്പോൾ ലക്ഷ്മിയാണ് തന്നെ അവൾക്ക് പരിചയപ്പെടുത്തിയത്. പാർവതി, ഇതാണ് നമ്മുടെ സീനിയർ മാനേജർ സുധീഷ്. ഞങ്ങളുടെ SMS. അവൾ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പി. ലക്ഷ്മി, എനിക്ക് കുട്ടിയുടെ പ്രൊഫൈലൊന്ന് വേണം. ഇപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞവർ മുറിവിട്ടപ്പോൾ മുറിഞ്ഞുപോയ വാക്കുകൾ കൂട്ടിച്ചേർത്തവൻ ചോദിച്ചു, കുട്ടിക്ക് സുഖാണോ? സുഖം സാർ, ഐ ആം ഓക്കെ. ഒന്നും ചോദിക്കാൻ വാക്കുകൾ കിട്ടാതെ തൻ്റെ ക്യാബിനിലേക്ക് തിരിച്ചു നടക്കുമ്പോൾ അവളുടെ ചിരി മനസ്സിൽ നിന്നും വിട്ടുമാറിയിരുന്നില്ല. പാർവതിയുടെ പ്രൊഫൈൽ പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഗസ്റ്റ് ഉണ്ടെന്ന് റിസപ്ഷനിസ്റ്റ് വിളിച്ചു പറഞ്ഞത്. വായിച്ചു തുടങ്ങിയത് ബാക്കി വെച്ചുകൊണ്ടവൻ വിസിറ്റിംഗ് റൂമിലേക്ക് നടന്നു. ദൂരെ നിന്നേ അവൻ ആ മുഖം കണ്ടു. സേതു സാർ. അവന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല.
അടുത്തെത്തിയതും സുധീഷ് എന്ന് വിളിച്ചുകൊണ്ട് സേതുമാധവൻ അവനെ അടിമുടിയൊന്ന് നോക്കി. അന്ന് അവിടെ വെച്ച് കണ്ട ഒരു നാടൻ വേഷക്കാരൻ തന്നെയാണോ ഇത്? ഒരുപാട് മാറിയിരിക്കുന്നു. ഇപ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ സുധീഷ്, ഒരു എക്സിക്യൂട്ടീവ് ലുക്കിൽ തൻ്റെ മുന്നിൽ വന്ന സുധീഷിനെ അവൻ അറിയാതെ തിരിച്ചു വിളിച്ചു സുധീഷ് സാറെന്ന്. പരസ്പരം വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന കൂട്ടത്തിലാണ് തൻ്റെ വരവിൻ്റെ ഉദ്ദേശം പറഞ്ഞത്. സുധീഷ്, താങ്കൾ എപ്പോഴും ചോദിക്കാറില്ലേ ആ കുട്ടിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന്? എന്നിട്ട് അദ്ദേഹം ആ കുട്ടിയെ തന്നെ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നു. സത്യമാണ് സാർ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. നേരിൽ കണ്ടിട്ടും ഇതുവരെയും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ചില സത്യങ്ങൾ അങ്ങനെയാണ് സുധീഷ്. നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് നമ്മളെ തേടി പലതും എത്തുന്നത്. മറുപടി പറയാതെ സുധീഷ് മൗനം പാലിച്ചിരുന്നു. ഒരു പാർവതിയുടെ സ്ഥാനത്ത് മറ്റൊരു പാർവതി നിങ്ങളുടെ നല്ല മനസ്സ് കാണാതെ നിങ്ങളെ ഉപേക്ഷിച്ചു പോയ അവൾക്ക് ജീവിതത്തിൽ ഇതിനേക്കാളും ഏറെ ഒരു തെറ്റുപറ്റാനില്ല. അവൾ വഴിമാറിയിടത്തേക്ക് പകരം ചേർക്കപ്പെട്ടത് ചിലപ്പോൾ അതേ പേരുള്ള ഇവളെ തന്നെയായിരിക്കും ദൈവം. നിങ്ങളെ കാണുന്നതിന് മുമ്പ് തന്നെ മനസ്സുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്ന, അതിനേക്കാൾ ഏറെ ആരാധിക്കുന്ന മറ്റൊരു പാർവതി. നിങ്ങൾ ഭാഗ്യവാനാണ് സുധീഷ്. എല്ലാം ദൈവനിശ്ചയമല്ലാതെ എന്താ ഇപ്പോൾ പറയാ? സൗഹൃദ സംഭാഷണങ്ങളുമായി സമ്പാദിച്ചു തുടങ്ങിയ ഈ ചെറുപ്പക്കാരനിൽ ഒരു നല്ല മനുഷ്യൻ ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്ന് തന്നെ അവൻ തിരിച്ചറിഞ്ഞു. പെങ്ങളൂട്ടി, എല്ലാം നിന്റെ ഭാഗ്യമാണ് മോളെ. ചിന്തയിൽ നിന്നുണർന്നുകൊണ്ട് അവൻ പറഞ്ഞു, എൻ്റെ ജോലികൾ ഏകദേശം പൂർത്തിയായി. ഇനി എനിക്ക് സന്തോഷത്തോടെ മടങ്ങാം. കൂടെ പിറന്ന അനിയത്തിക്കുട്ടി അല്ലെങ്കിലും ഇന്ന് അവൾ എൻ്റെ അനിയത്തിയാണ്. അവൾ സുരക്ഷിതമായ കൈകളിലാണ് എത്തിച്ചേർന്നതെന്ന വിശ്വാസത്തിൽ എനിക്കിനി യാത്ര തിരിക്കാം. സേതു സുധീഷിനെ കയ്യിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് പാർവതിയൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. പറഞ്ഞിട്ട് പോകുവാൻ വേണ്ടിയാണ്. സുധീഷ് റിസപ്ഷനിലെ ആളോട് വിളിച്ച് കാര്യം പറഞ്ഞു. പാർവതിയൊന്ന് വിളിക്കൂ. ഈ കാഴ്ചകളെല്ലാം ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന അവൾ തലകുലുക്കി സമ്മതിച്ചു. നിമിഷ നേരം കൊണ്ട് അവൾ ഇവരുടെ അടുത്തേക്ക് എത്തിച്ചേർന്നു. ഒരു കൊച്ചുകുട്ടിയെ പോലെ ചിരിച്ച മുഖവുമായി അവൾ സേതുവേട്ടനോട് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു, ചേട്ടാ, ഇതാണ് ഞങ്ങളുടെ മാനേജർ. അത് പറയുമ്പോൾ അവളുടെ കണ്ണിലെ തിളക്കം കണ്ടപ്പോൾ സേതുവിന് അതിയായ സന്തോഷമായി. അറിയാം മോളെ സുധീഷ്. അവൾ ആശ്ചര്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. നീ എന്നോട് ഒരുപാട് തവണ ചോദിച്ചില്ലേ ആരാ നിന്റെ രക്ഷകനെന്ന്? ആ നല്ല മനുഷ്യൻ ഇദ്ദേഹമാണ്, നിന്നെ ആശുപത്രിയിൽ എത്തിച്ച ദൈവദൂതൻ. ഏട്ടൻ്റെ വാക്കുകൾ മുഴുവൻ കേൾക്കുന്നതിന് മുൻപായി അവൾ കരഞ്ഞുകൊണ്ട് സുധിയുടെ കാലിലേക്ക് വീണു. ഒരുപാട് നന്ദി. സുധി ചുറ്റുപാട് നോക്കിക്കൊണ്ട് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഇറ്റ്സ് ഓക്കെ. അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിലും ഓഫീസിന്റെ മതിൽക്കെട്ടിനകത്ത് നിന്നുകൊണ്ടുള്ള പരിമിതികൾ അവനെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു. ഏട്ടന് സന്തോഷമായി മോളെ, ഇനി ചേട്ടൻ പോയിക്കോട്ടെ. നിറമിഴികളായിരുന്ന മൂവരുടെയും മുഖത്ത് ആനന്ദത്തിന്റെ ആശ്രുകണങ്ങൾ. ശിഖയെ ആശ്വസിപ്പിച്ചുകൊണ്ട് തിരിച്ചയക്കുമ്പോൾ അവൾ കൺവെട്ടത്ത് നിന്ന് മറയും വരെ അവൻ നോക്കി നിന്നു. ഒരു കുഞ്ഞു ടെൻഷൻ മനസ്സിലെവിടെയോ വീണിരിക്കുന്നു. ചിലപ്പോൾ അവളെ പിരിഞ്ഞതുകൊണ്ടാകാം. അവൻ സ്വയം സമാധാനിച്ചു. നമുക്കിടയിൽ ഇനി മറച്ചു വെക്കേണ്ടതായി ഒന്നുമില്ല എന്ന വിശ്വാസത്തിൽ സേതു സുധീഷിന്റെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, അവളൊരു പാവമാ. സ്നേഹിക്കാൻ മാത്രമേ അവൾക്കറിയൂ. കരയിപ്പിക്കരുത്. ഒരു വീടിന്റെ ഏക ആശ്രയമാണ് അവൾ. എല്ലാം ജീവിക്കാൻ വേണ്ടിയാണ്. നിറഞ്ഞ വിശ്വാസത്തോടെയാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു പോകുന്നത്. ഈശ്വര അനുഗ്രഹമുണ്ടെങ്കിൽ ഇനി ഒരിക്കൽ കൂടി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടേണ്ടി വരും. അന്ന് ഈ കൈകളിൽ അവളെ ചേർത്ത് നിർത്തുന്ന നിമിഷത്തിന് സാക്ഷിയാകാൻ വേണ്ടി. യാത്ര പറഞ്ഞു പിരിയുമ്പോൾ ഇരുവരുടെയും കണ്ണുകളിൽ നനവ് പടർന്നിരുന്നു. തിരിച്ചുള്ള യാത്രയിൽ അവന് ഓർക്കാൻ ഒത്തിരി കാര്യങ്ങൾ ബാക്കി വെച്ചിട്ടാണ് അവൾ പോയത്. ഒരുപാട് മിസ് ചെയ്യുന്നു ആ കാന്താരിയെ. തിരിച്ച് ബാംഗ്ലൂരിൽ നിന്നും വന്ന് കുളിച്ച് വസ്ത്രം മാറി അമ്മയുടെ ഫോട്ടോയുടെ മുന്നിൽ ചെന്ന് നിന്നു. അമ്മയുടെ മകന്റെ ആഗ്രഹം നിറവേറി. അച്ഛൻ്റെ അവസാന വാക്കുകൾ ഇന്ന് സത്യമാവുകയാണ്. അമ്മ എൻ്റെ സ്വപ്നത്തിൽ വരാതിരുന്നതിൽ ഇന്നെനിക്ക് വിഷമമില്ല. അവർ അറിയിക്കും ഞാൻ. അമ്മയുടെ ഫോട്ടോയിൽ തൊട്ട് വന്ദിച്ചുകൊണ്ടവൻ ആശുപത്രിയിലേക്ക് യാത്ര തിരിച്ചു. പതിവായുള്ള കഥയിൽ തട്ടി അനുവാദം ചോദിക്കുന്നതിന് വിപരീതമായി തള്ളി തുറന്നുകൊണ്ടവൻ അകത്തേക്ക് കയറി. ആ കാഴ്ച കണ്ടപ്പോൾ അവരുടെ മുഖം കോപം കൊണ്ട് ജ്വലിക്കുന്നുണ്ടായിരുന്നു. ഇത് ആശുപത്രിയാണ്, നിങ്ങളുടെ പോലീസ് സ്റ്റേഷൻ അല്ല. അറിയാം മിസ്സിസ് സുബലക്ഷ്മി കൃഷ്ണമൂർത്തി. അവൻ ചിരിച്ചുകൊണ്ടാണ് അവർക്ക് മറുപടി നൽകിയത്. അവരുടെ കോപാഗ്നി തന്നെ ദഹിപ്പിച്ച് കളയുന്നതിന് തുല്യമായിരുന്നു. സന്തോഷം കൊണ്ട് അവൻ പരിസരം മറന്ന് പൊട്ടിച്ചിരിച്ചു. നിർത്തുന്നുണ്ടോ നിന്റെ അട്ടഹാസം? നിങ്ങൾക്ക് വേദനിക്കുന്നുണ്ടല്ലേ? ഞാൻ അനുഭവിച്ച വേദനകളിൽ ഒരു അംശം പോലും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകില്ല. സ്വന്തം മക്കൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വേദനിച്ചപ്പോൾ നിങ്ങൾ ഓർത്തു കാണില്ല ചെയ്തു പോയ തെറ്റുകൾക്ക് ഒരു ദിവസം മറുപടി പറയേണ്ടി വരുമെന്നുള്ള കാര്യം. മറ്റുള്ളവരുടെ വേദന കണ്ട് നിങ്ങൾ സന്തോഷിക്കുകയായിരുന്നില്ലേ? എന്നെ ഒരുപാട് കരയിപ്പിച്ച വ്യക്തിയല്ലേ ഇന്നെൻ്റെ മുന്നിലിരിക്കുന്നത്. ഇനി നിങ്ങളുടെ കണ്ണീര് കണ്ട് ഞാനും കുറച്ച് സന്തോഷിക്കട്ടെ. വാട്ട് യു മീൻ? താങ്കൾ എന്തായി പറഞ്ഞു വരുന്നത്? തെറ്റുകൾ ചെയ്തത് നീയായിരുന്നില്ലേ? നിന്റെ പോലീസ് ബുദ്ധിയായിരുന്നില്ലേ? എന്നിട്ടിപ്പോൾ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. മിസ്സസ് സുബലക്ഷ്മി, നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, ഇവനെയാണല്ലോ ഞാൻ മകനെപ്പോലെ സ്നേഹിച്ചതെന്ന്. അത് നിങ്ങളുടെ കുറ്റബോധമാണ് നിങ്ങളെക്കൊണ്ട് ഇങ്ങനെയെല്ലാം ചെയ്യിപ്പിച്ചത്. ഇത്രയും ഞാൻ ചെയ്തില്ലെങ്കിൽ അരുന്ധതിയുടെ മകൻ ആരുമല്ലാതായി പോകും. അരുന്ധതി, ആ പേര് കേട്ടപ്പോൾ അവരുടെ കണ്ണുകൾ വികസിച്ചു. മുഖത്ത് ഭയം വരാൻ തുടങ്ങി. അരുന്ധതി. അവരെ ഞെട്ടിച്ചുകൊണ്ട് ആ പേര് കാതിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. അവരുടെ ദേഹമാസകലം വിയർക്കാൻ തുടങ്ങി.
വിറയ്ക്കുന്ന കൈകളോടെ അവർ കഴുത്തിൽ തൂക്കിയിട്ടിരുന്ന സ്റ്റെതസ്കോപ്പിൽ മുറുകെ പിടിച്ചു. സേതുവിന്റെ നേരെ നോക്കുവാൻ ശക്തിയില്ലാതെ അവർ മൗനം പാലിച്ചിരുന്നു. ആ കണ്ണിൽ നിന്നും കണ്ണുനീർ ഇറ്റിറ്റ് ടേബിളിലേക്ക് വീഴുന്നുണ്ടായിരുന്നു. അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടവൻ പറഞ്ഞു, അപ്പോൾ അരുന്ധതിയെ മറന്നിട്ടില്ല. ആ കണ്ണുകൾ നിറയുന്നത് കണ്ട് അവൻ പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടണം, കരയണം. അത് കണ്ട് എൻ്റെ അച്ഛനും അമ്മയും സന്തോഷിക്കും. ഡോക്ടറിന് എപ്പോഴും സേതുവിലെ ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. കുറച്ചു നേരത്തേക്ക് നിശബ്ദമായിരുന്നു അവിടം. വാക്കുകൾക്ക് വിലങ്ങിട്ട ഡോക്ടർ ദയനീയമായി സേതുവിനെ ഒന്ന് നോക്കി. സേതുമാധവൻ കത്തിക്കയറുകയായിരുന്നു. നിങ്ങൾക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല എന്ന് എനിക്കറിയാം. നിങ്ങൾ ചെയ്തതൊന്നും അറിയാതെ ഞാൻ നിങ്ങളെ ഒരുപാട് തവണ അമ്മയെന്ന് വിളിച്ചു. മോനെ സേതു, അവർ കരഞ്ഞുകൊണ്ട് വിളിച്ചു. വിളിക്കരുത് ഇനി അങ്ങനെ ഒരിക്കൽ പോലും. നിങ്ങൾ ഓരോ തവണയും മോനെ എന്ന് വിളിച്ചപ്പോൾ ഞാൻ എൻ്റെ അമ്മയെ നിങ്ങളിലൂടെ കണ്ടു. അമ്മയ്ക്ക് അറിയില്ലായിരുന്നടാ നീ അരുന്ധതിയുടെ മകനാണെന്നുള്ള കാര്യം. നിങ്ങൾക്കറിയണോ ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളെ വെറുത്തതെന്ന്? നിറമിഴികൾ തുടച്ചുകൊണ്ട് ഡോക്ടറുടെ മുഖത്ത് നോക്കിയവൻ പറയുമ്പോൾ ഉത്തരമില്ലാത്ത മൗനമായിരുന്നു. അവൻ തുടർന്നു, എൻ്റെ ആദ്യ പോസ്റ്റിംഗ് ഇടുക്കിയിലായിരുന്നിട്ടും ഉയർന്ന അധികാരികളുടെ കൈയും കാലും പിടിച്ചാണ് ഞാനിവിടെ പോസ്റ്റ് വാങ്ങിയത്. എന്നെക്കുറിച്ച് അവർക്ക് അറിയാമായിരുന്നു. ഈ നാട്ടിൽ മറക്കാനാവാത്ത ഒരുപാട് ഓർമ്മകൾ എന്നെ വിട്ടു പോകാതിരുന്നതുകൊണ്ട് ഞാൻ ഈ നാട്ടിലേക്ക് വണ്ടി കയറി, ഒരു ആശ്വാസത്തിന്, ഒരു സമാധാനത്തിന്. എൻ്റെ അമ്മയുടെ അവസാന ശ്വാസങ്ങൾ ഒഴുകി നടക്കുന്ന ഈ ആശുപത്രി വരാന്തകളിൽ വന്നിരിക്കാൻ. നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ തിരിച്ചു കിട്ടിയ പോലെയായിരുന്നു. എന്ന് ഞാൻ ഈ ആശുപത്രിയിൽ വന്നു തുടങ്ങിയോ അതിനുശേഷം എൻ്റെ അമ്മ എൻ്റെ സ്വപ്നങ്ങളിൽ വരാറില്ലായിരുന്നു. അന്ന് ഞാൻ കരുതിയത് പുതിയ അമ്മയെ കിട്ടിയപ്പോൾ അമ്മ പിണങ്ങിയത് കൊണ്ടാണ് വരാതിരിക്കുന്നതെന്നായിരുന്നു. എന്തോ എന്നോടൊരു അകലം പാലിച്ചിരുന്നു അവർ. ദുസ്വപ്നത്തിലായിരുന്നാലും അച്ഛൻ്റെ ചിരി ഞാൻ കേൾക്കാറില്ലായിരുന്നു. അപ്പോഴും മനസ്സിലും ആശ്വാസമായത് സ്നേഹിക്കാനായി ഒരു ഡോക്ടറമ്മയെ കിട്ടിയ സന്തോഷമായിരുന്നു. നിങ്ങളോട് ചേർന്നിരിക്കുമ്പോൾ, നിങ്ങളോടൊന്ന് ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ മുഖം നിങ്ങളിൽ പതിപ്പിക്കുകയാണ്. ആശുപത്രി വരാന്തയിലൂടെ നിങ്ങളോടൊപ്പം നടക്കുമ്പോൾ കൈ പിടിച്ച് എൻ്റെ കൂടെ അമ്മയുണ്ടാകുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നാൽ എനിക്കറിയില്ലായിരുന്നു എൻ്റെ അമ്മ ഏറ്റവും വെറുക്കുന്നത് നിങ്ങളെ മാത്രമായിരുന്നുവെന്ന്. അന്ന് ആ 8 വയസ്സുകാരൻ്റെ ബുദ്ധിയിൽ നിങ്ങളെപ്പോലുള്ള വക്രബുദ്ധിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഒരു ഇറ്റ് ശ്വാസത്തിന് വേണ്ടി മരണാസന്നയായി അമ്മ കിടന്ന് തുടിച്ചപ്പോൾ അത് കണ്ട് ഓടി വന്ന് പറഞ്ഞ നഴ്സിനോട് നിങ്ങൾ തട്ടിക്കയറുകയായിരുന്നു. എല്ലാം ഞൊടിയിടയിൽ തീർന്നു പോയപ്പോൾ എൻ്റെ അമ്മയുടെ കണ്ണുകൾ ചേർത്തടയ്ക്കാൻ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ മരിച്ചതിൻ്റെ 3-ാം നാൾ നിങ്ങൾ പിരിച്ചുവിട്ട റോസമ്മ നഴ്സ് കണ്ടിരുന്നു ഞാൻ അവരെ. അവരക്കാര്യം തുറന്നു പറഞ്ഞപ്പോൾ പൊട്ടിക്കരയുകയായിരുന്നു. ജീവിതത്തിൽ ഇതുവരെ മറക്കാൻ കഴിയാത്തൊരു നോവായി അവർ ഓർത്തിരിക്കുന്നുവെന്ന്. എന്നാൽ നിങ്ങൾ സമർത്ഥിയായിരുന്നു. സ്വന്തം മകളുടെ കേസ് എന്നെ തന്നെ ഏൽപ്പിക്കുമ്പോഴും ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞു കാണില്ല ബുദ്ധിമാനായ പോലീസുകാരൻ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം. വിദഗ്ധമായി നിങ്ങൾ ചരടുകൾ വലിച്ചു. അവളുടെ പേര് ഉൾപ്പെടുത്താതിരുന്നപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചത് പോലുമില്ല. എൻ്റെ മനസ്സിൽ നിങ്ങൾ ഒരു അമ്മയായിരുന്നു. എനിക്ക് മാത്രമല്ല, പാർവതിക്കും. നിങ്ങളോട് സ്നേഹം മാത്രമായിരുന്നില്ല, ബഹുമാനവും കൂടിയായിരുന്നു. അതുകൊണ്ടാണ് കേസിലെ ഒരു സൂചന പോലും ഞാൻ ആർക്കും നൽകാതിരുന്നത്. നിങ്ങൾ തിരിച്ചുവിട്ട വഴിയിലൂടെയാണ് കേസ് പോകുന്നതെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ നിങ്ങൾ ഒരുപാട് സന്തോഷിച്ചു. എന്നോട് ചോദിക്കാറില്ലെങ്കിലും നിങ്ങൾ സ്റ്റേഷനിൽ വിളിച്ച് ചോദിക്കുന്നുണ്ടെന്നുള്ള വിവരം എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് സ്റ്റേഷനിൽ ബാംഗ്ലൂരിലെ റിപ്പോർട്ട് മാത്രം നൽകിക്കൊണ്ടിരുന്നത്. നിങ്ങളുടെ മുഖത്ത് നിന്നും ഞാനെല്ലാം വായിക്കുന്നുണ്ടായിരുന്നു. അന്ന് എൻ്റെ പക്കൽ തെളിവുകൾ ഉണ്ടായിരുന്നിട്ട് ഞാൻ നിങ്ങളെ അവിശ്വസിച്ചില്ല. എന്നാൽ നിങ്ങളുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിപ്പോയി. മറ്റു പെൺകുട്ടികൾ എല്ലാവരും കൂടി മാളവികയുടെ പേര് പറഞ്ഞപ്പോൾ ഞാൻ കുറ്റവാളിയിലേക്ക് എത്തിച്ചേർന്നിരുന്നു. ബാംഗ്ലൂരിലെ കേസന്വേഷണം മതിയാക്കി നാട്ടിലേക്ക് തിരിച്ചപ്പോഴും ആ വീട്ടിലേക്ക് കാല് കുത്തിയപ്പോഴും ഞാൻ അറിഞ്ഞിരുന്നില്ല അത് ഡോക്ടറുടെ വീടാണെന്ന്. ചുവരിൽ തൂക്കിയ ഫോട്ടോയിൽ അവളോടൊപ്പം ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് സഹതാപമാണ് തോന്നിയത്. സ്വന്തം മകളാണെന്നറിഞ്ഞിട്ടും എനിക്ക് അവളെ കാണിച്ചു തന്നതിലൊരു സമാനമായ ബഹുമാനമായിരുന്നു നിങ്ങളോട്. അപ്പോഴും എൻ്റെ അന്വേഷണങ്ങൾ തീർന്നിരുന്നില്ല. സത്യം അവളുടെ അടുത്ത് നിന്നും തിരിച്ചറിയണമെന്ന വാശിയായിരുന്നു. അതുവരെ ഊഹാപോഹങ്ങളിൽ കൂടി കേസന്വേഷിച്ച് തനിക്ക് സത്യം തുറന്നു പറയാൻ കിട്ടിയ അവളുടെ അവസരങ്ങളൊന്നും ഞാൻ പാഴാക്കിയിരുന്നില്ല. ദിവസവും രാവിലെ നിങ്ങളിവിടെ എത്തിയെന്ന് ഫോൺ ചെയ്ത് ഉറപ്പുവരുത്തിയ ശേഷം ഞാൻ സമയം ചെലവഴിച്ചത് നിങ്ങളുടെ വീട്ടിലായിരുന്നു. മയക്കുമരുന്നിന് അടിമയായിരുന്ന അവളെ കൈക്കലാക്കാൻ എനിക്ക് അതേ നാണയത്തിൽ തന്നെ പ്രയോഗിക്കേണ്ടി വന്നു. സിഗരറ്റ് വലിക്കാതിരുന്ന ഞാനെന്ന് ആദ്യമായി ഒരു കഞ്ചാവ് സിഗരറ്റ് സംഘടിപ്പിച്ചു. അതവൾക്ക് വച്ചു നീട്ടിയപ്പോൾ ഒരു അമൃത് കിട്ടിയ സന്തോഷമായിരുന്നു അവൾക്ക്. ഒരു മയക്കുമരുന്ന് ബ്രോക്കറായി ഞാൻ അവളുടെ മുന്നിൽ അവതരിക്കുകയായിരുന്നു. ദിവസങ്ങൾ കഴിയുന്തോറും അവൾക്ക് ഞാൻ ആരൊക്കെയായി മാറി. പുരുഷനെ ഇഷ്ടമില്ലാതിരുന്നിട്ടും അവൾ എനിക്ക് വേണ്ടി കിടക്ക ഒരുക്കുവാൻ വരെ തയ്യാറായി. അവൾക്ക് എന്നെ കാണാതെ ഇരിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിൽ വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. മദ്യം തലയ്ക്ക് പിടിക്കുമ്പോൾ അവൾ ചില വിഷയങ്ങൾ എന്നോട് തുറന്നു പറഞ്ഞു തുടങ്ങി. എന്നാൽ അതിൽ വ്യക്തത നിറഞ്ഞു നിന്നിരുന്ന അവളുടെ പഴയ ഫോട്ടോകൾ അടങ്ങിയ ആൽബം എനിക്ക് കാണിച്ചു തന്നപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഉറങ്ങിക്കിടന്ന ചിന്തകൾ ഉണർന്നത്. ഞാൻ എൻ്റെ ആ 8 വയസ്സുകാരനിലേക്ക് പതിയെ സഞ്ചരിക്കുകയായിരുന്നു. അമ്മയെ കാണാൻ ആശുപത്രിയിൽ വരുന്ന സമയത്ത് ആശുപത്രി വരാന്തയിൽ തുള്ളിച്ചാടി നടക്കുന്ന സുന്ദരി കുട്ടിയുടെ മുഖം ചെറുതായി എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു.
ബോധമറ്റ് കിടക്കുന്ന അവളറിയാതെ അവളുടെ ആൽബത്തിൽ നിന്നും ഒന്ന് രണ്ട് ഫോട്ടോകൾ ഞാൻ അടർത്തിയെടുത്തു. കൂട്ടത്തിൽ അടക്കി വച്ചിരുന്ന ഡയറികളും. നിങ്ങളുടെ മകളിൽ ഞാൻ കണ്ട ഏറ്റവും നല്ല സ്വഭാവമായിരുന്നു ഡയറി എഴുത്ത്. ആ ഡയറികൾ തന്നെ അവളുടെ ജീവിതത്തിന് കരിനിഴലായി മാറുകയും ചെയ്തു. അത് ചിലപ്പോൾ കോൺവെന്റ് സ്കൂളിൽ പഠിച്ചതുകൊണ്ടായിരിക്കും. ഒരുപാടുണ്ടായിരുന്നു വായിച്ചു തീർക്കാൻ. അവളുടെ സ്വപ്നങ്ങളും വിഷമങ്ങളും വേദനകളും എല്ലാം വളരെ വ്യക്തമായി അവളതിൽ എഴുതിയിരുന്നു. രാത്രികളിൽ ഉറക്കമൊഴിച്ച് ഞാൻ ഓരോ ഡയറിയും വായിച്ചു തീർത്തു. നിങ്ങൾ പോലും അറിയാതെ ആശുപത്രിയിലെ പഴയകാല ചിത്രങ്ങളെല്ലാം ഞാൻ അരിച്ചു പെറുക്കി നോക്കി. ഈ മുഖം എവിടെയെങ്കിലും കാണാനാകുമോ എന്ന്. എൻ്റെ ഊഹം തെറ്റിയില്ല. ഡോക്ടർ സുബലക്ഷ്മിയോട് ചേർന്നിരിക്കുന്ന മുഖം ഒരുപാട് ഫോട്ടോകളിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു. അവിടെയും എൻ്റെ ലക്ഷ്യങ്ങൾ പൂർണ്ണത കൈവരിക്കാൻ കഴിഞ്ഞില്ല. അവൾ കോൺവെന്റ് സ്കൂളിൽ പഠിച്ചു തുടങ്ങിയത് മുതലുള്ള ചിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞത്. ആശുപത്രി വാർഡുകളിലെ അവളുടെ കുസൃതികളിൽ എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ അമ്മയായിരുന്നു. എന്നിലുള്ള സ്നേഹവർഷമായിരുന്ന കരുതലിനെയായിരുന്നു, ഒരു നിഴലിനെയായിരുന്നു. അവൾ അറിയാതെ ചെയ്തു പോയതായിരുന്നുവെങ്കിലും ആ കുഞ്ഞു മനസ്സ് ഒരുപാട് വേദനിച്ചിരുന്നു. അവളുടെ കൊച്ചു കൊച്ചു കുസൃതികൾ കണ്ടില്ലെന്ന് നടിക്കുന്ന അമ്മ ഇത് നിസാരമായി തള്ളി. നിങ്ങൾക്കറിയാമായിരുന്നു എൻ്റെ അമ്മയുടെ മരണം ഒരു മസ്തിഷ്ക മരണമായിരുന്നില്ല എന്ന്. എന്നിട്ട് നിങ്ങൾ തറപ്പിച്ചു പറഞ്ഞു എൻ്റെ അമ്മ മരിക്കാൻ കാരണം മസ്തിഷ്ക മരണമാണെന്ന്. ഉറങ്ങിക്കിടക്കുന്ന എൻ്റെ അമ്മയെ ഒന്ന് കെട്ടിപ്പിടിച്ച് കരയണമെന്ന് എൻ്റെ കുഞ്ഞു മനസ്സ് കൊതിച്ചിരുന്നു. അപ്പോഴും പല കാരണങ്ങളാൽ ഞാൻ തടയപ്പെടുകയായിരുന്നു. ഇതെല്ലാം മറവിൽ നിന്ന് കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾ എന്നെ ഇരുട്ടിലേക്കാണ് തള്ളിവിട്ടത്. ആശുപത്രി വാർഡിൽ ഓടിക്കളിച്ചിരുന്ന മകൾ രോഗിയുടെ മൂക്കിൽ നിന്നും ഓക്സിജൻ മാസ്ക് എടുത്തു മാറ്റിയത് നിങ്ങളുടെ മക്കൾക്ക് ഒരു കുസൃതിയായിരിക്കും. എന്നാൽ അത് ഏറ്റുപറയാൻ കഴിയാതെ നിങ്ങൾ മറച്ചുവെച്ചത് വൈദ്യശാസ്ത്രത്തിന് തന്നെ നിരക്കാത്തതായിരുന്നു. നിങ്ങളുടെ പേര്, പ്രശസ്തി, മകളുടെ ഭാവി, അതായിരുന്നു നിങ്ങൾക്ക് വലുത്. അതുകൊണ്ട് നിങ്ങളെല്ലാം മറച്ചുവെച്ചു. മിലിറ്ററിയിൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന അച്ഛൻ അത് ശക്തമായി എതിർത്തു പറഞ്ഞപ്പോൾ നിങ്ങൾ ശക്തമായി പ്രതിഷേധിച്ചു. അച്ഛൻ നിയമവശങ്ങളിലേക്ക് കടക്കുമെന്നായപ്പോൾ നിങ്ങളുടെ വക്രബുദ്ധി വീണ്ടും ശക്തി പ്രാപിച്ചു. ഭ്രാന്തില്ലാത്ത നിങ്ങളെ അച്ഛനെ ഭ്രാന്തനാക്കി. ഒരു സ്ത്രീയായിരുന്ന നിങ്ങൾക്ക് അതിനും എളുപ്പം കഴിഞ്ഞു. എനിക്ക് ഭ്രാന്തില്ല എന്ന ആശുപത്രി തടവറയിൽ അലമുറയിട്ട് കരയുമ്പോൾ അച്ഛനെ ഇലക്ട്രിക് ഷോക്ക് നൽകി നിങ്ങൾ വീണ്ടും അച്ഛനെ കൂടുതൽ കൂടുതൽ ഭ്രാന്തനാക്കി മാറ്റുകയായിരുന്നു. അച്ഛനെ കാണാൻ പോകുന്ന കൊച്ചു സേതുമാധവൻ ചിരിക്കുന്ന അച്ഛനെ കണ്ട് ഒരുപാട് ഭയന്നിട്ടുണ്ട്. അച്ഛൻ മരിക്കുന്നതിന് മുമ്പായി എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു പറഞ്ഞത് ഇന്നും എൻ്റെ നെഞ്ചിൽ തീ കനലായി കിടക്കുന്നു. നിന്റെ അമ്മ മരിച്ചതല്ല, നിന്റെ അമ്മയെ കൊന്നതാണ്. എൻ്റെ മോൻ അത് കണ്ടുപിടിക്കണം. ആ അവസാന വാക്കുകളല്ലാതെ പിന്നീട് അച്ഛൻ ശബ്ദിച്ചിട്ടില്ല. ഈ ഭൂമുഖത്ത് എന്നെ തനിച്ചാക്കി അച്ഛൻ അമ്മയോടൊപ്പം യാത്ര തുടങ്ങിയിരുന്നു. പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്ന ചെറിയച്ഛൻ്റെ കൂടെ കേരളമാകെ കറങ്ങി നടന്നു, ഒരു അനാഥനെ പോലെ. പിന്നീട് അങ്ങോട്ട് വാശിയായിരുന്നു, ഒരു നിയമപാലകന്റെ വേഷമണിയാൻ. അച്ഛൻ്റെ വാക്കുകൾ സത്യമാണെന്ന് തെളിയിക്കാൻ എൻ്റെ മുന്നിൽ ആകെയുള്ളത് ഈ ആശുപത്രി മാത്രം. എനിക്ക് ഉറപ്പായിരുന്നു ഒരു വാതിൽ തനിക്കായി എന്തെങ്കിലും തുറക്കുമെന്ന്. ഞാൻ ക്ഷമയോടെ കാത്തിരുന്നു. അതിനായി എനിക്ക് വഴി തുറന്നിട്ടത് പാർവതിയുടെ പീഡനമായിരുന്നു. അതിലൂടെ ഞാൻ ദിവസങ്ങളോളം ഇവിടെ കയറിയിറങ്ങി. ഈ ഡയറി വായിച്ച് പൂർത്തിയായപ്പോഴാണ് അമ്മയും മകളും തുല്യ പങ്കുവഹിക്കുന്നവരാണെന്ന് എനിക്ക് മനസ്സിലായത്. എന്നിട്ടും നിയമത്തിൻ്റെ മുന്നിൽ ഞാൻ നിങ്ങളെ വിട്ടുകൊടുത്തില്ല. എൻ്റെ അച്ഛൻ ഭ്രാന്തില്ലാതെ ഭ്രാന്തനായി കഴിയേണ്ടി വന്നപ്പോൾ അനുഭവിച്ച വേദന നിങ്ങളുടെ മകളിലൂടെ നിങ്ങളും വിഷമിക്കുന്നത് എനിക്ക് കാണണമായിരുന്നു. ആ വിഷമം കണ്ട് നിങ്ങൾ നീറി നീറി ജീവിക്കുന്നത് എനിക്ക് കണ്ട് ആസ്വദിക്കണമായിരുന്നു. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആത്മശാന്തിക്ക് വേണ്ടി എനിക്ക് ഇത്രയെങ്കിലും ചെയ്യണമായിരുന്നു. എൻ്റെ ലക്ഷ്യം മാളവികയെ ഭ്രാന്തിയായി മാറ്റിയെടുക്കണമെന്നായിരുന്നു. അതിനുവേണ്ടിയായിരുന്നു കാലിയായ ഇഞ്ചക്ഷനും മയക്കുമരുന്നെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പാക്കറ്റുകളും ഞാൻ അവളുടെ മുറിയിൽ കൊണ്ടുചെന്നിട്ടത്. പാർവതിയുടെ കേസിൻ്റെ പ്രധാന തെളിവ് അവളിൽ മാത്രം കേന്ദ്രീകരിച്ച് ഒന്നാം പ്രതിയാക്കിയപ്പോൾ ആ പൈശാചിക സ്വഭാവം കണക്കിലെടുത്ത് ഡോക്ടർമാർ വിധിയെഴുതി അവൾക്ക് ഭ്രാന്താണെന്ന്. ഞാൻ ആശിച്ചതും അത് തന്നെയായിരുന്നു. സത്യത്തിൽ നിങ്ങളുടെ മകൾക്കൊരു ഭ്രാന്തില്ലായിരുന്നു. അവളെ ഭ്രാന്തിയാക്കിയതും ഈ നിലയിലേക്ക് തള്ളിവിട്ടതും നിങ്ങൾ ഒരാൾ മാത്രമാണ്. സ്വന്തം മകളെ സ്നേഹിക്കാതെ ചെറുപ്പത്തിലെ കോൺവെന്റ് സ്കൂളിൽ കൊണ്ടുപോയി ജയിലിലടച്ച പോലെ പഠിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് അന്നേ നഷ്ടപ്പെട്ടിരുന്നു നിങ്ങളുടെ മകളെ. അന്ന് അവൾക്ക് ഇത്തിരി സ്നേഹം കൊടുത്തിരുന്നെങ്കിൽ, ഒന്ന് ചേർത്ത് നിർത്തിയിരുന്നെങ്കിൽ നിങ്ങളുടെ മകൾ വഴിപിഴച്ചു പോകില്ലായിരുന്നു. മകളുടെ സ്നേഹമെന്ന് നിങ്ങൾ അലമുറയിടുന്നുണ്ടല്ലോ, നിങ്ങൾക്കതിനൊട്ടും അവകാശമില്ല. മകളെ സ്നേഹിക്കണം, എന്നാലേ അത് തിരിച്ചു കിട്ടൂ. ഇത്രയും ഞാൻ പറയണമെന്ന് വിചാരിച്ചതല്ല. നിങ്ങളാണെല്ലാം എന്നെ കൊണ്ട് പറയിപ്പിച്ചത്. നിങ്ങളുടെ മകൾ തിരിച്ചു വരും, ഒരു പുതിയ മാളവികയായി. നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ തിരിച്ചറിയുകയാണെങ്കിൽ, അതോർത്ത് നിങ്ങൾ പശ്ചാത്തപിക്കുകയാണെങ്കിൽ അവളെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഈ നശിച്ച നാട്ടിൽ ഞാൻ ഇനി തുടരുന്നില്ല. ട്രാൻസ്ഫർ എഴുതി കൊടുത്തിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഓർമ്മകൾക്കൊപ്പം വേറെ എവിടെയെങ്കിലും പോയി സ്വസ്ഥമായി ജീവിക്കാൻ പോവുകയാണ്. ഇത്രയും നാളില്ലാതിരുന്ന അച്ഛൻ്റെ ചിരി എനിക്കിന്ന് കേൾക്കാം. നിങ്ങളെ കണ്ടതു മുതൽ അപ്രത്യക്ഷമായ അമ്മയുടെ മുഖം ഇന്നെനിക്ക് സ്വപ്നങ്ങളിൽ കൂടി കാണാം. നമ്മൾ തമ്മിൽ ഇനി കണ്ടുമുട്ടുമോ എന്നെനിക്കറിയില്ല. ഭാഗ്യമുണ്ടെങ്കിൽ നമ്മൾ ഇനിയും കാണും. അതുവരെ എല്ലാം ശാന്തമായി കേട്ടുകൊണ്ടിരുന്നവർ കണ്ണുനീര് പൊടിച്ചുകൊണ്ട് അവൻ്റെ മുന്നിൽ കൈകൂപ്പി നിന്നു. അമ്മയ്ക്ക് തെറ്റുപറ്റിയടാ, പൊറുക്കാൻ കഴിയാത്ത തെറ്റാണ് ഞാൻ നിന്നോടും നിന്റെ വീട്ടുകാരോടും ചെയ്തത്.
മാപ്പ് ചോദിക്കാൻ അർഹതയില്ലെന്നറിയാം, എന്നാലും ചോദിക്കാം. ഒരു മകന്റെ മുന്നിൽ കെഞ്ചിക്കൊണ്ട് ചോദിക്കുകയാണ്, മാപ്പ് തന്നൂടെ എനിക്ക്? മാപ്പ്, ആ വാക്കിന്റെ അർത്ഥം അറിയാമോ നിങ്ങൾക്ക്? ഈ അകത്തേക്ക് വലിച്ചെടുത്ത ശ്വാസം പുറത്തേക്ക് വിടാൻ കഴിഞ്ഞില്ലെങ്കിൽ തീരാവുന്നതേ ഉള്ളൂ. ഈ പണവും പ്രശസ്തിയും ഇതുവരെ വെട്ടിപ്പിടിച്ചതുമെല്ലാം ഇനിയെങ്കിലും എല്ലാം ഉപേക്ഷിച്ച് ഒരു സ്ത്രീയായി, ഒരു നല്ല അമ്മയായി ജീവിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ കണ്ണുനീരിൽ ഇത്തിരിയെങ്കിലും സത്യമുണ്ടെങ്കിൽ, ഈ പറഞ്ഞ വാക്കുകൾ മനസ്സിലെ പാപക്കറ നീക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ ഇനിയും കാണും. എൻ്റെ പെങ്ങളൂട്ടി കണ്ടുപിടിച്ച പെണ്ണിനെ സ്വന്തമാക്കുന്ന സമയത്ത് അമ്മയുടെ സ്ഥാനത്ത് എന്നെ അനുഗ്രഹിക്കാൻ നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാകും. കരഞ്ഞു കലങ്ങിയ കണ്ണുമായി അവൻ യാത്ര പറഞ്ഞിറങ്ങി. അവൻ്റെ ആഗമന ഉദ്ദേശം നടത്തിയ നിർവൃതിയിൽ പുതിയൊരു സ്റ്റേഷനിലേക്ക് അവൻ നടന്നു വന്ന വഴി ഇവിടെ അവസാനിക്കുകയാണ്. കഥ അവസാനിച്ചിരിക്കുന്നത് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഉടനെ തന്നെ വീണ്ടും പുതിയ കഥയുമായി വരാം. ലവ് യു ഓൾ, ബൈ.